കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം അതിലെ ദശമസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദ്വാരകാലീല വർണ്ണിച്ചു വരണു ഭഗവാന്റെ. അതിലാണ് രാജസൂയം എന്ന പ്രകരണം. നാരദ മഹർഷി വന്ന് ഭഗവാന്റെ സുധർമ്മ സദസ്സിൽ വന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ്. പാണ്ഡവർക്ക് അങ്ങയെ പൂജിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചു. അതേസമയം തന്നെയാണ് ജരാസന്ധൻ്റെ കൊട്ടാരത്തിൽ നിന്നൊരു ദൂതൻ വന്ന് അദ്ദേഹത്തിൻ്റെ പരാക്രമം വർണ്ണിച്ചത്. എന്താ ആദ്യം വേണം, ജരാസന്ധനെ ശരിയാക്കണോ രാജസൂയത്തിന് ഒരുങ്ങണോ, എന്താ വേണ്ടതെന്നുള്ള സംശയം ഭഗവാൻ ഉദ്ധവനോട് ചോദിച്ചു. മന്ത്രിയല്ലേ ഉദ്ധവൻ? ആ ഉദ്ധവനോട് ചോദിച്ച സമയത്ത് ഉദ്ധവൻ പറഞ്ഞു, ഭഗവാനെ ആദ്യം വേണ്ടത് രാജസൂയത്തിനൊരുങ്ങുക. അതെന്താ ഉദ്ധവ അങ്ങനെ? അപ്പോൾ ആ രാജാക്കന്മാരെ രക്ഷിക്കണ്ടേ, അത് ഈ കൂട്ടത്തിൽ കഴിയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ രാജസൂയത്തിനൊരുങ്ങുകയാണ്. പാണ്ഡവർ വന്നു, ഭഗവാനെ കേമായിട്ട് ക്ഷണിച്ചു. കുടുംബസമേതം വരണം എന്നെ പറഞ്ഞു. സാധാരണ അങ്ങനെ പറയാറില്ല. കുടുംബസമേതം വന്നാൽ ബുദ്ധിമുട്ടാവും. ഭഗവാൻ ഒറ്റയ്ക്ക് വരണമെന്നേ പറയാറുള്ളൂ. 16,108 ഭാര്യമാരും ലക്ഷക്കണക്കിന് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രയാസമാവും എന്നുള്ളതുകൊണ്ട് അവരങ്ങനെ പറയാറില്ല. പക്ഷേ പാണ്ഡവരിപ്പം അങ്ങനെയല്ല, എല്ലാവരും വരണം കുടുംബസമേതം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ഒരു 7 മാസം മുന്നേ തന്നെ പുറപ്പെട്ടു എന്നാണ്. 17 മാസം നീണ്ടു നിൽക്കുന്ന യാഗം രാജസൂയം. രാജസൂയം എന്ന് പറഞ്ഞാൽ രജസിനെ ശോധനം ചെയ്യുന്നത്. രജോ ഗുണം ഉള്ളിലുണ്ട്, അവിടെയാണ് നമുക്ക് അഹന്ത വർദ്ധിക്കുക. ആ അഹന്തയെ നശിപ്പിക്കുന്ന യാഗം എന്നൊക്കെയാണ് ആ യാഗത്തിൻ്റെ പേര് തന്നെ, രാജസൂയം എന്നാണ്. മനസ്സിനെ ജയിക്കുക, അതാണ് ഏറ്റവും പ്രയാസം. മനസ്സിനെ ജയിക്കാനാണ് ഏറ്റവും പ്രയാസം. മനസ്സിനെ ജയിച്ചവൻ ഈ ലോകത്തെ ജയിച്ചു. അയാളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തി. തന്നെ ജയിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഇപ്പം ഈ ഒരു യാഗം ചെയ്യുന്നത്, രാജസൂയം. പാണ്ഡവർ ഭഗവാനെ ക്ഷണിച്ചു. ഭഗവാൻ പുറപ്പെട്ടു. പോകുമ്പോഴേ ഭഗവാൻ പറഞ്ഞു, ആരെയും ബുദ്ധിമുട്ടിക്കരുത്, വളരെ നേരത്തെ പുറപ്പെടുക. പോണ സമയത്ത് സാരിയൊക്കെ എടുത്തോളൂ, ഇനി അവിടെ എത്തി പാഞ്ചാലിയോട് ചോദിക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് നിങ്ങളൊക്കെ 16,108 പേരുണ്ടേ, അപ്പോൾ 7 മാസം മുന്നേ പുറപ്പെട്ടു വെച്ചാൽ ഇത്രയും ദിവസത്തേക്കുള്ള വസ്ത്രമൊക്കെ ആവശ്യമുണ്ട്, അതൊക്കെ എടുത്തോളൂ, പുറപ്പെട്ടോളൂ. ആ യാത്രയാണ് ഇവിടെ ഭാഗവത്തിൽ വർണ്ണിക്കുന്നത്. പെട്ടെന്ന് ആ യാത്ര, അതിൻ്റെ ആ ഒരു കേമത്വം വർണ്ണിക്കാനായിട്ട് പെട്ടെന്ന് വൃത്തം മാറുന്നത് കാണാം. തത്തോരഥ ദ്വിപഭട സാധി നായകൈഹി കരാളയ പരിവൃത ആത്മസേനയ മൃദംഗഭേര്യാനകശംഖ ഗോമുഖൈ പ്രഘോഷഘോഷിത് കകുഭോതിരാക്രമത്. ആ യാത്ര വളരെ കേമാണ്. വൃത്തം അങ്ങോട്ട് മാറ്റി ഭഗവാന്റെ കുട്ടികൾ, പേരക്കുട്ടികൾ, അവർക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ ഒക്കെ എടുത്ത് ഗരുഡക്കൊടി പറപ്പിച്ചും കൊണ്ട് ഭഗവാന്റെ ആ ഒരു തേര് പറന്നു വരികയാണോ തോന്നും. അങ്ങനെ ഭഗവാന്റെ ആ വരവ് ദ്വാരകയിൽ നിന്ന് ഇവിടെ ഹസ്തിനാപുരിലേക്ക്. വളരെ പ്രസിദ്ധമായിട്ടുള്ള കാവ്യമാണ് മാഘം. അതിന് വേറൊരു പേരാണ് ശിശുപാലവധം. അത് എഴുതിയ ആൾ മാഘന, അതുകൊണ്ടാണ് ആ കാവ്യത്തിന് മാഘം എന്ന് പേര് വന്നത്. ആ മാഘത്തിൽ 9-10 സർഗങ്ങളിലായിട്ട് ഈ ഒരു യാത്രയാണ് വർണ്ണിക്കുന്നത്. ദ്വാരകയിൽ നിന്ന് ഭഗവാനും ഭഗവാന്റെ പത്നിമാരും കുട്ടികളൊക്കെ എങ്ങോട്ട് പോകണു? ഹസ്തിനാപുരിയിലേക്ക് പോകുന്നത്. ആദ്യത്തെ വരി ഹസ്തിനാപുരി എത്തിയിട്ടും അവസാനത്തെ വരി ദ്വാരകയിൽ നിന്ന് ഇറങ്ങിയില്ല. എന്താ കാരണം? ഒന്ന് ഇറങ്ങി നിന്നാലേ വാതിലടയ്ക്കാൻ പറ്റുള്ളൂ. ഒന്നങ്ങോട്ട് ഇറങ്ങി നിൽക്കുമോ എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് ജനങ്ങളവിടെ ഉണ്ട് എന്നാണ്. എല്ലാവരും വാതിലൊക്കെ അടച്ച് പൂട്ടി, ദ്വാരക പൂട്ടിയിട്ടാണ് പോണത്. നോക്കാനാകെ 2 പേരെ അവിടെ ഏർപ്പാടാക്കി ഭഗവാൻ പുറപ്പെടുകയാണ്. തൻ്റെ വളരെ വേണ്ടപ്പെട്ടവരുടെ ഒരു യാഗം നടക്കുമ്പം എത്ര നേരത്തെ പോകണം? അതുകൊണ്ട് ഒരു 6-7 മാസം മുന്നേ തന്നെ ഭഗവാൻ പുറപ്പെട്ടു. അവിടെ ഭഗവാനെ സ്വീകരിക്കാനായിട്ട് പാണ്ഡവരൊക്കെ നോക്കി നിന്നു. ഭഗവാൻ വന്ന സമയത്ത് ഗോവിന്ദം ഗൃഹമാനീയ ദേവദേവേശമാതൃത പ്രമോദോപഹതോ നൃപ പൂജായാം നാവിതത് കൃത്യം. പാണ്ഡവർ പൂജിക്കണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും ധർമ്മപുത്രർ എല്ലാം നേരെയാക്കി വെച്ചു. പക്ഷേ ക്രമത്തിലൊന്നും പൂജിക്കാൻ സാധിച്ചില്ല. പരീക്ഷത്തെ അങ്ങയുടെ മുത്തച്ഛൻ ക്രമം തെറ്റിച്ചിട്ടാണ് ഭഗവാനെ പൂജിച്ചത്. അത് ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ടു. എന്താണ്? നമ്മൾ വളരെ ക്രമത്തിൽ ആദ്യം കിഴക്കേ തിരി, പിന്നെ പടിഞ്ഞാറേ. എനിക്ക് നമുക്കുണ്ട്. എന്നാൽ ഭഗവാൻ ഇഷ്ടം ക്രമമൊന്നും തെറ്റിയാലും ഭഗവാനൊരു കുഴപ്പമില്ല. ഭക്തി ഉണ്ടെന്ന് മാത്രമേ ഭഗവാൻ നോക്കുള്ളൂ. ഭക്തി കൊണ്ട് പരിഭ്രമം ഉണ്ടായ സമയത്ത് എന്ത് പറ്റി? ഭക്തി ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവേ. ഭഗവാനെ അങ്ങോട്ട് കണ്ട സമയത്ത് ആ ഭക്തി കൊണ്ട് അദ്ദേഹം പൂജയുടെ കാര്യമൊക്കെ മറന്നു, കാല് കഴിക്കാൻ വിട്ടുപോയി. ഭഗവാൻ കയറി അകത്തെത്തിയതിന് ശേഷമാണ് കാല് കഴിക്കേണ്ട ഓർമ്മ. അങ്ങനെയൊക്കെ ഉണ്ടാവും.
അതൊന്നും ഭഗവാൻ എന്ത് ചെയ്തില്ല, കണക്കാക്കിയില്ല. കാരണം ഭഗവാന് ആരുടെ ഹൃദയം അറിയാം, ധർമ്മപുത്രരുടെ ഹൃദയം അറിയാം. അതുകൊണ്ട് ഭഗവാൻ ഒന്നും കണക്കാക്കിയിട്ടില്ല. പൂജായാം നാവി തത്കൃത്യം, ഇങ്ങനെ ക്രമക്കേടായിട്ട് ചെയ്യുന്ന പൂജയാണ് ഭഗവാന് ക്രമത്തോടു കൂടി ചെയ്യുന്ന പൂജയേക്കാൾ ഇഷ്ടം. എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റിച്ച് പൂജിക്കണമെന്നല്ല, ഭക്തി ഉണ്ടാവണമെന്ന് മുഖ്യം. ഭക്തിയോടുകൂടി എന്ത് കാണിച്ചാലും എന്ത് ചടങ്ങാണെങ്കിലും ഭഗവാൻ ഇഷ്ടമാണ്. ഭക്തി ഇല്ലാതെ ഇനിയിപ്പം വലിയ കേമായിട്ടുള്ള പൂജ കഴിച്ചാലും ഭഗവാന് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. ഏതായാലും കേമായിട്ട് പാഞ്ചാലി ഭഗവാന്റെ പത്നിമാരെ സ്വീകരിക്കുന്നു, കുന്തിദേവി സ്വീകരിക്കുന്നു. കുറച്ചു കാലം ഭഗവാൻ ആ പാണ്ഡവരുടെ കൂടെ അവിടെ കഴിയണു. അക്കാലത്താണ് ഭഗവാൻ അർജുനനെയും കൂട്ടിപ്പോയി ആ ഗാണ്ഡവ വനത്തിലെത്തി ഗാണ്ഡവം അഗ്നിക്ക് കൊടുത്ത് അഗ്നിദേവനെ കൊണ്ട് നല്ലൊരു വില്ല്, ഗാണ്ഡീവ് വന്ന വില്ല് അർജുനന് കൊടുപ്പിച്ചു. ഒക്കെ ഭഗവാന്റെ കാരുണ്യത്തെ എടുത്ത് കാണിക്കുകയാണ്. കടുതിയിൽപ്പെട്ട ആ മയനെ മോചിപ്പിച്ചു. അങ്ങനെ അസുരശില്പിയായിട്ടുള്ള മയൻ പാണ്ഡവർക്ക് ഒരു അത്ഭുതമായ സഭ നിർമ്മിച്ചു കൊടുത്തു എന്നൊക്കെ ഒന്ന് അവിടെ സൂചിപ്പിച്ചു. ഏകതാതു സഭാമധ്യേ ആസ്ഥിതോ മുനിഭിർവൃത, ഒരിക്കൽ സഭയിൽ വെച്ച് ഭഗവാന്റെ അടുത്തേക്ക് വന്ന് ആ ധർമ്മപുത്രർ പറയാണ്, അങ്ങയെ പൂജിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, രാജസൂയം കഴിക്കാൻ. ഭഗവാൻ ചോദിച്ചു, എന്തിനാ അങ്ങ് രാജസൂയം കഴിക്കുന്നത്? യഷ്ടവ്യം രാജസൂയേന എന്നാണ്. ക്രതുരാജേന ഗോവിന്ദ രാജസൂയേന പാവനീഹി. ക്രതുരാജാവാണ് രാജസൂയം. ക്രതു പറഞ്ഞ യാഗം, യാഗങ്ങളുടെ കൂട്ടത്തിലെ രാജാവാണ്. ഏറ്റവും വലിയ യാഗമായിട്ടാണ് രാജസൂയത്തെ പറയുക. ആ രാജസൂയം ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭഗവാൻ ചോദിച്ചു, എന്താ ഉദ്ദേശം? എന്താ ഉദ്ദേശം ചോദിച്ചാൽ, യേ ത്വാം ഭജന്തി ന ഭജന്തി ഉത വോ ഭയേഷാം നിഷ്ഠാം പ്രദർശയ വിഭോ കുരു സൃഞ്ജയാനാം. അങ്ങയെ ഭജിക്കുന്നവർക്കുണ്ടാവുന്ന നേട്ടവും അങ്ങയെ ഭജിക്കാത്തവർക്കുണ്ടാവുന്ന നഷ്ടവും ലോകര് കാണട്ടെ. അവസാനം പറഞ്ഞതാണ് പ്രശ്നമായത്. ലോകര് കാണട്ടെ, ഞങ്ങൾ ഭജിക്കുന്നുണ്ട്, ഞങ്ങൾക്കുണ്ടാവണം നേട്ടം, നേട്ടം ഉണ്ടാവാനാണ് ഭജിക്കുന്നത്, അതാര് കാണട്ടെ, അത് ലോകര് കാണണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഭഗവാൻ തീരെ താല്പര്യമില്ലാത്ത വിഷയമാണ്. ലോകര് കാണാൻ വേണ്ടി ഭജിക്കുന്നത് ഇഷ്ടമല്ല. അത് നേട്ടം ഉണ്ടാവാൻ വേണ്ടി ഭജിക്കുന്നതും, നേട്ടം കോട്ടം ഒന്നുമില്ല, ഭജിക്കുക, അതാണ് നമ്മുടെ ധർമ്മം. എന്ത് വരണമെന്നുള്ളതല്ല. ചിലപ്പം വിഷമം കൂടി വരുന്നുണ്ടാവും ഭജിക്കും തോറും. എന്ന് കരുതി ഭജന നിർത്താൻ പാടുമോ? പാടില്ല. അതാണ് കാണിക്കുന്നത്. തൻ്റെ ആ ഒരു ഭജനം, ധർമ്മം നിർത്തരുത്, അത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫലം എന്തോ ആവട്ടെ, അതിനെപ്പറ്റിയൊന്നും ഇവിടെ ചിന്തിക്കുന്നില്ല. ഏതായാലും ഭഗവാൻ പറഞ്ഞു, ആയിക്കോട്ടെ, പുറപ്പെടാം. ഭഗവാൻ പ്രതീക്ഷിച്ചത് ഏട്ടൻ പറയായിരിക്കും, കൃഷ്ണ ഞാൻ രാജസൂയം നടത്തുന്നത് എന്തിനാ ചോദിച്ചാൽ നീ സന്തോഷിക്കാൻ, വേറെ ഒന്നുമില്ല കൃഷ്ണ, അത് മാത്രമേ ആഗ്രഹമുള്ളൂ എന്ന് പറയായിരിക്കുന്ന കരുതിയത്. പക്ഷേ അതല്ല ഉണ്ടായത്. രാജസൂയം കഴിക്കുന്നത് തനിക്ക് നേട്ടം ഉണ്ടാവണം, അത് ലോകരറിയണം, ഭജിക്കാത്ത കൗരവർക്ക് നഷ്ടം ഉണ്ടാവണം എന്നുള്ള ചിന്ത അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. നമ്മൾ സൽക്കർമ്മം ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. സന്തോഷം ഉണ്ടാവണമെങ്കിൽ, തൃപ്തി ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പിന്നിലെ ഭാവന എന്തായിരിക്കണം? ശുദ്ധാവണം. ആ ഭാവന ശുദ്ധമല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ത് വലിയ സൽക്കർമ്മമായിട്ടും ഒരു കാര്യമില്ല. ഏറ്റവും വലിയ യാഗാണെന്ത്? രാജസൂയം. അത് നടത്തിയിട്ടും പാണ്ഡവർക്ക് എന്തേ ഉണ്ടായി? അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മഹാഭാരത യുദ്ധമാണ് ഉണ്ടായത്. പിന്നെ സമാധാനം എന്തെന്ന് ആരറിഞ്ഞില്ല? ധർമ്മപുത്രർ അറിഞ്ഞില്ല. അതിന് കാരണം ചെയ്ത കർമ്മം കേമായിട്ട് കാര്യമില്ല. ജനങ്ങളൊക്കെ സ്തുതിച്ചിട്ടോ, പുകഴ്ത്തി. അസലായി രാജസൂയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആരെ പുകഴ്ത്തുന്നുണ്ട്? ധർമ്മപുത്രരെ പുകഴ്ത്തുന്നുണ്ട്. പക്ഷെ വലിയ സന്തോഷം ആർക്കില്ല? അവനവന് വേണ്ടേ? ജനങ്ങൾക്ക് സന്തോഷമായിട്ട് കാര്യമുണ്ടോ? തനിക്കൊരു തൃപ്തി വേണ്ടേ? അതുണ്ടായില്ല എന്ന് പറഞ്ഞിച്ചു. അതിന് കാരണം പറയാണ്. ഈ കഥ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഏതായാലും ഭഗവാൻ പറഞ്ഞു, നന്നായി. സമ്യക് വ്യവസിതം രാജൻ ഭവതാ ശത്രുകർശന കല്യാണീയേന തേ കീർത്തിർലോകാൻ അനുഭവിഷ്യതി. അപ്പം രാജസൂയത്തിന് ഒരുങ്ങണ ദിഗ്വിജയം വേണ്ടേ? ദിക്കുകളെ മുഴുവൻ ജയിക്കണ്ടേ? വേണം. രാജസൂയം നടത്തണം വെച്ചാൽ കാശ് വേണ്ടേ? അതും വേണം. വിജിത്യ നൃപതീൻ സർവാൻ കൃത്വ ജഗതീം വശേ സംഭൃത്യ സർവസംഭാരാനാഹരസ്വ മഹാകൃതും. എന്നാൽ നമുക്ക് ദിഗ്വിജയത്തിന് ഒരുങ്ങാം. ഏതായാലും ഏട്ടാ, എൻ്റെ വകത എന്ന് പറഞ്ഞ ഭഗവാൻ ആദ്യത്തെ സംഭാവന ആരുടെ വക? കൃഷ്ണൻ കൊടുത്താൽ പിന്നെ രുക്മിണി കൊടുത്തോളൂ പറഞ്ഞ് ലക്ഷ്മിയെ കൊണ്ട് അങ്ങോട്ട് കൊടുപ്പിച്ചു. പിന്നെ ഒരു പ്രയാസം ഉണ്ടാവില്ലല്ലോ. ജിതോസ്മ്യ ആത്മവതാതേഹം ദുർജയോ യോ അകൃതാത്മഭി. ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവർക്ക്, ജയിക്കാനാവാത്ത എന്നെ എന്നാണ്. ഇന്ദ്രിയത്തെ ജയിക്കാൻ സാധിക്കാത്ത സാധാരണക്കാർക്ക് ജയിക്കാൻ പറ്റാത്ത എന്നെ ജിതേന്ദ്രിയനായ അങ്ങ് ജയിച്ചില്ലേ എന്ന് പറഞ്ഞ ഭഗവാൻ, ഞാൻ അങ്ങയുടെ മുന്നിൽ തോറ്റുട്ടോ, യുദ്ധമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തൻ്റെ ആ ഒരു പങ്ക്, കുറച്ച് ധനം ഉദ്ധവരെ കൊണ്ടുതാ, പണക്കിഴി ഉദ്ധവ എന്ന് പറഞ്ഞ് വിളിച്ച് മന്ത്രി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പം എന്തിനൊരുങ്ങണം? ദിഗ്വിജയേ അയുങ്ത. ഇനി ദിഗ്വിജയത്തിനൊരുങ്ങണം. എല്ലാവരും സഹകരിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ?
ഒരുവിധ ആളുകളൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമ്മതിക്കാത്തത് ആരാ ചോദിച്ചാൽ ജരാസന്ധനാണ്. എന്നാൽ പുറപ്പെടുക. യുദ്ധം വേണോ? യുദ്ധമൊന്നും അവിടെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് സാധിക്കും. അതിന് ആയുധങ്ങളൊന്നും വേണ്ട ഏട്ടാ. ഒരു 3 കിണ്ടി, ഒരു 4 വസ്ത്രം. അതെന്താ അത്? ബ്രാഹ്മണ വേഷം കെട്ടി പോവാനാ? അദ്ദേഹത്തിന് മുന്നിൽ അതൊക്കെ മതി എന്ന് പറഞ്ഞ ആയുധമൊന്നുമില്ല. ബ്രാഹ്മണ വേഷം കെട്ടി 3 പേര്, ഭീമൻ, അർജുനൻ, കൃഷ്ണൻ. നല്ല മുണ്ട കൊടുത്തു, വെള്ളമുണ്ട്, ഉത്തരീയം, ഭസ്മക്കുറി, ചന്ദനക്കുറിയൊക്കെ തൊട്ട് കയ്യിൽ കിണ്ടിയായി ഓം ഒക്കെ ജപിച്ച് അങ്ങനെ 3 പേരെ അങ്ങോട്ട് പുറപ്പെട്ടു ജരാസന്ധൻ്റെ അടുത്തേക്ക്. ജരാസന്ധൻ ആൾ ദുഷ്ടനാണെങ്കിലും എന്തുണ്ട്, നല്ല ബ്രാഹ്മണ ഭക്തി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ബ്രാഹ്മണർ വന്നാൽ അവർക്ക് വരി നിൽക്കണ്ട, ക്യൂ വേണ്ട, അവർക്ക് ടോക്കണൊന്നും വേണ്ട, അങ്ങോട്ട് പോരാം എന്ന് പറയും. ചില ദിക്കിലൊക്കെ പോയാൽ അങ്ങനെ ഉണ്ട്. അതേപോലൊരു സൗകര്യം എവിടെ ഉണ്ട്? ഇവിടെ ജരാസന്ധൻ്റെ അടുത്ത് പോയാൽ മറ്റുള്ളവർക്കൊക്കെ വരി വേണമെങ്കിലും ബ്രാഹ്മണർക്ക് വരി നിൽക്കണ്ട. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പെട്ടെന്ന് എത്തിപ്പെടണമെങ്കിൽ ഈ വേഷം കെട്ടിപ്പോയാൽ സൗകര്യമുണ്ട് എന്ന് പറഞ്ഞ് ബ്രാഹ്മണ വേഷം കെട്ടിക്കൊണ്ട് 3 പേരും ജരാസന്ധൻ്റെ അടുത്തേക്ക് എത്തി. ജരാസന്ധനാണെങ്കിൽ വലിയ ബ്രാഹ്മണ ഭക്തിയാണ്. ആൾ ദുഷ്ടനാണെങ്കിലും ചിലർക്കൊക്കെ ഗുണങ്ങളുണ്ടാവില്ലേ? ദുഷ്ടന്മാർക്കൊന്നും ഉണ്ടാവും, ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും. സജ്ജനങ്ങൾക്കും ചില ദുഷ്ടത്തിലും ഉണ്ടാവും. അങ്ങനെ കണ്ട് രണ്ടും കൂടി ചില കൂടെ നല്ലതാണെന്ന് മാത്രമേ ഉള്ളൂ. ചിലർക്ക് കൂടെ തിന്മയായിരിക്കും. എന്നാലും എപ്പോഴും തിന്മ ചെയ്തുകൊണ്ടൊന്നും ആരുമില്ല. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും നല്ലത് ചെയ്യാണ്ടിരിക്കില്ല. ഇതേപോലെ ഇടയ്ക്ക് അദ്ദേഹത്തിന് നന്മ ഉണ്ട്, ഇങ്ങനെയൊരു സ്വഭാവമുണ്ട്. ഏതായാലും ഭഗവാൻ അവിടെ എത്തി. അർജുനനും ഭീമനും കൃഷ്ണനും വന്നത് കണ്ടു. സംഗതി ബ്രാഹ്മണരാണെന്നുള്ള മട്ടിൽ വിളിച്ചു ഇരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ സംഗതി മനസ്സിലായി ജരാസന്ധന്, ഇത് ബ്രാഹ്മണരല്ല. എങ്ങനെ മനസ്സിലായി? സ്വരൈഹി, സ്വരം കേട്ടപ്പോൾ. എന്താണ്? ശബ്ദം കേട്ടാൽ മനസ്സിലാവും അത്ര. എന്ത്, ഏതാ വർണ്ണം, എന്താ സ്വരൈഹി ആണ്. ചില ഭാഷ കേൾക്കുമ്പോൾ മനസ്സിലാവില്ല, ചില വർത്തമാനം, ചില സ്വരം, ടോൺ ഇല്ലേ, മനസ്സിലാവില്ല. നമുക്കപ്പോൾ ഒരാൾ ഫോൺ വിളിച്ചാൽ മനസ്സിലാവില്ലേ? എന്താ വർണ്ണം മനസ്സിലാവുള്ളതല്ല, സംസ്കാരം മനസ്സിലാവില്ലേ? മറ്റത് പോട്ടെ, വർണ്ണം ജാതി എന്നുള്ളതല്ല. അയാൾ ഏത് ഗുണക്കാരനാണ്, സത്വഗുണക്കാരനാണോ രജോ ഗുണക്കാരനാണോ തമോ ഗുണക്കാരനാണോ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? ആ നിൽപ്പ് കണ്ടാൽ മനസ്സിലാവും, ആ നടത്തം കണ്ടാൽ മനസ്സിലാവും, ശബ്ദം കേട്ടാൽ മനസ്സിലാവും. അത്രയേ ഉള്ളൂ. സ്വരൈഹി ആകൃതിഭിഹി താംസ്തു പ്രകോഷ്ഠൈർജ്യാഹതൈരപി. സ്വരം കണ്ടപ്പം, ശബ്ദം കേട്ട സമയത്ത്, ആ നിൽപ്പ് കണ്ടപ്പം, ഭാവം കണ്ട സമയത്ത് മനസ്സിലായി. കാരണം ഭീമനൊക്കെ കണ്ടാൽ ക്ഷത്രിയനെ മനസ്സിലാവും. കാരണം നല്ല ശക്തിയുണ്ട്, നല്ല മസിലുണ്ട്, 6 പാക്കാണേ. ബ്രാഹ്മണർക്ക് 6 പാക്ക് ഉണ്ടാവും. എല്ലാം കൂടി ഒരു ഫാമിലി പാക്ക് ഉണ്ടാവും എന്നല്ലാതെ 6 പാക്കൊന്നും ബ്രാഹ്മണർക്ക് ഉണ്ടാവില്ല. മാത്രമല്ല കൈയൊക്കെ കണ്ടാൽ നല്ല തഴമ്പുണ്ട്. തൻ്റെ കയ്യിന് എവിടേക്കാണോ തഴമ്പ് അവിടെയൊക്കെ ആർക്കുണ്ട്. ഈ ബ്രാഹ്മണൻ ഒരിക്കലും കയ്യിൽ തഴമ്പ്, പുഷ്പാഞ്ജലിക്കുമ്പോൾ തഴമ്പൊന്നും ഉണ്ടാവില്ല. എന്തോ ഗത പിടിക്കുന്ന ആളാണ് അദ്ദേഹം എന്നാർക്ക് മനസ്സിലായി? ജരാസന്ധന് മനസ്സിലായി. ജരാസന്ധൻ നല്ലോണം ഇങ്ങനെ നോക്കിയത് ആരാ അപ്പോൾ തൻ്റെ പറ്റിക്കാനായിട്ട് വന്ന ആരാ എന്നിങ്ങനെ നോക്കിയപ്പം കൃഷ്ണൻ പറഞ്ഞു, ഇനി വല്ലാണ്ട് കണ്ണുരുട്ടി നോക്കണ്ട, അത് ഭീമനാണ്, അപ്പുറത്തുള്ളത് അർജുനൻ. എന്നെ പിന്നെ തനിക്ക് മനസ്സിലായില്ല, ഞാൻ തൻ്റെ ശത്രു കൃഷ്ണൻ. ഞങ്ങൾക്ക് വേണ്ടത് യുദ്ധമാണ്. യുദ്ധം നോ ദേഹി രാജേന്ദ്ര രാജാനോ നാന്നകാംക്ഷിണ. ഞങ്ങൾ ഊണ് കഴിക്കാൻ വകലിനായിട്ട് വന്നതല്ല, ഞങ്ങൾക്ക് വേണ്ടത് യുദ്ധമാണെന്ന് പറഞ്ഞു. അതങ്ങോട്ട് കേട്ട സമയത്ത് ഉറക്കെ ചിരിച്ചു ഈ ജരാസന്ധൻ. നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യില്ല, എന്നോട് ഞാൻ ചെയ്യില്ല, കാരണം നീ എന്നെ കണ്ട് പേടിച്ചോടിയാളാ. അതൊക്കെ വേറെ കഥ, പേടിച്ചോടിയൊന്നുമല്ല. അപ്പോട്ടെ, ഭഗവാൻ പറഞ്ഞു വേണ്ട. അർജുനുണ്ടല്ലോ, അർജുനോട് ഞാൻ യുദ്ധം ചെയ്യില്ല. അർജുനൻ എൻ്റെ പകുതിയുള്ളൂ, വലിപ്പം നോക്കിയാൽ വളരെ കുറച്ചേ ആരുള്ളൂ അർജുനുള്ളൂ, പ്രായം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും മെലിഞ്ഞ ഒരാളോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യുക? 2 അടി അടിക്കുമ്പോഴേക്കും അർജുനൻ മരിച്ചു. പിന്നെ എല്ലാവരും എന്നെ കുറ്റം പറയും, കുട്ടളെ കൊല്ലുന്നവൻ, ചീത്തപ്പേര് വയ്യ. അതുകൊണ്ട് യുദ്ധം ചെയ്യുന്നുണ്ട് തനിക്ക് ഒത്ത ആളോടെ താൻ യുദ്ധം ചെയ്യുള്ളൂ. എൻ്റെ അത്ര തന്നെ തടിയും വലുപ്പും ഒക്കെ ഉള്ള ഒരാൾ, അതിപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഭീമനാ. അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യാം. ആരോട്? ഭീമനോട്. ഭീമഹ തുല്യബലോ മമ. ഭീമൻ എനിക്ക് തുല്യനാ. ഇതൊക്കെ ജരാസന്ധൻ്റെ കേമത്താ പറഞ്ഞു കേട്ടോ. നമ്മളാണെങ്കിൽ നോക്കിയിട്ട് ഒന്നിനും കൊള്ളാത്ത ഒരാളോട് യുദ്ധം ചെയ്തിട്ട് എന്ത് ചെയ്യും? തോൽപ്പിച്ചിട്ട് ജയിച്ചു എന്നും പറയും. ഇതങ്ങനെയല്ല. അർജുനോട് വേണ്ട, കാരണം അത്രയ്ക്കില്ല, തന്നോട് യുദ്ധം ചെയ്യാൻ മാത്രമുള്ള ശക്തി അർജുനനില്ല എന്ന് തോന്നി. ഭീമൻ അത്യാവശ്യം വലുപ്പം തടിയൊക്കെ ഉള്ളതുകൊണ്ട് എന്നാൽ അങ്ങനെയാവാം, ഭീമനായിട്ട് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞ് ഭീമനെ വിളിക്കുന്നു. ഭീമൻ പുറപ്പെട്ടു. അങ്ങനെ പ്രാതായ മഹതീം ഗതാം. നല്ലൊരു കഥ ആർക്ക് കൊടുത്തു? ഭീമന് കൊടുത്തു. ദ്വിതീയാം സ്വയമാദായ. ചെറുതായിട്ടൊന്ന് ചളിങ്ങിയൊരു കഥ ഉണ്ട്, അതാരെടുത്തു? ജരാസന്ധൻ. നമ്മളാ ചെന്താ ചെയ്യുക? പൊട്ടി ക്ലാസ് വരുന്ന ആൾക്കും കൊടുക്കും, നല്ല ക്ലാസ് നമ്മൾ. ഇതങ്ങനെയല്ല. തൻ്റെ അതിഥിയായിട്ട് വന്ന ആളാണ്. സംഗതി എന്തോ ആവട്ടെ, ശത്രു ആവട്ടെ, അതിഥിയായിട്ട് വന്ന ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് A ക്ലാസ് സാധനം. 2ാം തരം ആയിട്ടുള്ള കഥ താനെടുത്തു. എന്നിട്ട് യുദ്ധം തുടങ്ങുകയാണ്. തതശ്ചടചടാ ശബ്ദോ വജ്രനിഷ്പേഷ സന്നിഭ
ഗതയോ ക്ഷിപ്തയോ രാജൻ ദന്തയോരിവദന്തിനോഹോ. രണ്ട് കൊമ്പന്മാർ ഏറ്റുമുട്ടും പോലെ. തതശ്ചടചടാ ശബ്ദ, ചടചട എന്നുള്ള ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ഗത കൂട്ടിമുട്ടുമ്പോഴുള്ള ശബ്ദം അല്ലല്ല, ഭീമൻ്റെ എല്ല് നുറുങ്ങണ ശബ്ദം. തതശ്ചടചടാ ശബ്ദ. 27 ദിവസം ഈ യുദ്ധം നീണ്ടു നിന്നു. ഇതുവരെയും ഒരടി തിരിച്ചു കൊടുക്കാൻ ആർക്ക് പറ്റിയില്ല. ഒരു മാസാവാറായി, ആർക്ക് പറ്റിയില്ല? ഭീമന് പറ്റിയില്ല. ഭീമന് എത്രയും കാലം ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. 10,000 ആനകളുടെ ശക്തി ഉണ്ട് എനിക്ക്, ഞാൻ ഒറ്റയ്ക്ക് മതി കൗരവരല്ലാണ്ടിയാക്കാൻ. 5 ആളൊന്നും ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് മതി, എൻ്റെ അത്ര ശക്തി നാട്ടിലാർക്കും ഇല്ല എന്നൊക്കെയുള്ളൊരു വിചാരം ഭീമനുണ്ടായിരുന്നു. ഇപ്പോൾ അത് പോയി. തന്നെക്കാളൊക്കെ ശക്തിയുള്ളവരുണ്ട് കേട്ടോ, കാണായിട്ടാ. സംഗതി എവിടേക്കോ പലരുമുണ്ട് എന്നുള്ളത് ഇപ്പോൾ ആർക്ക് മനസ്സിലായി? ഭീമന് മനസ്സിലായി. ഒരു ദിവസം രഹസ്യമായിട്ട് ഭീമൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ എന്താ നാളെ രാവിലെ ഞാൻ പോവുക, ഇപ്പോഴാണെന്ന് വെച്ചാൽ നടന്നു പോവാം, 2 ദിവസം കൂടി കഴിഞ്ഞാൽ ചിലപ്പം എന്നെ എടുത്തു കൊണ്ടുപോണ്ടി വരും എന്ന് പറഞ്ഞു. കൃഷ്ണൻ ചോദിച്ചു, അങ്ങനെ പുറപ്പെട്ട് വരുമ്പോൾ അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്, ഇപ്പോൾ ശരിയാക്കുന്നൊക്കെയാണല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞേ ഉള്ളൂ, ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. ഏട്ടൻ രാജസൂയം കഴിച്ചാലും വേണ്ടില്ല, കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കെന്തായാലും ജീവിച്ചിരിക്കണം എന്ന് മോഹം ഉണ്ടാവില്ലേ, നിങ്ങൾക്കത് കണ്ടിരുന്നാൽ മതി, തല്ലുകൊള്ളുന്നത് ഞാനല്ലേ എന്നൊക്കെ പറഞ്ഞ സമയത്ത് കൃഷ്ണൻ പറഞ്ഞു, ശരിയാക്കാം. എവിടെയാണ് ഏട്ടന് വേദന പറഞ്ഞോളൂ. എവിടെയാണ് വേദന ചോദിച്ചാൽ നഖം മുതൽ മുടി വരെ വേദനയാണ്. ഇതിപ്പോൾ എവിടെയാണ് വേദന ചോദിച്ചാൽ എങ്ങനെയാണ് പറയുക? ഏതായാലും ഭഗവാന്റെ ഒരു തലവടലുണ്ടായി, അതോടുകൂടി വേദനയൊക്കെ പോയി. ഇപ്പം ഞാൻ ജരാസന്ധനെ നേരെയാക്കും എന്നൊക്കെ പറഞ്ഞു. ഇപ്പം വേണ്ട, രാത്രി 12:15 രാത്രി, ഇപ്പം പോയി നേരെയാക്കണ്ട, നാളെ രാവിലെ ആവാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ പുറപ്പെട്ടു. അങ്ങനെ ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ ഭീമന് അടിച്ചു വീഴ്ത്താൻ പറ്റുന്നുണ്ട്, പക്ഷേ കൊല്ലാൻ സാധിക്കുന്നില്ല. വീണാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ആരെണീറ്റ് വരും? ജരാസന്ധൻ എണീറ്റ് വരും. അടിച്ചു വീഴ്ത്തും, വീണ്ടും എണീറ്റ് വരും. എന്ത് ചെയ്തിട്ടും കൊല്ലാൻ സാധിക്കുന്നില്ല. അവസാനം ആ ഭീമൻ ആരെ നോക്കി? ഭഗവാന്റെ മുഖത്തേക്ക് ദയനീയമായിട്ട് നോക്കുകയാണ്. ഭഗവാൻ പുഞ്ചിരിച്ചും കൊണ്ട് തൻ്റെ കയ്യിൽ ചെറിയൊരു വിറകിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു, അതങ്ങോട്ട് ചീന്തി തിരിച്ചങ്ങോട്ടിട്ട് കാണിച്ചു കൊടുത്തു. ഇത് കണ്ട സമയത്ത് ആർക്ക് മനസ്സിലായി? ഭീമൻ മനസ്സിലായി, എന്ത് ഇത് കഴിഞ്ഞ് വടക്ക് ഭാഗത്ത് വിറകുണ്ടത് വെട്ടിക്കീറണം, അതല്ല ഇതേപോലെ ചെയ്താൽ മതി, മനസ്സിലായി. അങ്ങനെ അതങ്ങോട്ട് ചീന്തി തിരിച്ചങ്ങോട്ടിട്ടു. ആരെ? ജരാസന്ധൻ്റെ കാലങ്ങോട്ട് ചവിട്ടി പിടിച്ചൊരൊറ്റ ചീന്തലാണ്. തിരിച്ചങ്ങോട്ടിട്ടപ്പം രക്ഷപ്പെട്ടു. ഇങ്ങനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ജരാസന്ധനെ ജയിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞ അർത്ഥം കൃഷ്ണൻ പറയണത്, ഏട്ടാ ഞാൻ ആ ആദ്യത്തെ അടി ഏട്ടനങ്ങോട്ട് കൊണ്ടില്ലേ, ആ സമയത്ത് ഈ വർഗൻ്റെ കഷ്ണം കൈപിടിച്ച് നിൽക്കുക, ഒന്നും നോക്കിയാൽ ബാക്കി അടി കൊള്ളാണ്ടിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യാൻ? ഒരു മാസം തോന്നിയില്ലല്ലോ നോക്കാൻ. എന്ത് ഞാൻ മതി ഒരു ഗതിയില്ലെങ്കിൽ ഗുരുവായൂരപ്പനെ വിളിച്ചാൽ മതിയല്ലോ, അങ്ങനെ കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ അവസാനം ആർക്ക് മനസ്സിലായി? കുറേ അടി കിട്ടിയപ്പം ഇനി ഒന്ന് ഭഗവാനെ ആശ്രയിക്കാം എന്ന് തോന്നി. അത്രയൊന്നും അടി കിട്ടണം എന്നില്ല. ആദ്യത്തെ അടി കിട്ടുമ്പോഴേ എന്ത് ചെയ്യാം? ഭാഗവതം വായിച്ചൂടെ? ഇത്രയൊക്കെ കിട്ടാൻ കാത്ത് ഒരടി കിട്ടുമ്പോൾ തന്നെ തുടങ്ങിക്കൂടെ വായിക്കാൻ? ഇതിങ്ങനെ കിട്ടി 65-70 വയസ്സ് വരെ കിട്ടിയിട്ടേ പിന്നെ ആലോചിക്കുന്നുള്ളൂ പറഞ്ഞാൽ അത്ര വേണോ? അതാണ് ചോദ്യം. ഭഗവാൻ തയ്യാറാണ് അനുഗ്രഹിക്കാൻ, പക്ഷേ ആ അനുഗ്രഹം ഏറ്റുവാങ്ങണമെങ്കിൽ അതിനൊരു അർഹത വേണ്ടേ? ഭഗവാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എൻഗേജഡായി എന്ത് ചെയ്യും? നമ്മൾ കുട്ടികളുടെ കാര്യം, വേറെ കുട്ടിയുടെ കാര്യം, ഭാര്യയുടെ കാര്യം, ജോലിക്കാര്യം എന്ന് പറഞ്ഞിട്ട് ഫോൺ എപ്പോഴും വെക്കില്ല. ഭഗവാൻ വിളിച്ചുകൊണ്ടിരിക്കുക, നോട്ട് റീച്ചബിൾ. അങ്ങനെ എന്താ ഭക്തൻ എടുക്കാത്തു എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതൊന്ന് ഓഫാക്കി വെച്ചാൽ ആരുടെ വിളി കിട്ടും? ഒന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിരുന്ന് നോക്കുക, അപ്പോഴേക്കും പ്രഭാഷണമൊക്കെ വീട്ടിലേക്ക് വരും. വെറുതെ ഇരുന്നാൽ നമ്മളതില്ല, നമ്മളിങ്ങനെ പരതിക്കൊണ്ടിരിക്കുക മറ്റ് വിഷയങ്ങളുടെ പിന്നാലെ. അതാണ് താല്പര്യം. ഭഗവാൻ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു. ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ ജരാസന്ധനെ ജയിച്ചു ആ ഭീമൻ. അതാണ് കഥ കാണിക്കുന്നത്. ആരായി ജരാസന്ധൻ ചോദിച്ചാൽ മഗധരാജാവാണ്. പണ്ട് മഗധരാജാവ്, അദ്ദേഹത്തിൻ്റെ അച്ഛന് 2 ഭാര്യമാരാണ്. കല്യാണം കഴിച്ചു, മക്കളൊന്നുമില്ല, വലിയ വിഷമം. ഒരിക്കലൊരു സിദ്ധനെ കണ്ട സമയത്ത് അദ്ദേഹം ഈ വിഷമം കേട്ട സമയത്ത് ഒരു പഴം കൊടുത്തു. ആ പഴം ഇദ്ദേഹം കൊണ്ടുവന്നു. 2 ഭാര്യമാരുള്ളത് കൊണ്ട് 2 പേരോട് ഒരുപോലെ സ്നേഹേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരുപോലെ വീതിച്ചു. ഒരു പ്രശ്നം വേണ്ട കരുതിയിട്ടെ. അപ്പോൾ ചീന്തി അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ എന്തേണ്ടായി? പ്രസവിച്ച സമയത്ത് ഒരു കഷ്ണം കുട്ടി. അദ്ദേഹത്തിന് വിഷമായി, കഷ്ടമായിപ്പോയി തോന്നി. എന്തായാലും ആ ശവശരീരമാണല്ലോ, വലിച്ചെറിഞ്ഞു. അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഒരിക്കലും എന്തുണ്ടായിച്ചാൽ ജര എന്ന് പറഞ്ഞ രാക്ഷസി ആ വഴിക്ക് അങ്ങനെ സഞ്ചരിക്കുകയാണ്. അവൾ ഈ മാംസക്കഷ്ണം കണ്ടപ്പോൾ എന്നാൽ കൂട്ടി വെച്ചിട്ട് കഴിക്കുക കരുതിയത് കൂട്ടി അങ്ങോട്ട് വെച്ചപ്പം അതിന് ജീവൻ വന്നു. അപ്പോൾ അവൾ അനുഗ്രഹിക്കും ചെയ്തു, ഇങ്ങനെ തന്നെ പിരിച്ചാലേ ഇയാൾ മരിക്കുള്ളൂ. ഇതിപ്പോൾ ആരാ വെൽഡ് ചെയ്തത്? ജര. അവളെ പേര് ജര എന്നാണ്. അപ്പം ജര സന്ധിപ്പിച്ചത് കൊണ്ട് ജരാസന്ധൻ എന്ന് പേരിട്ടു. തൻ്റെ രാജാവ് മക്കളില്ലാണ്ട് വിഷമിക്കല്ലേ, അദ്ദേഹത്തിൻ്റെ കുട്ടിയാണത്.
ഇതിപ്പോൾ ജീവൻ വന്നല്ലോ, എന്നാൽ അയാൾക്ക് തന്നെ കൊണ്ടു കൊടുക്കാമെന്ന് കരുതി ആ കുട്ടിയെ ഭക്ഷിക്കാതെ ഈ ജര ആർക്ക് കൊടുത്തു? രാജാവിന് കൊണ്ടു കൊടുത്തു. രാജാവിന് വലിയ സന്തോഷമായി. രാജാവിൻ്റെ വീട്ടുമുറ്റത്ത് ഈ ജരയുടെ ചിത്രമുണ്ട്. വലിയൊരു പ്രതിമ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് ദേഹം പോകുമ്പോൾ കുറിയൊക്കെ വരയ്ക്കും. സിന്ദൂരക്കുറിയൊക്കെ വരച്ചു കൊടുക്കും. ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ആർക്കുണ്ട്? ജരയ്ക്കൊരു രാജാവിനോടൊരു ബഹുമാനമുണ്ട്. അങ്ങനെ രാജാവിന് കൊടുത്തു. അങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഇതേപോലെ തന്നെ മുറിച്ചാൽ മാത്രമേ ഇയാൾ മരിക്കുള്ളൂ എന്ന് മാത്രമല്ല, ഇത് പറഞ്ഞു കൊടുത്താൽ ഫലിക്കില്ല. പോരെ, അതാണ് ഭഗവാൻ കാണിച്ചു കൊടുത്തത്. പറഞ്ഞു കൊടുത്താൽ ഫലിക്കില്ല. അങ്ങനെയാണ് ജരാസന്ധൻ എന്ന പേര് വന്നത്. ആൾ വലിയ കേമനാണ്, അയാളുടെ കഥയൊക്കെ കേട്ടല്ലോ. അങ്ങനെ ജരാസന്ധനെ വധിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ സഹദേവനെ അവിടെ രാജാവാക്കി. അയാളെ ബോധിപ്പിച്ചു, നിൻ്റെ അച്ഛനെ കൊല്ലാൻ കാരണം അധർമ്മം ചെയ്തുകൊണ്ടാട്ടോ, അല്ലാണ്ട് ഞങ്ങൾക്ക് സ്വത്ത് വേണമെന്ന് മോഹിച്ചിട്ടല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ രാജാവാക്കിയിട്ടാണ് ഭഗവാൻ തിരിച്ചു വരുന്നത്. ആ ജയിലിലുള്ളവരെയൊക്കെ മോചിപ്പിച്ചു. അവരൊക്കെ ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. വയം പുരാ ശ്രീമത നഷ്ടദൃഷ്ടയോ ജിഗീഷയാസിയ ഇതരേതര സ്പൃധ. കഷ്ടം, ഞങ്ങളുടെയൊക്കെ അവസ്ഥ മഹാകഷ്ടമാണ് ഭഗവാനെ. എന്തായാലും അങ്ങയെ കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യം. ഞങ്ങൾ ജരാസന്ധനെ ഇപ്പം നിന്ദിക്കുന്നില്ല, സ്തുതിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഒരു പക്ഷേ ജരാസന്ധൻ ഞങ്ങളെ ഇവിടെ കൊണ്ടിട്ടിട്ടില്ലെങ്കിൽ എന്താ ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ ഉണ്ടാവുക? ആലോചിച്ച് നോക്കൂ. സാധാരണക്കാരെ പോലെ തന്നെ അങ്ങനെ ജീവിച്ചു, കുറേ കഴിച്ചു, ഊണ് കഴിച്ചു, ഒരു ദിവസം കിടന്നുറങ്ങി, ഊണ് കഴിച്ചു, കുറേ TV കണ്ടു, മൊബൈൽ നോക്കി, സിനിമ കണ്ടു, ഭാഗവതം വായിച്ചില്ലെങ്കിൽ നമ്മുടെ കഥ ഇപ്പം എന്താ പോയിരുന്നു. ഇതേപോലെ തന്നെ അതാ പറയണത്. ഇവർ രാജാവാണ്, കുറേ കാശ് കിട്ടിയ അങ്ങനെ സിംഹാസനത്തിലിരിക്കുന്നു, പരസ്പരം യുദ്ധം ചെയ്യുക, നേരം പോകാൻ വേറെ വഴിയില്ല, എന്നവർ ആക്രമിക്കുക, രാജ്യം വെട്ടിപ്പിടിക്കുക, ഇങ്ങനെ പരസ്പരം കുറ്റം പറഞ്ഞും ദ്വേഷിച്ചും അധികാരത്തിനോട് ഭ്രമം, പണത്തിനോട് മോഹം, ഇങ്ങനെ അങ്ങോട്ട് കഴിയണം. ഞങ്ങളുടെ അഹങ്കാരം മുഴുവൻ ആരും ഇല്ലാണ്ടിയാക്കി? ഈ ജരാസന്ധൻ ഇല്ലാണ്ടിയാക്കി. അയാൾ കൊണ്ടുപോയി ജയിലിലിട്ട സമയത്ത് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി. കുറച്ചൊക്കെ വേദന അനുഭവിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് സംഗതി മനസ്സിലാവേണ്ടത്. ഇപ്പോൾ അത് അവസാനത്തിൽ അങ്ങയെ കാണാൻ സാധിച്ചില്ലേ? ഇതിൽ പരം എന്താ വേണ്ടത്? ഒരു പക്ഷേ അദ്ദേഹം ഞങ്ങളെ ഇങ്ങനെ കൊണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ തോന്നണില്ല, സാധിക്കുന്നുമില്ല. അതുകൊണ്ട് ജരാസന്ധൻ ഞങ്ങൾക്ക് വലിയ ഉപകാരം ചെയ്തത്. ഞങ്ങൾക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഇനി അങ്ങയെ മറക്കാണ്ടിരിക്കണം. തന്ന സമാധിശോഭായം യേന തേ ചരണാബ്ജയോഹോ സ്മൃതിര്യഥാ ന വിരമേദപി സംസരതാമിഹ. ഈ സംസാരത്തിൽ എത്ര കണ്ട് ചുറ്റിത്തിരിയേണ്ടി വന്നാലും അങ്ങയെ മറക്കാണ്ടിരിക്കണേ, അത് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. പ്രണമിക്കുന്നവരുടെ ക്ലേശങ്ങൾ മുഴുവൻ ഇല്ലാണ്ടിയാക്കുന്ന അലയോ കൃഷ്ണ, അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് ആ ഭഗവാനെ നമസ്കരിക്കുന്നു. ഗംഭീരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. കുട്ടിക്കാലത്തെ ഇത് പഠിക്കാറുണ്ട് പലരും. ഭാഗവത്തിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു കഥ, ഈ ഒരു പ്രാർത്ഥന അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ജരാസന്ധനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന അത്രേ. നമ്മളും ജരയോട് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, ശരീരമാണ് ഞാൻ എന്നുള്ള ചിന്തയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ശ്ലോകം ചൊല്ലിയാൽ ജര പിടിക്കാണ്ട്, നരയൊന്നും വരാണ്ട്, ഗോദ്രജൊന്നും വേണ്ട, പിന്നെ ഒന്നും വേണ്ട, അങ്ങനെ ഇരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് ഞാനല്ല മനസ്സിലാവും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് മുടി നരയ്ക്കില്ല എന്നല്ല പറഞ്ഞത്. മുടി നരച്ചാലും പരിഭ്രമമൊന്നും ഉണ്ടാവില്ല. ഇപ്പം പുറത്തിറങ്ങാൻ പേടിയല്ലേ? നമ്മളൊക്കെ അതിപ്പോൾ 2 ദിവസം ആശുപത്രി കിടന്നാൽ നമുക്ക് കുടുങ്ങിയില്ലേ? പിന്നെ ഇത് ചെയ്യാണ്ട് പുറത്തിറങ്ങാൻ വയ്യല്ലോ. അതൊക്കെ പോയി കിട്ടും. ആ വിഷമമൊക്കെ ഇട്ട് മാറും. അതാണ് താല്പര്യം. ജരാസന്ധനെ വധിച്ച് ഭഗവാൻ തിരിച്ചു വരുന്ന സമയത്ത് മുന്നിൽ ഭീമനായിരുന്നു എന്നിവിടെ എടുത്ത് പറയുകയാണ്, പിന്നിൽ കൃഷ്ണൻ വിളിച്ച് പറയുകയാണ്, യുധിഷ്ഠിരേട്ടാ, ഭീമേട്ടൻ്റെ ഒരു യുദ്ധം കാണ്ട തന്നെയായിരുന്നു. എന്താ കഥ? ആ ജരാസന്ധനെ അടിച്ചു വീഴ്ത്തുന്നത് കാണ്ട തന്നെയാന്നൊക്കെ അങ്ങനെ ഭീമനെ പുകഴ്ത്തുന്നു. അത് കേട്ടും കൊണ്ട് ഇറങ്ങി വരികയാണ് ആര്? ധർമ്മരാജസ്തത് കേശവേനാനുകമ്പിതം ആനന്ദാശ്രുകലാം മുഞ്ചൻ പ്രേംണ നോവാച കിഞ്ചന. കൃഷ്ണ, നിൻ്റെ കാരുണ്യം കൊണ്ടൊന്നും കൂടി ഒന്ന് കൂട്ടത്ത് പറയുമോ? അങ്ങനെയാണിത് പൂർണ്ണമാവും. അല്ലാതെ ഭീമൻ വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് എനിക്കറിയില്ലേ. ഭീമൻ എൻ്റെ അനിയനല്ലേ, അയാളുടെ കഴിവൊക്കെ എനിക്ക് നിശ്ചയില്ലേ എന്നുള്ള മട്ടിൽ ഉള്ളിൽ പറഞ്ഞു. പുറമേക്കൊന്നും പറഞ്ഞില്ല. ആനന്ദ കണ്ണീര് ഒഴുക്ക മാത്രമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. പലരും രാജസൂയത്തിനായിട്ട് വന്നിട്ടുണ്ട്. കേജിത് സ്ഫായത് ധനായാഹ കതിജിത് അതിരസപ്രാജ്യ സാജ്യാദി ഭോജ്യസ്വരാജ്യാശാഹ. പല പല ഉദ്ദേശത്തിലാണ് ഈ ഒരു യാഗത്തിൽ പലരും പങ്കെടുക്കുന്നത്. ചിലർ രാജസൂയത്തിന് നല്ല ഭക്ഷണമായിരിക്കും, നല്ല സദ്യ ഉണ്ണാം എന്ന് കരുതി വന്നിട്ടുണ്ട്. ഒരു വർഷക്കാലം നല്ല ശാപ്പാടുണ്ടാവുമല്ലോ. ചിലരൊക്കെ അവിടെ വന്നിട്ട് എന്തൊക്കെയാണ് ചടങ്ങുകളെന്നൊക്കെ അറിയാൻ വന്നവരുണ്ട്. ചിലർ അവിടെ എന്തെങ്കിലും കുറ്റം കുറവുണ്ട് അത് പറയാലോ എന്ന് കരുതി വന്നവരുണ്ട്. കുറച്ച് പേരെ കാണാം, നസ്യം പറഞ്ഞിരിക്കാം എന്ന് വിചാരിച്ച് വന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ പല ഉദ്ദേശത്തിൽ അധികം പേര് അവിടെ വന്നത് കൃഷ്ണൻ്റെ ഒരു നോക്ക് കാണാലോ, ഭഗവാനൊന്ന് കാണാലോ, അതാണ് പ്രധാനം. അങ്ങനെ വന്ന ഭക്തന്മാരും അവിടെ ഉണ്ട്. അവിടെ വെച്ച് ഭഗവാൻ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കണ്ടേ. കമ്മിറ്റി കൂടി
രാജസൂയത്തിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ അത് ഭഗവാൻ തന്നെ ആവട്ടെ. ധർമ്മപുത്രർ പറഞ്ഞു നല്ലൊരു ബിസിനസ് എക്സിക്യൂട്ടീവ് ആണ് ഭഗവാൻ. ആരെ എന്ത് ഏൽപ്പിക്കണം എന്നുള്ളത് കൃഷ്ണ നീ തീരുമാനിച്ചാൽ മതി. ശരി, ഞാൻ അവിടുന്ന് സൂചന ഞാൻ ആംഗ്യം കാണിക്കും, ഏട്ടൻ അങ്ങനെ ചെയ്തോളൂ എന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ അജണ്ട വിഷയം വന്നു, ഭക്ഷണം. രാജസൂയൊക്കെ പിന്നെ ആദ്യം ഭക്ഷണം. അതാരെ ഏൽപ്പിക്കണം? കൃഷ്ണൻ ആംഗ്യം കാണിച്ചു, ഭീമനായിക്കോട്ടെ. ഭീമോ മഹാനസാധ്യക്ഷ. ഭീമനും തട്ടി, ഭീമൻ കൈവന്തിച്ചു, ഞാനാവാം. കാരണം നല്ലോണം കഴിക്കും, നല്ലോണം കൊടുക്കും ചെയ്യും. നല്ലോണം കഴിക്കുന്ന ആൾക്ക് കൊടുക്കാനും ഉത്സാഹം ഉണ്ടാവും. ധനാധ്യക്ഷ സുയോധന. ധനാധ്യക്ഷൻ സുയോധനായിക്കോട്ടെ. ദുര്യോധനെ ഏൽപ്പിച്ചു. ദുര്യോധന് ഇവരുടെ കാശൊക്കെ തീർക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം ധാരാളമായിട്ട് ചിലവാക്കും. ദുര്യോധനൊരു വരം കിട്ടിയത് എന്താ വെച്ചാൽ എടുത്തു കൊടുക്കുന്നത് വർദ്ധിക്കും. ഇങ്ങനൊരു വരം ദുര്യോധന കിട്ടിയിട്ടുണ്ട്, അത് ദുര്യോധന അറിയില്ല, എന്താ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ട് തൻ്റെ കാശൊന്നും ആർക്കും കൊടുക്കാറില്ല. മറ്റുള്ളവൻ്റെ ആണെങ്കിൽ ധാരാളം അവിടെ അങ്ങനെ ഇരട്ടിക്കും. പാണ്ഡവരുടെ കാശല്ലേ പോട്ടെ എന്ന് കരുതിയിട്ട് കൊടുക്കേണ്ട ദിക്കിലൊക്കെ ഇരട്ടിയും കൊടുക്കും. കിട്ടുന്നവർക്ക് വലിയ സന്തോഷം, അവരനുഗ്രഹിക്കും ആരെ? പാണ്ഡവർക്ക് തന്നെയാണ് ധാരാളം പിന്നെയും കിട്ടുന്നത്. ഇങ്ങനെ ആ ദുര്യോധനൻ ധനാധ്യക്ഷനായി. സഹദേവസ്തു പൂജായാം. പൂജയുടെ കാര്യം അത് സഹദേവനെ ഏൽപ്പിക്കാം. നകുലോ ദ്രവ്യസാധനെ. ദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നകുലനെ ഏൽപ്പിച്ചു. ഗുരു ശുശ്രൂഷണേ ജിഷ്ണുഹു. ജനങ്ങളൊക്കെ വരുമ്പോൾ ശുശ്രൂഷിക്കാൻ ആൾ വേണ്ടേ, സ്വീകരിക്കാൻ ആൾ വേണ്ടേ? അത് വേണം. വിളിച്ചിട്ട് കാര്യമില്ല. വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? മാന്യമായിട്ട് പെരുമാറും, അതും വേണം. അത് പ്രധാന. അതുകൊണ്ട് നല്ല പുഞ്ചിരിച്ച മുഖത്തോടു കൂടി സ്വീകരിക്കാൻ അർജുനനെ ഏർപ്പാടാക്കി. അത് അർജുനന് പറ്റും. അർജുനൻ്റെ മുഖം അങ്ങനെയാണ്, എപ്പോഴും ഒരു ചെറിയ പുഞ്ചിരി എപ്പോഴും മുഖത്തുണ്ടാവും. എത്ര വിഷമമുണ്ടെങ്കിലും അർജുനൻ ഒന്ന് ചിരിച്ചും കൊണ്ടായിരിക്കും. ഭീമൻ അങ്ങനെയല്ല. സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ പുറത്തേക്ക് നോക്കിയാൽ നമ്മളെ പോലെ തന്നെ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ. ഉള്ളിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എന്നാലും പുറമെ എന്തോ 10 ചാക്ക് സിമൻറ്റ് തലയിൽ വെച്ച് നടക്കുന്നത് പോലെയാണ് എപ്പോഴും. അപ്പോൾ അത് ആരേൽപ്പിച്ചു? സ്വീകരിക്കാനൊക്കെ അർജുനനെ ഏൽപ്പിച്ചു. അടുത്തത് കൃഷ്ണ പാദാവനേജനേ. കൃഷ്ണൻ ചോദിച്ചു, എൻ്റെ പണി എന്താ? നിൻ്റെ പാദം കഴുകാനാണ് ഇപ്പോൾ ഞങ്ങളിതൊക്കെ ചെയ്യണതെന്നാണ് ഉദ്ദേശിച്ചത്. എങ്കിലും കൃഷ്ണൻ കേട്ടത് തെറ്റിദ്ധരിച്ചു, നടിച്ചു. ഓ, കാലെഴുകല, ഞാനേറ്റു. വരുന്നവരുടെയൊക്കെ കാലെഴുകല. അതും നല്ല പറഞ്ഞത്. പക്ഷേ അങ്ങനെ അങ്ങോട്ട് നടിച്ച് ഭഗവാൻ പുറപ്പെട്ടു പോയി. ആ കമാനത്തിൻ്റെ അടുത്ത് പോയി നിന്ന് അവിടെ വരുന്നവരുടെയൊക്കെ പാദം ഭഗവാൻ കഴുകുകയാണ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ അതിനൊന്നൊരു മടിയില്ല എന്നർത്ഥം. നമുക്കച്ചാൽ പറ്റില്ല. കാലെഴുകണ പണിയായി. എനിക്ക് ആ കസേരയിലിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും എന്നോട്. അങ്ങനെയാണ് നമ്മളെ കഥ. ഇതങ്ങനെയല്ല. കാലെഴുകാൻ അവിടെ വരുന്നവരൊക്കെ ഭഗവാനാണ് പാദം കഴുകുന്നത്. അവരുടെയൊക്കെ എച്ചിലെടുക്കുന്നത് ഭഗവാനാണ്. അതിനൊന്നും ഭഗവാനൊരു മടിയില്ല. അമാനി, മാനം ഒന്നുമില്ല, അഭിമാനമൊന്നും ഇല്ലാത്ത ആളാണ്. മാനദഹ, തൻ്റെ ഭക്തന്മാർക്ക് മാനം കൊടുക്കുന്നവനാണ്. പരിവേഷണേ ദ്രുപദജ. ഇനി വിളമ്പണ കാര്യം അതാരേൽപ്പിക്കാം? അത് ദ്രൗപദി ആയിക്കോട്ടെ, പാഞ്ചാലി. അവൾക്ക് വേണോ ചോദിക്കാണ്ട് തന്നെ ആളുകളെ മനസ്സ് കണ്ട് അങ്ങനെ അടുത്ത് വന്ന് വൃത്തിയിൽ വിളമ്പാനൊക്കെ അവർക്ക് സാധിക്കും. സ്നേഹത്തോടു കൂടി കൊടുക്കും. വേണം എന്നുള്ള കൂട്ടത്തിലാണ്. ധാരാളം കഴിക്കണം എന്നുള്ള വിചാരമൊക്കെ ഉണ്ട്. ആ വിചാരത്തോടു കൂടി വേണം കൊടുക്കുക. സന്തോഷമായിട്ട് കഴിച്ചിട്ട് അയാളുടെ ആ കണ്ണിന്ന് തിളക്കം കാണുമ്പോൾ സന്തോഷമായിട്ട് നല്ല ഭക്ഷണമായിരുന്നു പറയുമ്പോൾ ഒരു സന്തോഷം. ചിലർക്ക് അങ്ങനെയൊന്നും ആഗ്രഹം ഉണ്ടാവില്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് ചേട്ടൻ അങ്ങനെ പറയും ചെയ്യും. നല്ലോണം മുളക് പൊടി ഇട്ടോളൂ, എന്നാൽ കുറച്ചേ കഴിക്കുള്ളൂ സാമ്പാർ. അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മൾ കുറേ കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊന്നും ആവരുതെന്ന് അർത്ഥം. ധാരാളം കഴിക്കട്ടെ, സന്തോഷമായിട്ട് കഴിക്കട്ടെ. അവർക്ക് കഴിച്ചിട്ട് സന്തോഷമാകുമ്പോൾ ഇതിലപ്പുറം എന്താ ഉള്ളത്? അതാണ് മുഖ്യം. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാൻ, സ്നേഹത്തോടെ കൊടുക്കാൻ കഴിവുള്ളവളാണ് ആര്? പാഞ്ചാലി. അമ്മ കൊടുക്കും പോലെ മക്കൾക്ക് അമ്മ കൊടുക്കുമ്പം ധാരാളം കഴിക്കട്ടെ എന്നുള്ള വിചാരം ഉണ്ടാവുക. തനിക്കുള്ളതും കൂടി ആർക്ക് കൊടുക്കും? വിശേഷമായിട്ടുള്ളത് കണ്ടെടുത്ത് വയ്ക്കും, കുട്ടിക്ക് കൊടുക്കാൻ കരുതിയിട്ട്. അതാണ് പ്രത്യേകത. അങ്ങനെ വിളമ്പാനൊക്കെ ആർക്ക് വയ്ക്കും? അത് ദ്രൗപദിക്ക് വയ്ക്കും. കർണോദാനേ മഹാമന. ദാനത്തിൻ്റെ കാര്യത്തിൽ കാരണം തൻ്റെ കവചകുണ്ടലം അത് നഷ്ടപ്പെട്ട താൻ മരിക്കും നിശ്ചണ്ട്. അത് ചോദിക്കാൻ വന്നത് ഇന്ദ്രനാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇന്ദ്രൻ വേഷം മാറി ബ്രാഹ്മണ വേഷത്തിൽ വന്ന് ചോദിക്കുമ്പം കർണൻ ചോദിക്കുക, താനെന്തിനെ വേഷം മാറി? താൻ ഇന്ദ്രനായിട്ട് വന്ന് ചോദിച്ചാൽ തരില്ലേ? ഞാൻ തരില്ല വിചാരിച്ചോ? ഇപ്പോൾ 6 വർഷമായി ഇന്ദ്രനാകെ എന്താ ശല്യാണ്ടിയായി. ഇതാണ് അത്രയേ ഉള്ളൂ. ഇത് തന്നാൽ ഞാൻ എനിക്ക് മരണമാണ് ഉണ്ടാവുക. എനിക്കറിയാം, അറിയാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ മരണം ഇപ്പം എന്തായാലും ഉണ്ടാവില്ലേ? എന്നല്ലെങ്കിൽ നാളെ എന്തായാലും മരിക്കും. താൻ ചോദിച്ചിട്ട് തരാതെ മരിച്ചു എന്നാവില്ലല്ലോ. കർണനോടെ ഒരാൾ ചോദിച്ചപ്പോൾ കർണന് കൊടുക്കാൻ പറ്റില്ല. അവസാനം അതുവരെയൊക്കെ കൊടുത്തെങ്കിൽ അവസാനം പറ്റില്ല കേട്ടോ എന്ന് പറയില്ലല്ലോ. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് താൻ എടുത്തോളൂ എന്ന് പറഞ്ഞ് തൻ്റെ കവചം കുണ്ടലും കൊടുത്ത ആളാണ് ആര്? അല്ലേ കർണൻ. അപ്പം കർണനെ ആ ദാനത്തിൻ്റെ കാര്യം ഏൽപ്പിച്ചു. അങ്ങനെ എല്ലാം ഭംഗിയിൽ അങ്ങനെ നടക്കുകയാണ്. അവിടെ വെച്ച് അഗ്രപൂജ. അഗ്രൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നർത്ഥം. ശ്രേഷ്ഠനായിട്ടുള്ള ആളെ പൂജിക്കണം. ഇപ്പോൾ ഈ കൂട്ടത്തിൽ ശ്രേഷ്ഠനാരാ? പൂജയുടെ കാര്യമൊക്കെ സഹദേവനെ ഏൽപ്പിച്ചത്. അപ്പോൾ സഹദേവനോട് ചോദിച്ചു, സഹദേവ ആരാണ് ഈ കൂട്ടത്തിൽ ശ്രേഷ്ഠൻ? സഹദേവൻ ചോദിച്ചു, ഇതിപ്പോൾ എന്താ ചോദിക്കാനായിട്ടാ? സംശയമൊന്നുമില്ല, ഈ കൂട്ടത്തിൽ ഇപ്പം ശ്രേഷ്ഠനായിട്ടുള്ളത് ആരാ?
അർഹതി ഹി അച്യുത ശ്രൈഷ്ഠ്യം. അച്യുതൻ തന്നെ. അതുകൊണ്ട് പൂജിക്കുകയാണെങ്കിൽ അച്യുതനെ പൂജിക്കണം. അച്യുതനെ പൂജിച്ചാൽ എല്ലാവരെയും പൂജിച്ച ഫലം കിട്ടും. അതാണ് ന്യായം. എല്ലാവരെയും പൂജിക്കുക വേണ്ടത്. ഭഗവാനെ പൂജിച്ചാൽ എല്ലാത്തിലും ഭഗവാനില്ലേ, അപ്പോൾ എല്ലാവരും പൂജിച്ച ഫലം കിട്ടും. എന്നെ പൂജിച്ചാൽ എന്നെ പൂജിച്ച ഫലം മാത്രമേ കിട്ടുള്ളൂ, കാരണം എല്ലാവരും ഞാനില്ല. എന്നാൽ ഭഗവാനെ പൂജിച്ച് നമ്മളൊക്കെ പൂജിച്ച ഫലം കിട്ടും, കാരണം നമ്മളിലൊക്കെ ആരുണ്ട്? ഭഗവാനുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ പൂജിച്ച ഫലം കിട്ടും ഭഗവാനെ പൂജിച്ചാൽ. അതുകൊണ്ട് അച്യുതനെയാണ് പൂജിക്കേണ്ടത്. അച്യുതൻ എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്തവൻ. നമ്മളൊക്കെ ച്യുതൻ, അത്രയേ ഉള്ളൂ. അച്യുതൻ എന്ന് പറയാനായിട്ടില്ല. ച്യുതൻ നമ്പൂതിരി, ച്യുതൻ നായർ എന്നൊക്കെ പറയാനല്ലാതെ അച്യുതൻ ഭഗവാൻ തന്നെയുള്ളൂ. ച്യുതിയില്ല, വീഴില്ല, സംശയമില്ല. അതുകൊണ്ട് വീഴാത്ത ആളെയാണ് ആശ്രയിക്കേണ്ടത്, വീഴാത്ത ആളെയാണ് പിടിക്കേണ്ടത്. അതുകൊണ്ട് ഭഗവാനെ പൂജിക്കണം. തസ്മാത് കൃഷ്ണായ മഹതേ ദീയതാം പരമാർഹണം. അതുകൊണ്ട് ആ ഭഗവാനെ പൂജിക്കണം എന്ന് പറഞ്ഞ സമയത്ത് അവിടെയുള്ളവരൊക്കെ അത് കൈയടിച്ച് പാസ്സാക്കി. സാധുക്കൾ, സജ്ജനങ്ങളൊക്കെ പറഞ്ഞു, സദേവം പറഞ്ഞതാണ് ശരി, സാധു സാധു. പ്രായം കുറവാണെങ്കിലും അയാൾ പറഞ്ഞത് ശരി കേട്ടോ. വൃക്ഷത്തിൻ്റെ വേരിൽ തന്നെ നനയ്ക്കേണ്ടത്. കായ്ക്കും ഇലയ്ക്കൊക്കെ നനച്ചാൽ കായ്ക്കും ഇലയ്ക്കും കിട്ടും, അത്രയേ ഉള്ളൂ. പക്ഷേ വേര് നനച്ചാൽ കായ്ക്കും ഇലയ്ക്കും ഒക്കെ കിട്ടും. അതുകൊണ്ട് എല്ലാവരുടെയും വേരായ അടിസ്ഥാനമായ ആ പരബ്രഹ്മത്തെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്, പൂജിക്കേണ്ടതെന്നൊക്കെ അവിടെയുള്ള ഋഷിമാർ പറഞ്ഞു. പിന്നെ പാണ്ഡവർക്ക് സംശയമില്ല. ഇറങ്ങിയങ്ങോട്ട് ചെന്ന് കൃഷ്ണൻ്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ആ സിംഹാസനത്തിലിരുത്തി. തത്പാദാപവനിജ്യാപഹ ശിരസാ ലോകപാവനീഹി സഭാര്യ സാനുജാമാത്യ സകുടുംബോ വഹന്മുദ. ആ ഭഗവാന്റെ പാദം ആ പാണ്ഡവർ ആദ്യം പാഞ്ചാലി തൻ്റെ കണ്ണീര് കൊണ്ട് ഭഗവാന്റെ പാദം കഴുകി. പാണ്ഡവരുടെ പത്നിയായിരുന്നതിൻ്റെ പേരിൽ ഭഗവാൻ തന്നോട് കാണിക്കുന്ന ആ കാരുണ്യം. പിന്നെ പാണ്ഡവരും ഭഗവാന്റെ പാദം കഴുകി ആ പാദതീർത്ഥം ശിരസിൽ തളിച്ചു. അവിടെ കൂടിയിരിക്കുന്നവരുടെയൊക്കെ ശിരസിലേക്ക് തളിച്ചു. അവരൊക്കെ തല താഴ്ത്തിയതൊക്കെ സ്വീകരിച്ചു. ഒരാൾ മാത്രം തല ഉയർത്തി നിൽക്കുകയായിരുന്നു. അയാളുടെ മുഖത്തായി പോയി തളിച്ചത്. തീരെ ഇഷ്ടമായില്ല. കൃഷ്ണൻ്റെ കാലൊഴുകിയ വെള്ളം എൻ്റെ മുഖത്ത് തളിക്കി. അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റ് നിന്നു. സിംഹാസനത്തിന് മുകളിൽ കയറി നിന്ന് 2 കൈയും ഉയർത്തിപ്പിടിച്ച് കൃഷ്ണനെപ്പറ്റി കുറേ കുറ്റം അങ്ങോട്ട് പറഞ്ഞു. സതസ്പതീൻ അതിക്രമ്യ ഗോപാല കുലപാംസന യഥാ കാകപുരോടാശം സബര്യാം കഥമർഹതി. എന്ത് കേമത്താണ് ഈ കൃഷ്ണനുള്ളത്? ഒരു ഗുണമില്ലാത്തവനല്ലേ ഇവൻ? സത്യമാണ്, നിർഗുണനാ. എന്താണ് അദ്ദേഹം പറയുന്നതൊക്കെ സത്യം തന്നെയാണ്. നമുക്ക് കേൾക്കുമ്പോൾ ചീത്തവിളിയായിട്ട് തോന്നെങ്കിലും അത് ചീത്തവിളിയല്ല, സ്തുതിക്കുകയാണ്. അവസാനം ഭഗവാൻ മോക്ഷ കൊടുക്കുന്നതും. ഇദ്ദേഹത്തെ പൂജിക്കല്ല വേണ്ടത്, പൂജിക്കല്ല പ്രാപിക്കുക വേണ്ടത്. എന്താണ് പൂജിക്കുക പറഞ്ഞാൽ മാറി നിന്നാണ് ഈ പൂജിക്കുന്നത്. കൃഷ്ണൻ വേറെ, ഞാൻ വേറെ, അപ്പോഴേ എനിക്ക് കൃഷ്ണനെ പൂജിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് കൃഷ്ണനും ഞാനും രണ്ടല്ല. കണ്ടോളൂ, ഞാൻ കാണിച്ചു തരാം എന്താ വേണ്ടതെന്ന്. ഞാനിപ്പം ഭഗവാനോട് അങ്ങോട്ട് ചേരും. നിങ്ങൾക്ക് പറ്റുമോ അങ്ങനെ? എന്ന് കാണിക്കാൻ പോവുകയാണ്. നമുക്കത് പറ്റില്ല. നമുക്ക് മാറി നിന്ന് പൂജിക്കാമെന്നല്ലാതെ. ഇത് ഭഗവാനോട് ചേരാൻ പോവുകയാണ് ഈ ശിശുപാലൻ. ഏതായാലും ഭഗവാനെ ചീത്ത വിളിച്ചു. ഒരു 100 വരെ ആര് ക്ഷമിച്ചു? ഭഗവാൻ പുഞ്ചിരിച്ചും കൊണ്ട് ക്ഷമിച്ചു. 101 അങ്ങോട്ട് വിളിച്ചപ്പം കയ്യിലുള്ള ചക്രം അങ്ങോട്ട് കൊടുത്തു. കഴുത്തങ്ങോട്ട് പോയി. ഒരിറ്റു ചോര താഴത്ത് വീഴാതെ, കാരണം ഏട്ടൻ്റെ യാഗം മോശമാവാൻ പാടില്ല എന്ന് കരുതി ഒരു തുള്ളി പോലും താഴത്ത് വീണില്ല. ആ ശിശുപാലൻ ഒരു ചൈതന്യം വന്ന് ഭഗവാനിൽ ലയിച്ചു. അങ്ങനെ ശിശുപാലന് മോക്ഷം കൊടുത്തു ഭഗവാൻ. ശിശുപാലനുമായിട്ട് ഭഗവാന്റെ ബന്ധം പാണ്ഡവരോടുള്ള അതേ ബന്ധമാണ് ആർക്ക്? ശിശുപാലനോടും ഭഗവാനുള്ളത്. ആ ശിശുപാലൻ ഉണ്ടായ സമയത്ത് ലേശം അംഗങ്ങളൊക്കെ അധികം ഉണ്ടായിരുന്നു. ചതുർബാഹുവായി കൊണ്ടാണ്. എന്നാൽ കൃഷ്ണനല്ല, 2 കൈ കൂടുതൽ ഒക്കെ കൊണ്ടാണ് ജനിച്ചത് തന്നെ. അങ്ങനെ ഒരു കോലം കണ്ട സമയത്ത് ആകെ പരിഭ്രമിച്ചു അമ്മ. അപ്പോൾ അവിടുന്ന് അശരീരി ഉണ്ടായി. നീ വിഷമിക്കണ്ട, ഇവൻ്റെ അന്തകൻ ഇവനെ തൊടുമ്പം മനുഷ്യന്മാരെ പോലെ തന്നെ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ വരുന്നവരുടെയൊക്കെ മടി കൊണ്ട് ഇരുത്തുമാരെ ഈ കുട്ടിയെ ഇങ്ങനെ കിടത്തും. ആരെങ്കിലും വന്നാൽ ഒന്ന് എടുത്തു നോക്കൂ, അന്തകനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കും. ഒരിക്കൽ കൃഷ്ണൻ വന്നു, ബന്ധുക്കളാണല്ലോ. അപ്പോൾ കൃഷ്ണൻ ചെറിയ കുട്ടിയാണ്. കൃഷ്ണൻ വന്നപ്പം ഈ കുട്ടിയെ വാവയെ കണ്ട സമയത്ത് എൻ്റെ മടിയിൽ വെക്കുമോ എന്ന് ചോദിച്ച് അങ്ങനെ വാശി പിടിച്ചപ്പം കൃഷ്ണൻ്റെ മടി കൊണ്ടുപോയി ആര് വെച്ചു? ഈ അമ്മ അങ്ങോട്ട് വെച്ചതും നേരെയായി. ശിശുപാലൻ്റെ രൂപം കണ്ട് ശരിയായി. അപ്പം അമ്മയ്ക്ക് മനസ്സിലായി ഇയാളാണിപ്പം അന്തകൻ. തൻ്റെ മകനെ കൊല്ലുന്ന ആളാരാ? ഈ കൃഷ്ണനാണെന്ന് മനസ്സിലാക്കിയ അമ്മ ഏകാന്തത്തിൽ രഹസ്യമായ കൃഷ്ണൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു. എൻ്റെ മകനെ നീ ഒന്നും ചെയ്യരുത്. കൃഷ്ണൻ പറഞ്ഞു അത് പറ്റില്ല, ഒന്നും ചെയ്യരുത് പറഞ്ഞാൽ പറ്റില്ല. എന്തായാലും അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ക്ഷമിക്കാം. എത്ര പ്രാവശ്യം ക്ഷമിക്കണം അമ്മ പറഞ്ഞോളൂ? ഒരു 100 പ്രാവശ്യം ക്ഷമിക്കുമോ? 100 പ്രാവശ്യം എങ്ങനെ? ഇപ്പോൾ ഒരു ദിവസം കൃഷ്ണനെ 50 ചിത്ത വിളിച്ചു. പിന്നെ നാളെ വിളിക്കണത്. അപ്പോൾ 50 കണക്കാക്കില്ല. ഇന്നലത്തെ കഴിഞ്ഞു. ഇന്നെത്രയാ? ഇന്ന് 50 പ്രാവശ്യം. ഒരു കുഴപ്പമില്ല. 99 വിളി വിളിച്ചു. ഒന്ന് നിർത്തി അവിടെ. ബാക്കി നാളെ 100ആയിട്ട് കണക്കാക്കില്ല. നാളെ 1 മുതൽ. അങ്ങനെ ആര് കണക്കാക്കുള്ളൂ? എന്തൊരു കാരുണ്യം! ഇങ്ങനെയൊക്കെ ഭഗവാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. ആയിക്കോട്ടെ, അത്രയേ ഉള്ളൂ അമ്മേ. അടുപ്പിച്ച് 100 വിളിച്ചാൽ അത്രയേ ഉള്ളൂ.
അടുപ്പിച്ചൊരു 100 വിളിച്ചാൽ അത്ര ഞാൻ ക്ഷമിക്കും, 100 പ്രാവശ്യമൊക്കെ ക്ഷമിക്കുക, അതിലപ്പുറം പറ്റില്ല കേട്ടോ എന്ന് ഭഗവാൻ പറയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ചീത്ത വിളിക്കുമ്പോൾ നോക്കാനായിട്ടൊരു കാര്യസ്ഥനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും കൂടെ ആരുണ്ട്? ഒരു പി എ ഉണ്ട് കൂടെ. വിളിക്കുമ്പോൾ അങ്ങനെ പറയാം, കൃഷ്ണൻ ചീത്ത വിളിക്കുമ്പോൾ ആയിട്ടോ 57 മതി, നിന്ന് മതി, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്താറുണ്ട്. ഇന്ന് അദ്ദേഹം കുറേ പറഞ്ഞു നോക്കിയെങ്കിലും ശിശുപാലന് ഭഗവാനോട് ചേരാനുള്ള മോഹം കൊണ്ട് നിർത്തിയില്ല. 90 അദ്ദേഹം പറഞ്ഞു 10 ബാക്കിയുള്ളത് മതി, നിർത്തിക്കൂടെ, ബാക്കി നാളെ പോരെ എന്നൊക്കെ ചോദിച്ചെങ്കിലും 97, 98, 99 ആയി എന്ന് പറഞ്ഞു. അയാളങ്ങോട്ട് മാറ്റി 2 കൂടെ വിളിച്ചു, കഴുത്തങ്ങോട്ട് പോയി. ഇങ്ങനെ ശിശുപാലനും മോക്ഷം കൊടുത്തു ആണ് ആ ഒരു കഥ. പിന്നെ ദന്തഭക്തന് മോക്ഷം കൊടുക്കണതൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അവിടെ വെച്ച് രാജസൂയൊക്കെ ഭംഗിയിൽ കഴിഞ്ഞു. പക്ഷേ ഭംഗിയിൽ കഴിഞ്ഞെങ്കിലും ദുര്യോധനന് വലിയ സങ്കടം ഉണ്ടായത്. കാരണം തന്നെപ്പറ്റി ആരും പറയണില്ല, എല്ലാവരും പാണ്ഡവരെ സ്തുതിക്കുക. പാണ്ഡവരോട് അസൂയ വർദ്ധിച്ചു. ആർക്ക്? ദുര്യോധനന്. രാജസൂയം കഴിഞ്ഞു എന്ന് വിലയിരുത്താനായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായി. അത് ആ മയനുണ്ടാക്കി കൊടുത്ത ഒരു കൊട്ടാരം ഉണ്ടല്ലോ, വലിയ കേമായിട്ടുള്ള സഭയാണ്. പ്രത്യേകതരം ടൈൽസൊക്കെയാണ് അവിടെ. ഇല്ലാത്തടത്ത് ഉണ്ട് തോന്നും, വെള്ളം ഇല്ലാത്തടത്ത് വെള്ളം ഉണ്ട് തോന്നും, അങ്ങനെയൊക്കെയുള്ളൊരു ടൈൽസ്. വാതിലില്ലാത്തടത്ത് വാതിലുണ്ട് തോന്നും, ഉള്ളിടത്ത് ഇല്ല തോന്നും, അങ്ങനെയൊക്കെയുള്ളൊരു സമ്പ്രദായം. അവിടേക്കാണ് വിളിച്ചത്. രാജസൂയം കഴിഞ്ഞിട്ട് വിളിക്കുമ്പം പോയില്ലെങ്കിൽ താൻ അസൂയ കൊണ്ട് പോവാണ്ടിരിക്കുക വിചാരിക്കില്ലേ, അതുകൊണ്ട് പോയേക്കാം, അസൂയ ഉണ്ടാനും. അങ്ങനെ ദുര്യോധനൻ പുറപ്പെട്ടു, കൂടെ തൻ്റെ അനിയന്മാരും. അവരോട് പറഞ്ഞു, ഞാൻ അവിടത്തെ മുണ്ടൊന്നുമില്ല, എന്നോട് അവരൊന്നും ചോദിക്കൊന്നും വേണ്ട, ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തോളുക. ശരി. അവരും പിന്നാലെ പുറപ്പെട്ടു. ദുര്യോധനൻ വന്ന സമയത്ത് വാതിൽ അടച്ച് കിടക്കുന്നുണ്ട്. അടഞ്ഞു കിടക്കല്ല, ആ വാതിലില്ല അവിടെ. പക്ഷേ മയൻ്റെ പ്രത്യേകതയല്ലേ, അയാളൊരു മാജിക്കാരനാണല്ലോ, അപ്പോൾ അയാളുടെ രീതി അങ്ങനെയൊക്കെയാണ്. അപ്പം വാതിൽ തന്നെ അപമാനിക്കാനായിട്ട് അവിടെ അടച്ചതാണോ എന്ന് പറഞ്ഞ് ഓടി വന്ന് ഒരൊറ്റ ചവിട്ടങ്ങോട്ട് കൊടുത്തു. വാതിലില്ലാത്തോടത്ത് ചവിട്ടിയാൽ എന്താ ഉണ്ടാവുക? അകത്തേക്ക് അങ്ങോട്ട് പോയി വഴുതി അങ്ങോട്ട് വീണു. എന്നാൽ അനിയന്മാർ ചെയ്യാണ്ടിരിക്കണ്ടേ? അതില്ല, ഏട്ടൻ ചെയ്തതൊക്കെ ചെയ്യാനാണ് പറഞ്ഞതേ. അവർ ഓടി വരുന്നുണ്ട്, കാല് പൊന്തിക്കുന്നുണ്ട്, വഴുതി വീഴുന്നുണ്ട്, അങ്ങനെ പടപടയെന്ന് പറഞ്ഞ് എല്ലാവരും വീഴുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ നടുക്കന്നൊരു കുളം. ഇതെങ്ങനെയപ്പോൾ അങ്ങോട്ട് പോവുക? നടുക്കന്നെ കുളമായാൽ വെള്ളം കുറച്ചുണ്ടോ സംശയമായി. മുണ്ട് നനയേണ്ട കരുതി കുറച്ച് പൊന്തിച്ചു. കുറച്ചുകൂടി അങ്ങോട്ട് ഇറങ്ങാൻ പുറപ്പെട്ടപ്പോൾ നല്ലോണം വെള്ളമുണ്ടോ സംശയം, കുറച്ച് ആഴം അധികം ഉണ്ടോ സംശയം, കുറച്ചുകൂടി അങ്ങോട്ട് പൊന്തിച്ചു. പിന്നെ ഡ്രൈ ക്ലീൻ ആയതുകൊണ്ട് തീരെ നനഞ്ഞാൽ വയ്യാന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടി അങ്ങോട്ട് പൊന്തിച്ചു. പിന്നെ മുണ്ട് എന്തിനാന്നായി. അവിടെ ഉള്ളവരൊക്കെ ഉറക്കെ അങ്ങനെ ചിരിച്ചു. നല്ലോണം അങ്ങോട്ട് നോക്കി. അവിടെയുള്ള സ്ത്രീകളൊക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ധർമ്മപുത്രർ പറയുന്നുണ്ട്, പാടില്ല, ചിരിക്കരുത്, നമ്മുടെ അതിഥിയായിട്ട് വന്നതാണ്, അപമാനിക്കാൻ പാടില്ല, ധർമ്മിഷ്ഠനാണ്. കൃഷ്ണൻ പറഞ്ഞു, ചിരിച്ചോളൂ, ഒന്നും കുഴപ്പമില്ല. കൃഷ്ണൻ എന്താ വെച്ചാൽ ഭൂമിയുടെ ഭാരം പെട്ടെന്ന് തീർക്കണം, അതാണ് ഭഗവാന്റെ ഉദ്ദേശം. എല്ലാം കൂടി ഇങ്ങോട്ട് മഹാഭാരത യുദ്ധം വേഗം ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാം കഴിഞ്ഞ് വേഗം പോവാലോ എന്നുള്ള ഉദ്ദേശത്തിൽ ഭഗവാൻ പറഞ്ഞു, ചിരിച്ചോളൂ, ഒരു കുഴപ്പമില്ല, ഏട്ടൻ അങ്ങനെയൊക്കെ പറയും, ചിരിക്കേണ്ടവർക്ക് ചിരിക്കാം എന്ന് ഭഗവാനും പറഞ്ഞു. നിവാര്യമാണാപ്യങ്കാരാജ്ഞ കൃഷ്ണാനുമോദിതാഹ ജഹാസ ഭീമഃ തം ദൃഷ്ട്വാ. ഭീമൻ ചിരിച്ചു നല്ലോണം. സ്ത്രീയോ നൃപതയോപരേ നിവാര്യമാണ അപ്യംഗരാജ്ഞ കൃഷ്ണാനുമോദിതാഹ. മറ്റു സ്ത്രീകളും ചിരിച്ചു. ധർമ്മപുത്രൻ ചിരിക്കേണ്ട പറഞ്ഞെങ്കിൽ അവരൊക്കെ ചിരിച്ചു. ഭഗവാൻ എന്ത് കണക്കാക്കി? ആ ചിരിയാണെന്ത്? മഹാഭാരത യുദ്ധത്തിൻ്റെ വിത്ത് ഇങ്ങനെ കുഴിച്ചിട്ടു. ആര്? ഭഗവാൻ. സന്തോഷിച്ചു. നല്ലോണം നോക്കി ദുര്യോധന വെച്ചിട്ടുണ്ട് എല്ലാവർക്കും എന്ന് പറഞ്ഞ് തിരിച്ച് അദ്ദേഹം പോയി. പിന്നെ അതാണ് എന്തായി മാറണത്? അതാണ് തിരിഞ്ഞു പറഞ്ഞ് മഹാഭാരത യുദ്ധമായിട്ട് വരുന്നത്. പാണ്ഡവരോടുള്ള ഈ അസൂയാണ് വർദ്ധിച്ചത്. ഏതായാലും രാജസൂയൊക്കെ ഭംഗിയിൽ കഴിഞ്ഞുവെങ്കിലും അവസാനം ഉണ്ടായതെന്താ? പരീക്ഷത്തെ അവസാനം ഉണ്ടായത് സമാധാനം ഉണ്ടായില്ല. എന്താ കാരണം? കാരണം ചോദിച്ചാൽ ഹൃദയം ശുദ്ധമല്ലായിരുന്നു. അദ്ദേഹം രാജസൂയം കഴിക്കുമ്പോൾ തന്നെ ചിന്ത എന്തായിരുന്നു? തനിക്ക് നേട്ടം ഉണ്ടാവണം എന്നുള്ള ചിന്തയാണ്. നമ്മളത് ചിന്തിക്കണ്ട, നമ്മൾ ചെയ്യുക, അത്രയേ വേണ്ടൂ. എന്താ നമ്മളത് ചെയ്യുക വൃത്തിയിൽ. നേട്ടം പിന്നെ. രാജസൂയൊക്കെ കഴിഞ്ഞു, പക്ഷെ എന്തുണ്ടായില്ല? തൃപ്തി ഉണ്ടായില്ല. എല്ലാവരും പുകഴ്ത്തി, പക്ഷേ തൃപ്തിയായില്ല. എന്ന് പറഞ്ഞാൽ ഉദ്ദേശശുദ്ധി എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ്. എന്ത് കർമ്മം ചെയ്യുമ്പോഴും പിന്നിലുള്ള ഭാവന എന്തായിരിക്കണം? ഇനി കർമ്മം ലേശം മോശമായാൽ പോലും കർമ്മം മോശമായാൽ പോലും സാരമില്ല, അത് പരാജയപ്പെട്ടാൽ പോലും സാരമില്ല. ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ നല്ല ഉദ്ദേശത്തിലാണ് ചെയ്തത്, പക്ഷെ അപകടമായിപ്പോയി, ഒരു കുഴപ്പമില്ല. അത് സജ്ജനങ്ങൾ എന്ത് ചെയ്യും? ക്ഷമിക്കും, അയാളുടെ ഉദ്ദേശം നല്ലതായിരുന്നു കേട്ടോ, അത്രയും മതി. ഭഗവാൻ അങ്ങനെ കണക്കാക്കുള്ളൂ. ഉദ്ദേശം നന്നാവണം, അതാണ് മുഖ്യം. അതാണ് ഇപ്പം രാജസൂയത്തിൻ്റെ കഥ. അതിനുശേഷം സാൽവൻ എന്ന മായാവി വസുദേവരെ ഉപദ്രവിച്ചത്. മായാവിയാണ് അദ്ദേഹം വലിയ ശിവഭക്തനാണ്. ശിവനെ പ്രസാദിപ്പിച്ച് സൗഭം എന്നൊരു വിമാനമൊക്കെ സംഘടിപ്പിച്ചു.
ഭഗവാനെ പറ്റിക്കാനായിട്ട് വസുദേവരെ ഒരു ഡമ്മി ഉണ്ടാക്കി വസുദേവരെ തലവെട്ടി കൃഷ്ണനും അദ്ദേഹത്തെ പറ്റിക്കാൻ വേണ്ടി കരയും ചെയ്തു. അങ്ങനെയൊക്കെയുള്ള കഥയൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ ആ സാലു യുദ്ധം ഉണ്ടായി, സാലുവിനെ വധിച്ചു. പിന്നെ ചെറിയ 2-3 ശ്ലോകം കൊണ്ട് ദന്തവക്ത്രനും മോക്ഷം കൊടുത്തു എന്നാണ്. ദന്തവക്ത്രൻ ശിശുപാലൻ എന്നൊക്കെ പറഞ്ഞാൽ താല്പര്യം ദന്തവക്ത്ര, ദന്തം എന്ന് പറഞ്ഞാൽ പല്ലാണ്. പല്ല് നമുക്ക് വളരെ പ്രധാനമാണ്. നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള 2 കാര്യമാണ് ഇര, ഇണ. എന്താണ് ഇര, ഇണ? അതുപോലെ ഇരയുടെ പ്രതീകമാണ് ആര്? ദന്തവക്ത്രൻ. രുചിക്ക് പ്രാധാന്യം കൊടുക്കുന്നവനാണ്. ഇണയ്ക്ക് അതിൻ്റെ പ്രതീകമാണ് ശിശുപാലൻ. ശിശും പാലയതി. കുട്ടികളിങ്ങനെ ധാരാളം ഉണ്ടാവട്ടെ, അതിനൊക്കെ പരിപാലിക്കുക, അതിനെ നോക്കുക. അതുതന്നെ ഏറ്റവും ഇതാണ് ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ. എന്ത്? ഊണൊഴിക്കുക, പിന്നെ അതിന് ഇര തേടുക, ഇണ ചേരുക. ഇങ്ങനെയുള്ള ലോകത്തുള്ള സ്വഭാവക്കാരെയാണ് ഇപ്പോൾ എന്ത് പറഞ്ഞത്? ഇപ്പം ശിശുപാലനും ദന്തവക്ത്രനുമായിട്ട് പറഞ്ഞത്. ഇതിനെ ജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതാണ് ഭഗവാൻ ഇപ്പോൾ ദ്വാരകാലിയില പ്രധാനമായിട്ട് 2 ജയമാണ്. ഒന്ന് ജരാസന്ധനെ ജയിക്കുന്നു, പിന്നെ ശിശുപാലനെ, പിന്നെ ദന്തവക്ത്രനെ. അങ്ങനെ ദന്തവക്ത്രനെ മോക്ഷം കൊടുത്ത കഥയെന്ന് സൂചിപ്പിച്ചു. അതിനുശേഷം പിന്നീട് മഹാഭാരത യുദ്ധം തുടങ്ങുകയും യുദ്ധം വരുന്ന ഉറപ്പായ സമയത്ത് അവിടുന്ന് ആര് മുങ്ങി? ബലരാമേട്ടൻ. തീർത്ഥാഭിഷേക വ്യാജേന. അതാണ് പ്രശ്നമായത് പരീക്ഷത്തെ. കൃഷ്ണൻ ചെയ്ത പോലെ ചെയ്താൽ പോരായിരുന്നു. എന്ത്? യുദ്ധം വരും, എന്തിനു ഒളിച്ചോടണു? യുദ്ധം വരച്ചാൽ ആയിക്കോട്ടെ, യുദ്ധം വരട്ടെ. ഏത് ഭാഗത്ത് നിൽക്കണം? കൃഷ്ണൻ പറഞ്ഞു ഞാൻ ധർമ്മത്തിൻ്റെ ഭാഗത്താണ്, സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. പാണ്ഡവരുടെ കൂടെ നിന്നു. ബലരാമേട്ടൻ അത് പറ്റിയില്ല. ബലരാമേട്ടൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ആരോടും പക്ഷഭേദമില്ലാത്തതുകൊണ്ട് 2 പേരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് പോയി. തീർത്ഥാടനം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. 2 പേരും ഒരുപോലെയാണെന്നുള്ളത് ഉള്ളു പറഞ്ഞെങ്കിലും പുറമേക്ക് പറഞ്ഞത് തീർത്ഥാടനം ചെയ്യട്ടെ എന്നും പറഞ്ഞ് അദ്ദേഹം മഹാഭാരത യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാം എന്ന് കരുതി പുറപ്പെട്ടു. വ്യാജമായിട്ട് എന്ത് ചെയ്താലും അത് അപകടമായി മാറും. മനസ്സത്ര ശുദ്ധമല്ലായിരുന്നു. അങ്ങനെ തീർത്ഥാടനത്തിന് പോയ സമയത്ത് അവിടെ ഒരു കഥ, അവിടെ സൂതൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഋഷിമാരൊക്കെ ഇരുന്ന് അങ്ങനെ കേൾക്കുന്ന സമയത്ത് അവിടെ എത്തിയ സമയത്ത് ബലരാമേട്ടൻ നോക്കിയപ്പം സൂതൻ തന്നെ കണ്ട് എണീറ്റില്ല. എന്താണ്? സൂതനെ കഥ പറയുന്ന ആളിപ്പോൾ ആരൊക്കെ വരുന്നുണ്ടാവും, നമുക്കിപ്പോൾ ചിരിക്കണ്ടെന്നോ മിണ്ടണ്ടെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല. അപ്പോൾ എണീറ്റാൽ ബാക്കിയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാവില്ലേ എന്ന് കരുതിയിട്ടാണ്. എന്നാലും ചിലരോടൊക്കെ നമ്മൾ എനിക്ക് അതിനിടയ്ക്കൊക്കെ ആക്കും ചെയ്യും. കുറേശ്ശൊക്കെ നോക്കിയിട്ട് ആരെങ്കിലും നോക്കി പോവാന്നൊക്കെ പറയുമ്പോൾ ശരി അങ്ങനെയൊക്കെ ആക്കില്ലേ? അതെന്നെ ആവശ്യമില്ല, അതൊന്നും ആവശ്യമില്ല. കഥ പറയുമ്പോൾ കഥ പറയാൻ മാത്രമേ വേണ്ടൂ. എന്നാലും ഇവിടെ ഈ സൂതൻ എന്ത് കരുതി? കഥ പറയല്ലേ, ആ ഈശ്വരൻ്റെ കഥ തന്നെയാണ് പറയേണ്ടത്. ഭഗവത് കഥ പറയണോണ്ട് എണീക്കേണ്ട കാര്യമുണ്ടോ എന്ന് കരുതി ഇത്രയും പേര് ശ്രദ്ധിച്ച് കേൾക്കല്ലേ, അതിന് രസഭംഗം വരണ്ട എന്ന് കരുതി അദ്ദേഹം എണീറ്റില്ല. പക്ഷേ ബലരാമേട്ടന് അത് ഇഷ്ടമായില്ല. സംഘർഷം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ ഒരു ദേവതയും കൂടിയാണ്. തന്നെ കണ്ട് എണീറ്റില്ലല്ലോ എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ അദ്ദേഹം പുല്ല് ജപിച്ചങ്ങോട്ട് അയച്ചു. ആരുടെ കഥ കഴിഞ്ഞു? സൂതൻ്റെ കഥ കഴിഞ്ഞു. അദ്ദേഹത്തിന് അത് വിഷമമില്ല കേട്ടോ. എന്താണ്? സൂതനിപ്പോൾ എന്താ ഭഗവാന്റെ കൈ കൊണ്ടല്ലേ എന്ന് കരുതി അദ്ദേഹത്തിന് അത്രയേ ഉള്ളൂ. പക്ഷേ അവിടെയുള്ള ആ സജ്ജനങ്ങൾ ഋഷിമാർ പറഞ്ഞു ഇത് കഷ്ടമായി പോയല്ലോ ഭഗവാനെ, അങ്ങിപ്പോൾ ചെയ്തത് വലിയൊരു പാപായില്ലേ, ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക, അതിൻ്റെ ഫലം ഇപ്പം എന്താ? തീർത്ഥാഭിഷേകം വ്യാജേന വന്നതുകൊണ്ടാണ്, മനസ്സ് കലുഷമായതുകൊണ്ട് എങ്ങനെയൊക്കെ പറ്റിപ്പോയത്. എന്താ അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് വേണ്ടത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ആ രാക്ഷസന്മാരുടെ ശല്യമുണ്ട്, ബല്വൽ എന്ന് വരായിട്ടൊരു രാക്ഷസൻ, അവനെ നേരെയാക്കി തന്നാൽ ഞങ്ങൾക്ക് സന്തോഷമാവും. എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് കഥ കേൾക്കാൻ ഇപ്പോൾ ആളില്ലാണ്ടാ പോയില്ലേ, കഥ പറഞ്ഞു തരാൻ ആരാണ്ടാവുക. അങ്ങനെ ആ രോമഹർഷണിൽ നിന്ന് അയാളുടെ സന്തതിയെ ഉണ്ടാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ ശവത്തുനിന്ന് ശരീരത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കി ആര്? ബലരാമേട്ടൻ. അയാളാണ് ഉഗ്രശ്രവസ്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ സൂതൻ. അങ്ങനെ ഉഗ്രശ്രവസനെ അവിടെ ആ ആസനത്തിലിരുത്തി അസ്യ ബ്രഹ്മാസനം ദത്തം അസ്മാഭിർയതു നന്ദന ആയുശ്ചാത്മാക്ലമം താവതിയാവത് സത്രം സമാപ്യതേ. അങ്ങനെ ആ അവരോട് ക്ഷമ പറഞ്ഞ് ഈ ഉഗ്രശ്രവസനെ സൂതനാക്കി കഥ പറയാൻ ഏൽപ്പിച്ച് അവിടുന്ന് ആര് പുറപ്പെട്ടു? രാമേട്ടൻ തിരിച്ച് പുറപ്പെട്ടു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള മട്ടിൽ ഇവിടെ എത്തിയ സമയത്ത് കാണുന്ന കാഴ്ച കൃത്യം യുദ്ധസമയമായപ്പോൾ ആരെത്തി, എന്ത് കാണണ്ടെന്ന് കരുതി പുറപ്പെട്ടു. എല്ലാം കഴിഞ്ഞ് എത്തിയ സമയത്ത് താൻ കാണണ്ടെന്ന് വിചാരിച്ച കാഴ്ചയാണ് കാണുന്നത്. തൻ്റെ ശിഷ്യനും ഭീമനും തമ്മിലുള്ള യുദ്ധം ഇതുണ്ടാവും, ഇത് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് പുറപ്പെട്ടതാ. പക്ഷെ കൃത്യം ആ സമയത്ത് അവിടെ എത്തി. സ ഭീമദുര്യോധനയോ ഗദാഭ്യാം യുദ്ധ്യതോർമൃധേ. അത് കാണേണ്ടിയും വന്നു. പറഞ്ഞു നോക്കി. യുവാം തുല്യബലോ വീരൗ ഹേ രാജൻ ഹേ വൃകോദര ഏകം പ്രാണാധികം മന്യേ ഉതൈകം ശിക്ഷയാധികം. നിങ്ങൾ 2 പേർക്കും തുല്യബലമാണ് എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ആരും കേട്ടില്ല. ഏതായാലും പിന്നീട് അദ്ദേഹത്തിന് ശരിക്കും തീർത്ഥാടനത്തിന് പോണ്ടി വന്നു. ആദ്യം വ്യാജമായിട്ട് പോയി. ആദ്യം വെറുതെ മോഹിച്ചിട്ട് പോയതല്ല, അത് വെറുതെ സ്റ്റാറ്റസ് ഇടാനൊക്കെ വേണ്ടി പോയതാണ്. എന്താണ്? അത്രയേ ഉള്ളൂ. ആദ്യം അങ്ങനെ
ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്നർത്ഥം. ആദ്യം അങ്ങനെ പുറപ്പെട്ടു, പക്ഷെ പിന്നെ ശരിക്കും മൊബൈൽ എടുക്കാണ്ട് പോയി. എന്താണ്, എന്ത് മൊബൈൽ, ആരാ കാണിക്കാൻ, അവിടെ ഇരിക്കുക, അനുഭവിക്കുക എന്നുള്ള മട്ടിൽ ബലരാമേട്ടൻ. അതാണ് വേണ്ടത്. തീർത്ഥാടനത്തിൻ്റെ മഹത്വമാണ് പറയണത്. ആ ഒരു ഉദ്ദേശത്തിൽ വേറെ ആർക്കും വേണ്ടിയില്ല, താൻ തനിക്ക് വേണ്ടി ജീവിക്കുകയാണ്. അതാണ് മുഖ്യം. താൻ സന്തോഷിക്കാനുള്ളതാണ്. ഞാൻ സന്തോഷിക്കുന്നു ജനങ്ങളെ കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ സന്തോഷിച്ചിരിക്കട്ടോ, എല്ലാവരും മനസ്സിലാക്കണേ. അതല്ല, ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ ദുഃഖിച്ചിരിക്കുക നിങ്ങൾ മനസ്സിലാക്കിയാലും സാരമില്ല, ഞാൻ എന്ത് ചെയ്താൽ മതി, ഞാൻ സന്തോഷമായിട്ടിരിക്കുക, അതല്ലേ മുഖ്യം. അതുകൊണ്ട് അദ്ദേഹത്തിന് തീർത്ഥാടനത്തിന് പോണ്ടി വന്നു. ഇങ്ങനെ തീർത്ഥാടനത്തിന് പോയ സമയത്ത് ഭഗവാനൊരു ഏട്ടനെ കിട്ടിയിട്ടോ, ഏട്ടനെ പോലെ സ്നേഹിക്കാൻ ഒരാളെ കിട്ടി. അയാളാണ് സുദാമാവ്. പരീക്ഷത്തിൻ്റെ ചോദ്യമാണ് ഇവിടെ. അല്ല, അങ്ങിപ്പോൾ കുറേ കഥകളൊക്കെ പറഞ്ഞു വരുമ്പം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂനത ഉണ്ടാവും. അവസാനം പറഞ്ഞു വരുമ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ചെറിയ പ്രശ്നം. ധർമ്മപുത്രർ രാജസൂയമൊക്കെ നടത്തി, പക്ഷേ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ അങ്ങ് പറയണില്ലല്ലോ. അങ്ങനെ എല്ലാം തികഞ്ഞ ഒരാളുണ്ട്, ഒരു കുഴപ്പം ഒരു ന്യൂനതയും പറയാനില്ല, ഒരു സംശയവും ഇല്ലാത്തൊരു സുഹൃത്ത് ഭഗവാന്. അങ്ങയുടെ വലിയച്ഛനൊക്കെ നല്ല സംശയമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ സംശയമൊക്കെ ചോദിക്കും. ധർമ്മപുത്രരാണെങ്കിലും അർജുനാണെങ്കിലും മോശമൊന്നുമല്ല. ആ മഹാഭാരത യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് കൃഷ്ണൻ എത്ര ബുദ്ധിമുട്ടിച്ചു, എന്തൊക്കെ സംശയം അദ്ദേഹം ചോദിച്ചു. അതുകൊണ്ട് സംശയമില്ലാത്ത ഭക്തൻ എന്ന് പറഞ്ഞാൽ അർജുനന് സംശയമുണ്ട്, ഉദ്ധവർക്ക് സംശയമേ ഉള്ളൂ. അനുവേകാശത്തിൽ കേൾക്കാം. അദ്ദേഹം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. 2 മാർക്കിൻ്റെ ചോദ്യം, 8 മാർക്കിൻ്റെ ചോദ്യം, 24 മാർക്കിൻ്റെ ചോദ്യം, ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളും അതിൽ കാണാം. അപ്പം അങ്ങനെ സംശയമില്ലാത്ത ആൾ പറഞ്ഞാൽ ഉണ്ട് പരീക്ഷത്തെ. ഒരു ഭക്തനുണ്ട്, ഒരു സംശയമില്ലാത്ത ഒരാളാണ്. ഭഗവാന്റെ കൂട്ടുകാരനാണ്, ഭക്തനാണ്. വിഷ്ണുരാതേന സമ്പൃഷ്ടോ ഭഗവാൻ ബാദരായണി വാസുദേവേ ഭഗവതി നിമഗ്ന ഹൃദയോ ബ്രവീത്. ആ സുദാമാവനെ ഓർത്തതും നിമഗ്ന ഹൃദയോ ബ്രവീത്, ഭഗവാനിൽ അങ്ങോട്ട് മുങ്ങിയെന്നാണ്. അദ്ദേഹം അങ്ങോട്ട് സമാധിയിലായി. ഈ ശ്രീശുകർ സുദാമാവനെ ഓർത്തപ്പം ഏറെക്കുറെ രണ്ടുപേരും ഏറെക്കുറെ ഒരുപോലെയാണ്. രണ്ടുപേരും നിസ്സംഗരാണ്, ഒന്നിനോടും ആസക്തിയില്ല, ഭഗവാനെ തന്നെ മനസ്സിൽ വെച്ച് നടക്കുന്ന ആളാണ്. പക്ഷേ ശ്രീശുകർ ഇവിടെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ചില പുരാണത്തിൽ അങ്ങനെ കഴിച്ചിട്ടുണ്ട് പറയുന്നുണ്ട്. ഭാഗവത്തിലെ ശ്രീശുകൻ ഇല്ല, ഒന്നുമില്ല, സർവ്വസംഘ പരിത്യാഗിയാണ്. ഇവിടെ സുദാമാവ് വിവാഹം കഴിച്ചിട്ടുണ്ട്, എന്നാലും അദ്ദേഹത്തിൻ്റെ തപസ്സിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആ സുദാമാവനെ പറ്റി പറയുന്ന സമയത്ത് സമാധിയിലായി, രോമാഞ്ചം, ആനന്ദ കണ്ണീർ, ഗദ്ഗത കണ്ഠനായും കൊണ്ടാണ് അദ്ദേഹം കഥ പറയണത്. പരീക്ഷത്തെ ഞാൻ പറയാം, ഈ കഥ അങ്ങ് കേട്ടോളൂ. കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണ ബ്രഹ്മവിത്തമാ. പണ്ട് കൃഷ്ണനൊരു കൂട്ടുകാരുണ്ടായിരുന്നു, ബ്രാഹ്മണനാണ്, ബ്രഹ്മവിത്തമാ, ശാസ്ത്രമൊക്കെ പഠിച്ച ആളാണ്. പഠിക്കുക മാത്രമല്ല അനുഭവത്തിൽ വന്ന ആളാണ്. എന്താ തെളിവ്? വിരക്തനാണ്, ഒന്നിനോട് അദ്ദേഹത്തിന് മോഹമില്ല, ഒരു പ്രലോഭനത്തിൽ അദ്ദേഹം വീഴാറില്ല. യാദൃച്ഛികമായിട്ട് കിട്ടുന്നത് കൊണ്ടൊക്കെ കഴിഞ്ഞുകൂടുക പതിവ് എന്ന് കരുതി കൂടുതൽ വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഒട്ടുമില്ല. അദ്ദേഹം ഗൃഹസ്ഥാശ്രമിയാണോ സന്യാസിയാണോ? ഗൃഹാശ്രമി, ഗൃഹസ്ഥനാണ്. ഗൃഹസ്ഥനാണെങ്കിലും കാശില്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ വേണമെന്നില്ല. എന്താ ചെയ്യുക? അപ്പോൾ ദാരിദ്ര്യമൊക്കെ ഉണ്ടാവും. ദാരിദ്ര്യമില്ല ഒന്നും പറയണില്ല, പക്ഷേ അദ്ദേഹത്തെ അലട്ടിയിട്ടില്ല. കാണുന്നവർക്ക് അദ്ദേഹം ദരിദ്രനാണ്, പക്ഷേ അദ്ദേഹത്തിനത് ഒരിക്കലും തോന്നിയില്ല. നമ്മളെ കഥയോ തിരിച്ചാ, കാണുന്നവർക്ക് സമ്പന്നൻ, നമുക്കോ ലേശം തരുമോ? ഉള്ളിൽ ഭിക്ഷാപാത്രം, പുറമെ ചക്രവർത്തി. ഇത് തിരിച്ചാ, പുറമെ ഭിക്ഷാപാത്രം, ഉള്ളിൽ ചക്രവർത്തിയായിട്ടിരിക്കുകയാണ്. യദൃച്ഛയോപപന്നേനാവർത്തമാനോ ഗൃഹാശ്രമി തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുത്ക്ഷാമാച തഥാവിധ. അദ്ദേഹത്തിൻ്റെ പത്നിയാണ്, പേരൊന്നും പറയണില്ല. ഇവിടെ കുചൈലസ്യ എന്ന് പറഞ്ഞത് കൊണ്ടാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പേരെന്തായി മാറി കുചേലൻ എന്ന് പറയാൻ തുടങ്ങിയത്. കുചേലൻ എന്ന് പറഞ്ഞാൽ കുത്സിതമായ ചേല ഉടുക്കുന്നവൻ. ചേല പറഞ്ഞാൽ വസ്ത്രം, നല്ല വൃത്തിയുള്ള വസ്ത്രം നല്ല ദേഹം ഉടുക്കുക. നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം ഉടുക്കാണ്ട് പുറത്തിറങ്ങാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ഉടുക്കും. വൃത്തിയൊന്നുമില്ല, കാരണം വേറെ മാറി ഉടുക്കാൻ വസ്ത്രമില്ല. അതുകൊണ്ട് കുചേലെന്ന് ജനങ്ങൾ വിളിച്ചു, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പത്നി അദ്ദേഹത്തിൻ്റെ അത്രയ്ക്ക് എത്തിയിട്ടില്ല, എന്നാലും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ. പതിവ്രതയാണ് അവൾ. പതിം പ്രാഹാമ്ലായതാവതനേന സാ ദരിദ്രാസീതമാനാസ വേപമാനാഭിഗമ്യച. ഭക്ഷണമൊന്നും കഴിക്കാതെ മെലിഞ്ഞ് ഉണങ്ങിപ്പോയിട്ടുണ്ട്. വേപമാന, എപ്പോഴും വറച്ചും കൊണ്ടാ. നല്ല സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി ഭക്ഷണവും സമയത്തില്ല, ഒന്നുമില്ല. കവിളൊട്ടി, പല്ലുന്തി, ജട പിടിച്ചു, മുടി എല്ലും തോലുമായി. അങ്ങനെ അവൾ വറച്ച് ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറയും. എന്ത് പറഞ്ഞാലാണ് സുദാമാവ് വീഴുക എന്ന് ആർക്കറിയാം? അവൾക്കറിയാം. അവൾ പറയും, അങ്ങയുടെ കൂട്ടുകാരനല്ലേ ആര്? സഖാ സാക്ഷാൽ ശ്രീയപതി. ആ ഗുരുവായൂരപ്പൻ അങ്ങയുടെ സ്വന്തം ആളല്ലേ, ഒപ്പം പഠിച്ച ആളല്ലേ, ഒന്ന് പോയി കണ്ടൂടെ? കൂട്ടുകാരാണെന്ന് എങ്ങനെ ഉണ്ടോ? എപ്പോഴെങ്കിലും ഒന്ന് കാണില്ലേ? ഒന്ന് വിളിക്കില്ലേ? അടുത്തേക്ക് പോവില്ലേ? എത്ര അടുത്ത് ഭഗവാൻ ഇവിടെ ഉണ്ടായിട്ട് അങ്ങെന്താ കാണാൻ പോവാത്തത്? ഇപ്പം ഇവിടെ അടുത്ത് ദ്വാരകയിലുണ്ടെന്നാണ് കേൾക്കണത്. ആസ്തേ അധുനാ ദ്വാരവത്യാം ഭോജവൃഷ്ണ്യന്ധകേശ്വര
ആ ലക്ഷ്മി വല്ലഭനായ ആ ഭഗവാൻ ഇപ്പം ഇവിടെ അടുത്ത് ദ്വാരകയിലുണ്ട് എന്നിരിക്കെ അങ്ങെന്താ ഒന്ന് പോയി കാണാത്തത്? സ്മരതഃ പാദകമലം, അദ്ദേഹത്തിൻ്റെ പാദം സ്മരിക്കുന്നവർക്ക് എല്ലാം കൊടുക്കുന്നവനാ. ആത്മാനമപി യച്ഛതി, എല്ലാം കൊടുക്കുക പറഞ്ഞാൽ തന്നെ അങ്ങോട്ട് എടുത്ത് കൊടുക്കുന്നവനാ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ട് എന്തെങ്കിലും കാശ് ചോദിച്ചാൽ തരാണ്ടിരിക്കുമോ? ഒന്ന് ചോദിച്ചൂടെ, ഒന്ന് പോയിക്കൂടെ എന്നൊക്കെ അവൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കാശിനോടുള്ള മോഹം കൊണ്ടാണ് വിചാരിക്കേണ്ട പരീക്ഷത്തെ. ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ധർമ്മം അനുഷ്ഠിക്കാൻ എന്ത് വേണം? പുരുഷാർത്ഥങ്ങളിൽ ഒന്നാണെന്ത്? അർത്ഥം. കാശില്ലാണ്ട് പറ്റുമോ? ധർമ്മം അനുഷ്ഠിക്കണം വെച്ചാൽ കാശ് വേണ്ടി വരും. സൽക്കർമ്മങ്ങൾ ചെയ്യണം വെച്ചാൽ കാശ് വേണ്ടി വരും. കല്യാണം കഴിച്ചു ഭാര്യയെ നോക്കണം വെച്ചാൽ കാശ് വേണ്ടി വരും. കുട്ടികളെ നോക്കണം വെച്ചാൽ. അപ്പോൾ കാശ് വേണ്ട ഒന്നും പറയണ്ട, മാന്യമായ ധാർമ്മികമായിട്ടുള്ളത് വേണം. ധർമ്മം അനുഷ്ഠിക്കാൻ കാശ് ആവശ്യം തന്നെയാണ്. ഇദ്ദേഹത്തെ പരിചരിക്കണ്ടേ, വെച്ച് വിളമ്പി ഉണ്ടാക്കി കൊടുക്കണ്ടേ, അദ്ദേഹത്തെ ശുശ്രൂഷിക്കണ്ടേ, അതിന് ഭക്ഷണം ഉണ്ടാക്കണ്ടേ. അതിനു വേണ്ടി അവൾ ധനം ആഗ്രഹിച്ചിരുന്നു. അതല്ലാതെ ധൂർത്ത് കാണിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെ മോശമായിട്ട് ചിലവഴിക്കാനോ ഒന്നുമല്ല. അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ തനിക്ക് വേണ്ടതുപോലെ പറ്റുന്നില്ല, ധനമില്ലാത്തതുകൊണ്ട്, വേണ്ടത്ര വിഭവങ്ങളില്ലാത്തതുകൊണ്ട്, തൻ്റെ പരിചരണം പോരാത്തത് കൊണ്ടല്ലേ ഇദ്ദേഹം ഇപ്പം നമസ്കാരം കുറച്ചത്. അതാണ് അവൾ ചിന്തിക്കുന്നത്. പണ്ട് വിവാഹം കഴിച്ച സമയത്ത് 1008 നമസ്കാരം, ഇപ്പോൾ 108 ഉള്ളൂ. വേറെ വയ്യ, ഊണഴിക്കാത്തതുകൊണ്ടാണ്. ഊണഴിക്കണം വെച്ചാൽ താൻ കൊടുക്കാത്തതുകൊണ്ടല്ലേ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ബഹുശഃ, പലതവണ പറഞ്ഞിട്ടുണ്ട് പരീക്ഷത്തെ. അത് എങ്ങനെയാണ് അവൾ പറയുക? പ്രാർത്ഥിതോ മൃദുവായിട്ട് സംസാരിക്കുക. കാരണം തൻ്റെ വർത്തമാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു മുറിവുണ്ടാവരുത് എന്നുള്ള നിർബന്ധം അവൾക്കുള്ളത് കൊണ്ട് അവൾ വളരെ മൃദുവായിട്ട് സംസാരിക്കുള്ളൂ. ഒരിക്കൽ അവൾ അങ്ങനെ പറഞ്ഞ സമയത്ത് ഭഗവാനെ പോയി കണ്ടൂടെ എന്ന് ചോദിച്ച സമയത്ത് പെട്ടെന്ന് സുധാമാവന് തോന്നി, അല്ല ഇവൾ പറഞ്ഞതിലും കാര്യമില്ലേ. അയം മിഹി പരമോലാഭ ഉത്തമ ശ്ലോകദർശനം. ഭഗവാനെ കാണേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, തനിക്കിപ്പം കണ്ണടച്ചാലും ഭഗവാനെ കാണാം. എന്നാലും അങ്ങനെയല്ലല്ലോ. ഈ കണ്ണ് ഭഗവാൻ തന്ന സ്ഥിതിക്ക് ഈ കണ്ണുകൊണ്ട് ഭഗവാനെ കാണണ്ടേ? ഈ കണ്ണുകൊണ്ട് പലതും കണ്ടിട്ടുണ്ടല്ലോ, ഇല്ലേ? ആ കളങ്കം പോകണമെങ്കിൽ ആരെ കാണണം? ഒന്ന് ദീപാരാധന തൊഴണ്ടേ? അതിനാണ് പലതും ഈ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് എന്നുള്ള സ്ഥിതിക്ക് അതിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യണം? ഒന്ന് ഗുരുവായൂരിൽ വരണം, ഒന്ന് തൊഴന്നെ വേണം. അതല്ലെങ്കിൽ കണ്ണുകൊണ്ടൊന്നും കാണില്ലെങ്കിൽ ഭഗവാൻ കാണേണ്ട കാര്യമില്ല. ഇത് പക്ഷേ അങ്ങനെയല്ല. പലതും കണ്ടിട്ട് എടുത്തു വയ്ക്കുന്നുണ്ട്, പല വൃത്തികേടും എന്നുള്ളത് കൊണ്ട് അതിനൊക്കെ ഒരു പ്രായശ്ചിത്തമായിട്ട് അതിനൊക്കെ ഒന്ന് ആ കളങ്കമൊക്കെ ഒന്ന് കഴുകിക്കളയാൻ ഭഗവാൻ ഇന്ന് കാണണം. ഈ രണ്ട് കണ്ണും കിട്ടിയ സ്ഥിതിക്ക് ഈ കണ്ണിൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കാണലായതുകൊണ്ട് മനസ്സ് കണ്ടാൽ പോരാ, ഭഗവാനെ തന്നെ ഒന്ന് നേരെ കാണണം. ചിലപ്പോൾ ഒരു പക്ഷേ ഇവളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് എൻ്റെ ഭഗവാൻ തന്നെയായിരിക്കും, ഒന്ന് പോയി കാണാം എന്ന് അദ്ദേഹം ചിന്തിച്ചു. തൻ്റെ പത്നിയോട് പറഞ്ഞു, അപ്യസ്ത്യുപായനം കിഞ്ചിത് ഗൃഹേ കല്യാണി ദീയതാം. ഭഗവാനെ കാണാൻ പോകുമ്പോൾ നിനക്കറിയാലോ, ഒന്നുമില്ലാണ്ട് കാണാൻ പോകാൻ വയ്യ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അവളടുത്ത വീടുകളിലൊക്കെ പോയി ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടാവുമോ, നാളെ എൻ്റെ ഭർത്താവ് ഭഗവാനെ കാണാൻ പോവുക എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരാരൊന്നും കൊടുത്തില്ല. അവൾ മുറ്റത്തേക്ക് ഇറങ്ങി നെഞ്ചത്തടിച്ച് ഭഗവാനെ നോക്കി, ആകാശത്തേക്ക് നോക്കി കരയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഭഗവാനെ ആരും ഒന്നും തരുന്നില്ലല്ലോ എന്ന് വിഷമിച്ച് കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ഒരു ഭക്തൻ, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ, ആരാപ്പം കൊടുത്തു ചോദിച്ചാൽ നിശ്ചയില്ല, 4 പിടി അവിൽ കയ്യിൽ വെച്ചാൽ പോയി, അയാളെ കാണാനില്ല. കണ്ണു തുറന്നപ്പോൾ 4 പിടി അവിലുണ്ട്. അത് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പാത്രമൊന്നുമില്ല, എന്തിലപ്പോൾ ഇത് കൊടുക്കുക? ഇനി കിഴി കെട്ടാൻ ഒരു ശീല കിട്ടുമോ? അതുമില്ല. താൻ ഉടുത്ത വസ്ത്രം തന്നെ അത് അലക്കി ഉടുത്തുണക്കാറ പതിവ്, മാറി എടുക്കാൻ വേറൊന്നുമില്ല. അതിൻ്റെ അറ്റം കീറി ശുദ്ധാക്കി അതിൽ 4 പിടി അവിൽ വെച്ച്, ഇതൊന്നും നല്ല തരേണ്ടതെന്ന് എനിക്കറിയാം ഭഗവാനെ, പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങേക്കറിയില്ലേ, ഇതുകൊണ്ട് അങ്ങ് സന്തോഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് 4 പിടി അവിൽ, കേവലം അവിൽ മാത്രമല്ല എൻ്റെ മനസ്സാണ് അങ്ങ് സ്വീകരിക്കണേ. എൻ്റെ ഭർത്താവ് ചിലപ്പോൾ അത് തരാൻ മറന്നുപോകും, കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇവിടെ എത്തിയാൽ ചിലപ്പം ഇവിടുന്ന് നാമം ജപിക്കുമ്പം അങ്ങയെ ഓർത്തിട്ട് എന്നെ മറക്കണ ആളാണ്. കല്യാണം കഴിച്ചവർ മറന്നുപോയി, അങ്ങനെയേ പറ്റുമോ? അങ്ങനെയുള്ള ആളാണ് സുധാമാവ്. ഉറപ്പാണ്, അങ്ങയെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം മറക്കും, ഈ അവിലിൻ്റെ കാര്യവും മറക്കും. പക്ഷേ ഇതങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ആ 4 പിടി അവിൽ കിഴികെട്ടി ഭർത്രേ പ്രാതാതുപായനം തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. സതാനാദായ വിപ്രാഗ്രിയപ്രയോ ദ്വാരകാംഗില കൃഷ്ണസന്ദർശനം മഹ്യം കഥം സ്യാത് ഇത് ചിന്തയൻ. അതും വാങ്ങി സുധാമാവ് നടക്കുകയാണ് ദ്വാരകയ്ക്ക്. എങ്ങനെയായിരിക്കും ഞാൻ കൃഷ്ണനെ കാണുക? എന്നെ കാണുമ്പോൾ കൃഷ്ണൻ്റെ ഭാവം എന്തായിരിക്കും? വലിയ ലക്ഷ്മി വല്ലഭനാണ്, താൻ ദരിദ്രനാണെന്ന് കരുതിയിട്ട് തന്നെ കണ്ടാൽ മിണ്ടാണ്ടിരിക്കുമോ? താൻ എൻ്റെ കൂട്ടുകാരനോ? അതെങ്ങനെയാണോ? താനെവിടെ ഞാനെവിടെ എന്ന് ചോദിക്കുമോ? അങ്ങനെയൊക്കെ വരും. പണ്ട് ദ്രുപദൻ അങ്ങനെയായിരുന്നു.
കുട്ടിക്കാലത്ത് അശ്വത്ഥാമാവൻ ഈ ദ്രോണരുടെ കൂടെ പഠിക്കുന്ന കാലത്ത് ദ്രുപദൻ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞാൽ തൻ്റെ ദാരിദ്ര്യമൊക്കെ മാറും ദ്രോണരെ. എന്താ കാരണം? ഞാൻ രാജാവാകും. ഞാൻ രാജാവായാൽ താൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ, തന്നെ ഞാൻ എൻ്റെ സൈന്യാധിപനാക്കും, പിന്നെ തൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് കുട്ടിക്കാലത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. കാലങ്ങൾ കഴിഞ്ഞു, ദ്രുപദൻ വലിയ രാജാവായി. ദ്രോണർക്ക് പിന്നെയും ദാരിദ്ര്യം തന്നെ, കഴിക്കാൻ വകല്ല. കഴിവൊക്കെ ഉണ്ട്, കഴിവുണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്ര കഴിവുള്ളവർ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം കഴിവ് പറഞ്ഞിട്ട് കാര്യമില്ല, ദാരിദ്ര്യവും കഷ്ടപ്പാടും. മകൻ അശ്വത്ഥാമാവ് വലിയ വിഷമായ സമയത്ത് തൻ്റെ ഭാര്യയും കുട്ടിയും കൂട്ടി അദ്ദേഹം ഇറങ്ങണം. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ദ്രുപദൻ്റെ നാട്ടിലൂടെ പോകുമ്പോൾ തോന്നി ആ കൂട്ടുകാരനല്ലേ, ഒന്ന് പോയി കാണാം, അത്രേ ഉദ്ദേശമുള്ളൂ. രണ്ട് സൈന്യാധിപനാവണമെന്നുള്ള ഉദ്ദേശം ആർക്കില്ല, ആ ഉദ്ദേശം ദ്രോണർക്കില്ല. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഉള്ളിലെന്തുണ്ട്, ഉള്ളിൽ സ്നേഹമുണ്ടല്ലോ, ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി ദ്രോണർ ദ്രുപദനെ കാണാനായിട്ട് ആ കൊട്ടാരത്തിലേക്ക് വന്നതാ. ദൂരത്തു നിന്ന് ഈ ദ്രോണർ വരുന്നത് ആര് കണ്ടു? ദ്രുപദൻ കണ്ടു. ദ്രുപദന് ടെൻഷനായി. ഇയാളിപ്പോൾ എന്തിനാണ് വരുന്നത്? ഇതേ കാശ് ചോദിക്കാനാണോ? തൻ്റെ ഭടനെ പറഞ്ഞ് ഏർപ്പാടാക്കി, അതെ ദ്രോണർ വരുന്നുണ്ട്, എനിക്കിപ്പോൾ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ മതി. ഭടൻ പറഞ്ഞു, ദ്രോണർ വന്ന സമയത്ത് രാജാവ് ഇപ്പം തിരക്കിലാണ്, ആരെയും അങ്ങോട്ട് കടത്തി വിടണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ദ്രോണർ പറഞ്ഞു, അതേ ഞാനാ പറഞ്ഞാൽ മതി, ആരെങ്കിലുമൊക്കെ വന്നാൽ അദ്ദേഹം ചിലപ്പോൾ എങ്ങനെയൊക്കെയാവും പറയുക, എൻ്റെ പേര് പറഞ്ഞാൽ മതി, ഞാൻ അയാളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ദ്രോണർ എന്ന് പറഞ്ഞാൽ ചാടി വരുവാർ. ദ്രുപദൻ ചാടി, പാവം അദ്ദേഹം എങ്ങനെ കണക്കാക്കിയത്. അപ്പോൾ ചാടി വരുന്നുണ്ട് ദ്രുപദൻ വന്നിട്ട് പറഞ്ഞു, എടോ താൻ ആ വളവ് വളഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എന്ത് ദ്രോണരാന്ന് എനിക്ക് മനസ്സിലായി, താൻ വന്നത് എന്തിനാണെന്നും മനസ്സിലായി. പണ്ട് ആ കുട്ടിക്കാലത്ത് 2ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടാവും. അത് കേട്ടിട്ട് ഇപ്പോൾ താൻ എൻ്റെ സൈന്യാധിപനാവണമെന്ന് കരുതി വന്നു വെച്ചാൽ അത് നടക്കണ കാര്യമല്ല. ഇപ്പോൾ ഒരു സമയം 1:15 വേണമെങ്കിൽ ഊണ് കഴിച്ചിട്ട് എന്ത് ചെയ്യുക, വടക്ക് ഭാഗത്തേക്ക് പോവുക, 2 പേരും ഊണ് കഴിച്ചിട്ട് തിരിച്ചു പോയിക്കോളുക എന്ന് പറഞ്ഞു. കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ സഖ്യം അല്ലെങ്കിൽ സഖാവ് എന്ന് പറഞ്ഞാൽ സമേനഖ്യായത എന്നാണ്. ഒരുപോലെയാണെങ്കിൽ നമ്മളൊക്കെ കൂട്ടുകാരാവുള്ളൂ. നീയും ഞാൻ എങ്ങനെ ഒരുപോലെയാവുക? അന്ന് കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ ഒരുപോലെയാവും, ഒരു ബെഞ്ചിലിരുന്നുകൊണ്ട്. ഇപ്പോഴോ ഞാൻ രാജാവും ഞാൻ സമ്പന്നനും താൻ ദരിദ്രനും, എങ്ങനെയാണോ നമ്മൾ ഒരുപോലെയാവുക? കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരുപോലെ ആവണ്ടേ. നല്ലോണം അങ്ങോട്ട് നോക്കി, ആരെ ദ്രുപദൻ നല്ലോണം നോക്കി, ഒരുപോലെ ആക്കിയാൽ താൻ എൻ്റെ കൂട്ടുകാരനാവൂല, എന്നാൽ ആക്കാം. തന്നെ ദരിദ്രനാക്കിയാൽ പോരെ, ഞാൻ ആക്കണുണ്ട് എന്ന് പറഞ്ഞാൽ ആര് പുറപ്പെട്ടു? അവിടെ ഊണ് കഴിക്കാതൊന്നുമില്ല, നേരെ അങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങോട്ട് പോയി പിന്നെ നല്ലൊരു ശിഷ്യനെ വേണം, വില്ലാളി വീരനാക്കണം. എന്തിനാണ് വില്ലാളി വീരനാക്കണത്? ദ്രുപദൻ ഒരു പാഠം പഠിപ്പിക്കണം. ഈ ഒരൊറ്റ ലക്ഷ്യമാണ് ആർക്ക്? ദ്രോണർക്ക്. അങ്ങനെയാണ് അർജുനനെ ശിഷ്യനാക്കി വില്ലാളി വീരനാക്കി ദ്രുപദനെ തോൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ദ്രോണരുടെ ചോദ്യമുണ്ട്, ഇപ്പം എങ്ങനെയാണോ, എന്ത് പറയണു നമ്മൾ തമ്മിലിപ്പം? ഇപ്പം നമ്മൾ തുല്യരാ. ഈ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ഇതാണ് കഥ. അതുപോലെ തന്നെ കാണുന്ന സമയത്ത് സുധാമാവെ, താൻ കുചേലൻ, ഞാൻ സമ്പന്നൻ, എൻ്റെ ഭാര്യ ലക്ഷ്മി ലക്ഷ്മി വല്ലഭനായ എൻ്റെ അടുത്തേക്ക് അങ്ങ് കൂട്ടുകാരനാണെന്ന് പറഞ്ഞു വന്നാൽ എന്ന് പറഞ്ഞ് കളിയാക്കുമോ, ചീത്ത പറയുമോ, കാണാൻ സാധിക്കുമോ? ഏയ് ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എൻ്റെ കൃഷ്ണൻ്റെ പേരും ദ്രുപദൻ്റെ പേരും ഒരു നാവുകൊണ്ട് പറയരുത്. എന്തായാലും ചെന്താമര കണ്ണനെന്നെ കാണും നേരം സന്തോഷിക്കും, സൽക്കരിച്ചയക്കുകയും ചെയ്യും. ഭഗവാൻ എന്നെ കാണുമ്പോൾ സന്തോഷമാവും, സൽക്കരിക്കാണ്ടിരിക്കില്ല എന്നൊക്കെ ചിന്തിച്ച് സുധാമാവ് അങ്ങനെ ആ എവിടെത്തി? ആ ദ്വാരകാപുരിയിലെത്തി. ദ്വാരകാപുരി ഇങ്ങോട്ട് കണ്ടു. ആ കണ്ട സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ആനന്ദം, ബ്രഹ്മാനന്ദം ഗതോ യഥാ. എത്ര കണ്ട് ആനന്ദം ഉണ്ടായി എന്നുള്ളത് പറയാൻ പറ്റില്ല പരീക്ഷത്തെ, അതുകൊണ്ടാണ് ബ്രഹ്മാനന്ദം. പിന്നെ അദ്ദേഹം ആലോചിച്ചു, ഇനിയിപ്പം ഇതിലപ്പുറമൊന്നും വേണ്ട, ഇവിടെ ഇങ്ങനെ നമസ്കരിച്ച് തിരിച്ചു പോവുക നല്ലത്. കാരണം ദ്വാരകാപുരി കണ്ടുവല്ലോ, മതി, ഗുരുവായൂരിലെത്തിയാൽ തന്നെ മതി. ഇനിയിപ്പം അങ്ങോട്ടൊന്നും പോയില്ലെങ്കിൽ സാരമില്ല. ഈ പ്രദേശത്തെത്തി തന്നെ ഭഗവാന്റെ ആ ഒരു സാന്നിധ്യമുള്ള സ്ഥലമല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ അകത്തേക്ക് പോകുക പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. എത്ര പേരുണ്ട് അവിടെ, 10,000-കണക്കിന് ആളുകൾ. അവരൊക്കെ വേഷവും സമ്പ്രദായമൊക്കെ കാണുമ്പോൾ താനീ മുഷ്ഞ്ഞം മുണ്ടുകൊടുത്ത് അങ്ങോട്ട് പുറപ്പെട്ടാൽ അവർക്ക് ഇഷ്ടാവുമോ? തൽക്കാലം തൊഴുതു തിരിച്ചു പോവാം എന്ന് കരുതി തൊഴുതു, നമസ്കരിച്ചു. എങ്കിലും ഭഗവാന്റെ സങ്കല്പം കാണാനാണെങ്കിൽ പിന്നെ കാണാണ്ടിരിക്കാൻ പറ്റും. നമ്മളിപ്പോൾ കാണേണ്ട വേഷനും കാര്യമൊന്നുമില്ല. ഞാൻ വഴിക്ക് പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് അകത്ത് കയറ്റി തൊഴിച്ചാൽ ഇപ്പം എന്താ ചെയ്യുക? അപ്പോൾ അങ്ങനെ ആ സുധാമാവൻ 2 പേര് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി സിംഹാസനത്തിലിരുത്തി. എന്താണാവോ ഭഗവാന്റെ സങ്കല്പം, എന്നാൽ പിന്നെ നടക്കട്ടെ എന്ന് കരുതി അദ്ദേഹം അവിടെ ഇരുന്നു. ഭഗവാന്റെ അടുത്ത് വന്ന് ഭടന്മാർ പറഞ്ഞു, അങ്ങയെ കാണാനായിട്ടൊരു ഭക്തൻ വന്നിട്ടുണ്ട്. ഭഗവാനൊരു കുലുക്കൂല്ല. ഭക്തൻ വന്നു പറഞ്ഞാൽ എത്ര ഭക്തന്മാരുണ്ട് എന്താ ചോദിക്കാൻ വന്നതാവും. എന്തെങ്കിലും 10 രൂപയ്ക്ക് പാൽപ്പായസം ഇട്ടാക്കിയിട്ടേ എന്തോ ചോദിക്കാൻ നാളാവും, അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ അങ്ങനെയാണ്
ആ കൂട്ടത്തിലാണ്. എന്തെങ്കിലുമൊക്കെ കുറഞ്ഞ പൈസയ്ക്ക് ഷീട്ടാക്കിയാൽ 10 റുപ്യയുടെ പാൽപ്പായസം ഷീട്ടാക്കിയാൽ 1,00,000 റുപ്യയുടെ ജോലി കിട്ടും. ലാഭം ഏതാ? അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ നോക്കും. എന്നാൽ പാൽപ്പായസം ഷീട്ടാക്കിയിട്ട് നമ്മളത് വാങ്ങാൻ പകറ്റും കൊണ്ട് പോകും കേട്ടോ, വേറെ വിഷയം. അത് ഗുരുവായൂരപ്പൻ അങ്ങോട്ട് കൊടുത്തോ ചോദിച്ചാൽ അങ്ങോട്ട് കൊടുത്തിട്ടുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഭക്തന്മാരാവും എന്ന് കരുതി. ബ്രാഹ്മണനാണ്, ബ്രാഹ്മണർ കുറേ ഉണ്ടല്ലോ, അങ്ങനെ കൂടെ പഠിച്ചാലാണ്. കൂടെ ഇപ്പം എത്ര പേര് പഠിച്ചു? പേര് സുധാമാവ് എന്നാണ്. അതങ്ങോട്ട് കേട്ടപ്പോൾ ഭഗവാൻ തിരിഞ്ഞു. എന്താ പറഞ്ഞത്? പേര് സുധാമാവോ എന്ന് പറയലും ഭഗവാൻ ചാടി എണീറ്റു. തമ്മിലോക്യാച്യുതോ ദൂരാത്, ദൂരത്തായിട്ട് തൻ്റെ ഭക്തനെ കണ്ട സമയത്ത് പ്രിയാ പര്യങ്കമാസ്ഥിത, തൻ്റെ പത്നിയുടെ കൂടെ ഇരിക്കുന്ന ഭഗവാൻ ആ ലക്ഷ്മി ദേവിയെ തട്ടിമാറ്റി, ലക്ഷ്മിയെ തട്ടിമാറ്റി കുചേലനെ സ്വീകരിക്കാൻ പോവുകയാണ്. പ്രിയാ പര്യങ്കമാസ്ഥിത സഹസോത്ഥായ ചാഭ്യത്യ, ചാടി അങ്ങോട്ട് എഴുന്നേറ്റു, ഓടി അങ്ങോട്ട് പോയി. ആ സ്റ്റെപ്പൊക്കെ അങ്ങനെ പടപടയെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി. സിംഹാസനത്തിൽ വയർത്ത് കുളിച്ചിരിക്കുന്ന സുധാമാവിനെ ദോർഭ്യാം പര്യഗ്രഹീൻ മുത, ആ കളഭം തൊട്ട കൃഷ്ണൻ വയർത്ത് കുളിച്ചിരിക്കുന്ന സുധാമാവിനെ കെട്ടിപ്പിടിച്ചു പരീക്ഷത്തെ. പിന്നെന്തേണ്ടായി ചോദിച്ചാൽ പ്രീതോ വിമുഞ്ചത ബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേക്ഷണ, ഭഗവാൻ മുറുക്കി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു. ഭഗവാന്റെ കണ്ണിന്ന് കുടുകൂടെ കണ്ണീരങ്ങനെ ഒഴുകുന്നു. ഭഗവാന് രോമാഞ്ചം. സുധാമാവിൻ്റെ അവസ്ഥ എന്താ? പരീക്ഷിച്ച് ചോദിക്കുകയാണ്. തൃശ്ശൂർ പറഞ്ഞു, ഞാൻ നോക്കിയില്ലേ, ഞാൻ ആ ഭഗവാന്റെ രോമാഞ്ചും ഭഗവാന്റെ കണ്ണീരും കൊണ്ട് അങ്ങനെ നോക്കുകയാണ്. കാരണം ഈ ഒരു കാഴ്ച ഇതിൻ്റെ മുന്നേ ഉണ്ടായിട്ടില്ല. കൃഷ്ണൻ കരഞ്ഞും കൊണ്ട് ഇതിൻ്റെ മുമ്പ് കണ്ടിട്ടില്ല, എപ്പോഴും പുഞ്ചിരിച്ചും കൊണ്ടാണ്. ഇപ്പം കരഞ്ഞതും ദുഃഖം കൊണ്ടൊന്നുമല്ല. ദുഃഖം കൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്യില്ല, ഒരിക്കലും കൃഷ്ണൻ കരയില്ല. കൃഷ്ണൻ പശ്ചാത്തപിച്ചിട്ടില്ല. അതാണ് കൃഷ്ണൻ്റെ കേമത്തം. കൃത്യം താൻ ചെയ്യണതൊക്കെ 100% ശരി എന്നുള്ളത് മാത്രമേ ആര് ചെയ്യുള്ളൂ? ഭഗവാൻ ചെയ്യുള്ളൂ. അതും പിന്നോട്ട് പോക്കില്ല, മുന്നോട്ട് മാത്രമേ പോവുള്ളൂ. അമ്പാടി വിട്ടു വൃന്ദാവനത്തിലെത്തി പിന്നെ ഗോകുലത്തിലേക്ക് പോകില്ല. ഗോകുലം വിട്ടു മധുരയിലെത്തി പിന്നെ ഗോകുലത്തിലേക്കില്ല. മധുര വിട്ടു ദ്വാരകയിലെത്തി പിന്നെ തിരിച്ച് മധുരയ്ക്കില്ല. ദ്വാരക വിട്ടു പിന്നെ അങ്ങോട്ടുമില്ല. അങ്ങനെ അത്രയേ ഉള്ളൂ. അത്രയ്ക്ക് ഉറപ്പ് ഭഗവാനുണ്ട്. ഇവിടെ സുധാമാവിൻ്റെ ആ ഒരു തൻ്റെ ഭക്തനെ കണ്ട സന്തോഷത്തിൽ ഭഗവാൻ കരഞ്ഞു. അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു, കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി. ഉപഹൃത്യാവനിജ്യാസ്യ പാദവും പാദാവനേജനീഹി. കുറച്ച് മുമ്പ് പാണ്ഡവരെങ്ങനെയാണോ ഭഗവാന്റെ പാദം കഴിക്കുന്നത് അതുപോലെ അല്ല, അതിനേക്കാൾ കേമായിട്ടെന്ന് പറയേണ്ടി വരും. ആ സിംഹാസനത്തിലിരുത്തി. പത്നിമാരൊക്കെ ഞാൻ നോക്കണ്ട, ആരാപ്പത്? എനിക്ക് മനസ്സിലായി രുക്മിണി, ഞാൻ പറയാറില്ലേ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, പേര് പറയൂ. സുധാമാവാണോ? ആ സുധാമാവാണ്. കാണണമെന്ന് കരുതി കാത്തിരിക്കുന്ന അവർ കാണാൻ പറ്റി. അദ്ദേഹത്തെ പരിചരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് വിശറിയായിട്ട് വരണു രുക്മിണി. സ്വർണ്ണക്കണ്ടിൽ വെള്ളമായിട്ട് വരണു സത്യഭാമ. ഭഗവാൻ ആ സുധാമാവൻ്റെ പാദം കഴുകി. ആ പാദതീർത്ഥം തൻ്റെ ശിരസിൽ തളിച്ചു. ആ പാദമൊക്കെ തൻ്റെ വേഷ്ടി കൊണ്ടൊപ്പി വൃത്തിയാക്കി തൻ്റെ സിംഹാസനത്തിൽ ആ സുധാമാവനിരുത്തി. സുധാമാവൻ്റെ പാദമെടുത്ത് മടിയിൽ വെച്ചു. എന്നാലും അങ്ങ് എന്നെ കാണാൻ ഇത്ര ദൂരം നടന്നു വന്നില്ലേ എന്ന് പറഞ്ഞ് തൻ്റെ താമര പോലുള്ള ആ കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദം അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. സുധാമാവന് പറയണമെന്നുണ്ട്, ഇങ്ങനെയൊന്നും എന്നെ പൂജിക്കരുതേ, ഇത്ര കേമായിട്ടൊന്നും എന്നെ വരവേൽക്കരുതേ എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് നാവനങ്ങുന്നില്ല, പ്രതിമ പോലെ അങ്ങനെ നിൽക്കുകയാണ്. ശാന്തിക്കാരൻ ഒരു ദിവസം അമ്പലത്തേക്ക് പോയപ്പം അവിടെ വിഗ്രഹമല്ല, ഭഗവാൻ തന്നെ. കുറേ കാലമായിട്ട് ഇങ്ങോട്ടല്ല, എന്നാൽ അങ്ങോട്ടായാലോ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങോട്ട് ശാന്തിക്കാരൻ എത്തിയാൽ അയാളുടെ അവസ്ഥ എന്താ? ഇതുപോലെ സുധാമാവ് ഇത്രയും കാലം ഭഗവാനെ അങ്ങോട്ട് പൂജിക്കലേ ഉണ്ടായുള്ളൂ. ഇത് ഭഗവാൻ അതിനേക്കാൾ കേമായിട്ട് തന്നെ ഇങ്ങോട്ട് പൂജിക്കേ വേണ്ട പറയണമെന്നുണ്ടെങ്കിലും ഭഗവാന്റെ സങ്കല്പം കൊണ്ട് നാവനങ്ങുന്നില്ല. ഈ കാണുന്നത് സത്യമാണോ ഇനി സ്വപ്നമാണോ എന്താണുള്ളത് സുധാമാവനെ അറിയണില്ല. തന്നെ ആ സിംഹാസനത്തിലിരുത്തി കേമായിട്ട് ഭഗവാൻ പൂജിക്കുന്നു, പാദം ഒഴിഞ്ഞു കൊടുക്കുന്നു, കൈപിടിച്ച് തൻ്റെ മടിയിൽ വെച്ച് അദ്ദേഹത്തോട് വർത്തമാനം പറയുന്നു. കൂടെ ഇരിക്കുന്ന മറ്റുള്ള അന്തഃപുരത്തിലുള്ള ആളുകളൊക്കെ ചുറ്റും കൂടി അവരൊക്കെ ചോദിക്കുകയാണ്, എന്ത് പുണ്യം ചെയ്തു ഇദ്ദേഹം? കിമനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുണ. കണ്ടാൽ വലിയ കേമത്തൊന്നുമില്ല. ഇദ്ദേഹം എന്ത് പുണ്യം ചെയ്തു? ഭഗവാനൊരു വലിയ ഏട്ടനെ പോലെ അല്ല, ഏട്ടനെ പോലും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ കെട്ടിപ്പിടിക്കുക, കാലെടുത്ത് മടിയിൽ വയ്ക്കുക, ഒഴിഞ്ഞു കൊടുക്കുക കണ്ടിട്ടില്ല. ആരാപ്പം അദ്ദേഹം? എന്താപ്പം ഇദ്ദേഹവും ഭഗവാനായിട്ടുള്ള ബന്ധം? ഇതിൻ്റെ മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ അവർ പരസ്പരം പറയണത് കേട്ട സമയത്ത് ഭഗവാന് തോന്നി, എന്നാൽ അവരറിയട്ടെ താനും ഈ ഭക്തനും തമ്മിലുള്ള ബന്ധം എന്ന് കരുതി ഭഗവാൻ സുധാമാവൻ്റെ കൈയെടുത്ത് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. കരവു ഗൃഹ്യ പരസ്പരം ശ്രീ ഭഗവാനുവാച. ഭഗവാൻ പറയാണ്, അപ്പി ബ്രഹ്മൻ ഗുരുകുലാത്, അല്ല ബ്രാഹ്മണ, ഗുരുകുലാത് ലബ്ധദക്ഷിണാത് ഭവത
നമ്മളെ ഗുരുകുലത്തിൽ നിന്ന് ദക്ഷിണയും കൊടുത്തങ്ങോട്ട് പോകുന്നതിന് ശേഷം പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലേ. പിന്നെ കുടുംബസംഘമൊന്നും പൂർവ്വ വിദ്യാർത്ഥി സംഘമൊന്നും പണ്ടില്ലല്ലോ. അതാണ് ഇന്ന് പിന്നെ അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണും. പക്ഷെ അന്നൊന്നുമില്ല, അന്ന് ഗ്രൂപ്പില്ല, വാട്സപ്പൊന്നുമില്ല. അല്ല, നമ്മൾ അന്നങ്ങോട്ട് പോകുന്നതിന് ശേഷം ഇപ്പോഴല്ലേ കാണുന്നത്. തൻ്റെ കഥയൊന്നും എനിക്കറിയില്ല. എന്താ ഇപ്പം ഉണ്ടായി? കല്യാണം കഴിച്ചോ? സമാവൃത്തേന ധർമ്മജ്ഞ ഭാര്യോഢാ സദൃശീനവ. എങ്ങനെയാ അങ്ങയുടെ ഭാര്യ? തൻ്റെ കുലത്തിനൊക്കെ ചേർന്നതാണോ? സംസ്കാര സമ്പന്നയാണോ? അതല്ലെങ്കിൽ തിരിച്ചാണോ? തനിക്ക് കുറച്ച് ഈശ്വര വിചാരമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അതിന് ചേരുന്ന ഭക്തിയൊക്കെ ഉള്ള കൂട്ടത്തിലാണോ ഇനി അല്ലേ എന്നൊക്കെ തനി സാധാരണക്കാരൻ ചോദിക്കും പോലെ ഭഗവാൻ നമ്മൾ വിചാരിക്കുക ഭഗവാൻ അങ്ങനെ ചോദിക്കുന്നു, കല്യാണം കഴിഞ്ഞോ നമുക്ക് നമ്മളൊക്കെ ചോദിക്കും. ഭഗവാൻ അങ്ങനെ കല്യാണം കഴിഞ്ഞു, എവിടുന്ന്, ഏതാ ഹാള്, എത്ര രൂപ ചിലവായി, ആൽബുണ്ടോ എന്നൊക്കെ അങ്ങനെയൊന്നും നമ്മൾ ചോദിക്കുന്നത് കുഴപ്പം. എവിടുന്ന് പണ്ടെടുത്തു? ഭീമയാണോ കല്യാൺ ജ്വല്ലേഴ്സ് എവിടുന്ന് എടുത്തത്? ഇങ്ങനെയൊക്കെ ഭഗവാൻ ചോദിക്കും. നമ്മൾ തനി ഒരു ലൗകികനെ പോലെ ഭഗവാൻ ചോദിക്കുകയാണ്. എന്തിനാ ഇപ്പോൾ ഭഗവാൻ അങ്ങനെ ചോദിക്കണത്? എന്താ ഇപ്പോൾ സുധാമാവന് ഇഷ്ടം നിശ്ചയില്ലല്ലോ, അദ്ദേഹത്തിന് ഇപ്പോൾ എന്താ ഇഷ്ടപ്പെട്ട വിഷയം എന്നറിയില്ല. അതുകൊണ്ട് പല വിഷയം പറഞ്ഞു നോക്കുക. അദ്ദേഹത്തിൻ്റെ കണ്ണ് വിടരേണ്ടതും തിരിച്ച് മറുപടി പറയണതും നോക്കിയിട്ട് മനസ്സിലാക്കാം. ആ വിഷയമാണ് ഇഷ്ടം എന്ന് മനസ്സിലാക്കാം എന്ന് കരുതി പലതും പറഞ്ഞെങ്കിലും സുധാമാവൊന്നും മിണ്ടിയില്ല. തല താഴ്ത്തി അങ്ങനെ ഇരുന്നു. കല്യാണം കഴിഞ്ഞു ചോദിച്ചപ്പോൾ അതിനും മറുപടി ഇല്ല. ഭാര്യ എങ്ങനെയാണ് പറഞ്ഞാൽ കേൾക്കുമോ ചോദിച്ചാൽ അതിനും പറഞ്ഞാൽ കേൾക്കില്ല എന്നർത്ഥമൊന്നുമില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ഇതൊന്നും വലിയ വിഷയമല്ല. അതൊക്കെയാണ് ഇപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപത. ഒന്നും മിണ്ടണില്ല. ഭഗവാൻ മനസ്സിലായി ഇദ്ദേഹത്തിന് ഈ ലൗകിക വിഷയങ്ങളൊന്നും ഒട്ടും താല്പര്യമില്ല. എന്നാൽ പിന്നെ ഗുരുനാഥനെ പറ്റി ഒന്ന് പറഞ്ഞു നോക്കിയാലോ, എന്തെങ്കിലും അനക്കുണ്ടാവുമോ നോക്കണ്ടേ. അങ്ങ് ഓർക്കണുണ്ടോ, നമ്മളന്ന് ഗുരുകുലത്തിൽ പഠിക്കുന്ന കാലത്ത് ഗുരുപത്നി നമ്മളോട് കത്തിക്കാൻ വറകില്ല എന്നും പറഞ്ഞ് നമ്മൾ 3 പേരും കൂടി, ഏട്ടനും ഞാനും താനും കൂടിയും ഉച്ചയ്ക്ക് ശേഷം പുറപ്പെട്ടു പോയി. ദൂരത്ത് കാട്ടിൽ പോയിട്ട് വറക് കൊണ്ടുവന്നു. എന്തിനാത്? 64 ദിവസമല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ കൃഷ്ണനും രാമനും. അപ്പം അടുത്തുനിന്ന് വറക് ഒടിച്ചാൽ പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഗുരുപത്നി വേണ്ട ദൂരത്ത് പോയിട്ട് വറക് ഒടിച്ചു കൊണ്ടുവരാൻ. അതുകൊണ്ട് താൻ ഇരിക്കുന്ന സമയം ദൂരത്തുനിന്നാവാം എന്ന് കരുതി നമ്മൾ ദൂരത്ത് പോയി. അവസാനം സന്ധ്യയായി, പെരും മഴ, കൊടയെടുത്തില്ല. അന്നാ ഇടി വെട്ടി മിന്നലടിച്ചു. കുട്ടിക്കാലല്ലേ, ഇടി മിന്നലൊക്കെ വലിയ പേടിയാണ് കൃഷ്ണനെ, വലിയ പേടിയാണ് ഇടി മിന്നലും. ഇടി വെട്ടുന്നത് കൃഷ്ണനെ പേടിച്ചിട്ടാണ്. കൃഷ്ണനെ പേടിച്ചിട്ടാണ് യമധർമ്മൻ ഇവിടെ ഓടി നടക്കുന്നത്. മൃത്യു പോലും കൃഷ്ണനെ പേടിച്ച് ഓടുമ്പം ആ കൃഷ്ണൻ ഇടിമിന്നലും പേടിയെന്ന് പറഞ്ഞാൽ. അപ്പോൾ സുധാമാവൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് താൻ എന്നെ കെട്ടിപ്പിടിച്ച് പേടിക്കേണ്ട കൃഷ്ണ, ഞാനില്ലേ, ആരില്ലേ, ഗുരുവായൂരപ്പനോട് ഞാനില്ലേ. അതാണ് സുധാമാവൻ്റെ ഭക്തി. ഇതാണ്. അതൊന്നും ഇപ്പോഴും മറക്കാൻ പറ്റില്ല സുധാമാവേ. ഞാനതൊക്കെ ഓർക്കാറുണ്ട്. താൻ ഇപ്പോൾ അതൊക്കെ ഓർക്കാറുണ്ടോ? ഈ പ്രാരബ്ധത്തിൻ്റെ ഇടയ്ക്ക് ആരും ഓർക്കുന്നുണ്ട്? ഭഗവാൻ ഇതൊക്കെ ഓർക്കുന്നുണ്ട്. സുധാമാവൻ ചോദിക്കുക, താൻ എന്നെ പറ്റി ഓർക്കാറുണ്ടോ? നമ്മളെന്നിട്ട് ആ വിറക് നനയണ്ട കരുതി അതിൻ്റെ മുകളിൽ കമന്ന് കിടന്നത്, വിറക് നനയണ്ട കരുതി, താൻ നനഞ്ഞാൽ സാരമില്ല, വിറക് നനയണ്ട എന്ന് കരുതി അതിൻ്റെ മുകളിൽ കമന്ന് കിടന്നത്, നമ്മളെ കാണാനായിട്ട് ആ ഗുരുനാഥൻ ഓടി വരുന്നത്. ഗുരുപത്നി പറഞ്ഞു, കുട്ടികൾ ഉച്ചയ്ക്ക് ശേഷം പോയതാ, ഇതുവരെ എത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഗുരുനാഥനുണ്ടായ സങ്കടം. അദ്ദേഹം ചൂട്ട് കത്തിച്ച് ഒരു കുട ചൂടി 3 കുട കൈ പിടിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് ഓടി വരികയാണ്. നമ്മൾ ആ വിറകിൻ്റെ കെട്ടൊക്കെ തലയിൽ വെച്ച് വരുന്നത് കണ്ട സമയത്ത് ആ ഗുരുനാഥൻ്റെ കണ്ണെന്ന് കണ്ണീര് വന്നില്ലേ? അദ്ദേഹം നമ്മളെ നോക്കി പറഞ്ഞില്ലേ, അഹോ ഹേ പുത്രകായൂയം അസ്മദർത്ഥേ അതിദുഃഖിത. അല്ലയോ കുട്ടികളെ, എല്ലാവർക്കും ഏറ്റവും പ്രധാനം അവനവൻ്റെ ദേഹമല്ലേ. അതിനെ ദ്രോഹിച്ചും കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ ഉപകാരം ചെയ്യാറുണ്ടോ? അതൊക്കെ കുറവായിരിക്കും. വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് ശരീരം അനങ്ങാണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിച്ച് ചെയ്യാമെന്നല്ലാതെ തൻ്റെ ശരീരത്തെ വേദനിപ്പിച്ചും കൊണ്ട് തനിക്ക് നഷ്ടം ഉണ്ടായും കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ നിങ്ങളിതാ എനിക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ടില്ലേ, നിങ്ങൾക്ക് എന്താ ഞാൻ തരേണ്ടത്? ഈ ഗുരുനാഥൻ്റെ കയ്യിൽ തരാനൊന്നുമില്ല. ഒന്ന് അനുഗ്രഹിക്കാം. എന്ത്? തുഷ്ടോഹം ഭോജുജശ്രേഷ്ഠാ സത്യാസന്തു മനോരഥാഹ ചന്ദാംസി ഛന്ദാംസ്യാതയാമാനി ഭവന്ത്വിഹ പരത്രച. ഞാനീ പഠിപ്പിച്ച അറിവൊക്കെ എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവട്ടെ. ഇതിലപ്പുറം എന്താ വേണ്ടത്? ഈ ഭാഗവതമൊക്കെ എപ്പോഴും ആവശ്യം വരുമ്പോൾ ഓർമ്മ ഉണ്ടാവട്ടെ. ജീവിതത്തിൽ വലിയ വിഷമം വരുമ്പം ഈ തത്വമൊക്കെ ഇങ്ങോട്ട് പ്രകാശിക്കട്ടെ. അതല്ലാതെ ഇതൊന്നും ഓർമ്മയില്ല. ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഒന്നും ഓർമ്മയില്ല. നമ്മളെപ്പോലെ തന്നെ 10 വരെയൊക്കെ 8ാം ക്ലാസ്സിലെ പാഠം പറയൂ. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ അത്രയേ ഉള്ളൂ. ഒരു സംഗതി നിശ്ചയമില്ല. എന്നാൽ പഠിച്ചിട്ടുണ്ട് പറയരുത്. അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട് പറഞ്ഞാൽ മതി. 7ാം ക്ലാസ്സിൽ ഞാൻ കുറച്ച് ദിവസം ഇരുന്നിരുന്നു. 8ാം ക്ലാസ്സിൽ അല്ലാതെ പഠിച്ചിട്ടുണ്ട് പറഞ്ഞാൽ പഠിക്കണം വേണ്ടേ? ഒന്നും ഓർമ്മയില്ല. ഭാഗവത സപ്താഹമൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു കഥ അതറിയില്ല.
അവൻ പിന്നെ അവിടെ പോയി ഇരുന്നിട്ടുണ്ട് പറഞ്ഞാൽ മതി. കാരണം ഇത് പഠിക്കലൊന്നും ഉണ്ടായില്ല എന്നർത്ഥം. ഇതങ്ങനെയല്ല, ഈ പഠിപ്പിച്ചതൊക്കെ എപ്പോഴും ഓർമ്മ ഉണ്ടാവട്ടെ എന്നാണ്. ഛന്ദാംശയാതയാമാനി ഭവൻ ദ്വിഹ പരത്രച. എപ്പോഴും ഏത് കാലത്തും സമാധാനമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് അദ്ദേഹം അനുഗ്രഹിച്ചില്ലേ. നമ്മുടെ തലേന്ന് ആ വരകൻ്റെ ഘട്ടം കണ്ട് എടുത്തു മാറ്റി പിന്നെ അനുഗ്രഹങ്ങളുടെ കെട്ട് 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 എത്രയാണ് വെച്ചത്. സത്യം പറഞ്ഞ സുധാമാവേ, ഇവിടെ 16,208 കല്യാണം കഴിച്ച് ലക്ഷക്കണക്കിന് കുട്ടികളൊക്കെ ആയിട്ട് ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കാൻ കാരണക്കാരൻ ആരാന്ന് വെച്ചിട്ടുണ്ടോ? ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ. ഗുരുനാഥൻ്റെ കാരുണ്യമാണ്. സത്യം പറഞ്ഞാൽ അതല്ല. ആ ഗുരുനാഥൻ വലിയ കുഴപ്പമില്ലാണ്ട് അവിടെ ഇരിക്കുന്നത് ഇയാളുടെ കാരുണ്യം കൊണ്ടാണ്. പക്ഷെ അതല്ല പറയണത്. അങ്ങനെ പറയാവൂ. ഇതാണ് ഒരു ഗൃഹസ്ഥൻ പറയേണ്ട ഭാഷ. ആണ് ഒരു ഗൃഹസ്ഥൻ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് പറയുകയാണ്. ഞാനിങ്ങനെ കഴിഞ്ഞു പോകുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടെന്നേ പറയാവൂ. നമ്മളത് പറയാറേ ഇല്ല. ഗുരുവായൂരപ്പം തന്നെ കഴിഞ്ഞു പോകുന്നത് ഞാൻ ആ മാസം തൊഴണോണ്ടാ, അങ്ങനെയൊക്കെയാണ് നമ്മളെ ധാരണ. അതല്ല, ഇനി ഉള്ളിലില്ലെങ്കിൽ പോലും പുറമേക്ക് കുറേശ്ശെ കുറേശ്ശെ പറയുക. അങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പം ആദ്യമൊക്കെ കൃത്രിമമായിട്ട് പറഞ്ഞോളൂ. അല്ലാതെ ഇപ്പോൾ ആദ്യ ഭക്തി ഉണ്ടായിട്ട് ആരെങ്കിലും സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം എന്ന് പറയുമോ? ആദ്യമൊക്കെ കൃത്രിമമായിട്ട് ഗോവിന്ദ ഗോവിന്ദ നമുക്ക് അങ്ങനെ വിളിക്കുക. കുറച്ച് കഴിയുമ്പോൾ എന്ത് വരും? കുറച്ച് കഴിയുമ്പോൾ മെല്ലെ മെല്ലെ മനസ്സറിഞ്ഞ് ഹൃദയം ശുദ്ധമായി വരും. എന്നല്ലെങ്കിൽ നാളെ വരും, തീർച്ചയാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് പറയേണ്ടത്. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ. ഒരാൾ പൂർണ്ണനാവണമെങ്കിൽ ഗുരുനാഥൻ്റെ കാരുണ്യമില്ലാണ്ട് സാധിക്കില്ല. സുധാമാവേ, ഞാനിങ്ങനെ കഴിഞ്ഞു പോകുന്നത് അച്ഛനമ്മമാരുടെ അനുഗ്രഹം കൊണ്ടും സജ്ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ഒക്കെയാണ്, സംശയമൊന്നുമില്ല കാര്യത്തിൽ എന്ന് പറഞ്ഞ സമയത്ത് സുധാമാവും എണീറ്റു, തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു. അടിയനും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കഴിയണത് ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ദാരിദ്ര്യം വിഷമിപ്പിക്കേണ്ടതല്ലേ അല്ലേ? ഇത്രയൊക്കെ ദരിദ്രനായിട്ടും വിഷമമില്ലാണ്ടിരിക്കണമെങ്കിൽ നല്ല പഠിപ്പന്നെ അദ്ദേഹത്തിന് ഉണ്ടായത്. കൃഷ്ണൻ്റെ കഥ അങ്ങനെ തന്നെയാണ്. ഇത്രയൊക്കെ സമ്പത്തുണ്ടെങ്കിൽ ദുഃഖിക്കേണ്ടതല്ലേ? എന്താണ് സമ്പത്തുണ്ടെങ്കിൽ ദുഃഖിക്കണം കേട്ടോ. സമ്പത്തുള്ളവരുടെയൊക്കെ കഥ എന്താ? നമ്മൾക്കിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. കുറച്ചുള്ളവരെ കഥയല്ല പറയുന്നത്. നല്ലോണം ഉള്ളവരെ പറ്റി ചിന്തിച്ച് നോക്കൂ. നല്ലോണം ഉള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുക. കുറച്ച് പേരൊക്കെ നമുക്ക് പരിചയമുണ്ട്, പക്ഷെ നല്ലോണം ഉള്ളവരെ അപ്പോൾ അവരുടെയൊക്കെ കഥ അന്വേഷിച്ച് പോകുമ്പം സങ്കടമായിരിക്കും. ഇത് നല്ലോണമുള്ള ആളാണ് ആര്? കൃഷ്ണൻ. ഒട്ടുമില്ലാത്ത ആളാണ് ആര്? രണ്ടുപേർക്കും എന്തുണ്ട്? സമാധാനമുണ്ടെങ്കിൽ. എന്താ കാരണം? രണ്ടുപേർക്കും ഉള്ളിൽ അധ്യാത്മവിദ്യ ആണ്. രണ്ടുപേരുടെ ഉള്ളിൽ ഭാഗവതമുണ്ട്. അതുകൊണ്ടാണ് ആ ഗുരുനാഥൻ്റെ കാരുണ്യം കൊണ്ട് അത് തെളിഞ്ഞ് പ്രകാശിക്കുന്നത് കൊണ്ട് അവസ്ഥ എന്തായാലും എന്തില്ല, അവർക്ക് ദുഃഖമില്ല. കൃഷ്ണന് 16,208 ഭാര്യമാർ, ലക്ഷക്കണക്കിന് കുട്ടികൾ, നല്ല സമ്പത്തുമുണ്ട്, ദുഃഖമില്ല. സുധാമാവനൊന്നുമില്ല, അയാൾക്കും ദുഃഖമില്ല. എന്തുണ്ട് ഇല്ല എന്നുള്ളതല്ല, ദുഃഖമില്ലാണ്ടിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ആ ഒരു പഠിപ്പ് അവർ നേടിയിട്ടുണ്ടെന്ന് അർത്ഥം. ആ പഠിപ്പാണ് നമ്മളും നേടേണ്ടത് എന്നാണ് താല്പര്യം. ഏതായാലും ഭഗവാൻ വേഗം വിഷയം മാറ്റി. അതാണ് അധ്യായം മാറി. സുധാമാവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അല്ല, കിമുപായനമാനീതം ബ്രഹ്മൻ മേ ഭവതാ ഗൃഹാത്. എന്താ ബ്രഹ്മൻ? ഭഗവാൻ അങ്ങനെ വിളിക്കുള്ളൂ. സുധാമാവന് പലതവണ സംബോധന ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ എന്തേ ഉള്ളൂ? ബ്രഹ്മൻ. കുറച്ച് മുന്നേയും അഭിബ്രഹ്മൻ ഗുരുകുലാത്, അല്ലയോ ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ മഹാബ്രാഹ്മണ എന്നേ വിളിക്കുള്ളൂ. അങ്ങെന്താ അങ്ങയുടെ ഗൃഹത്തിൽ നിന്ന് എനിക്ക് വേണ്ടി കൊണ്ടുവന്നത്? കിമുപായനമാനീതം ബ്രഹ്മൻ മേ ഭവതാ ഗൃഹാത്. അങ്ങയുടെ വീട്ടിൽ നിന്നേ എനിക്കായിട്ട് എന്താ കൊണ്ടുവന്നത്? അങ്ങനെ തരാൻ മടിക്കൊന്നും വേണ്ട. നീ അവിലല്ലേ എന്ന് കരുതി തരാൻ മടിക്കണ്ട. എന്നെ സംബന്ധിച്ച് അങ്ങനെ അവിൽ ചെറുത് അങ്ങനെയൊന്നുമില്ല. പാൽപ്പായസം കേമം, അവിലാണെങ്കിൽ മോശം, നിങ്ങൾ ചിന്തയൊന്നും എനിക്കില്ല. എനിക്കൊക്കെ എന്ത് തന്നാലും നല്ല മനസ്സോടുകൂടിയാണെങ്കിൽ ഞാൻ സ്വീകരിക്കും. എൻ്റെ ഭക്തന്മാർ എന്ത് തന്നാലും എനിക്ക് സന്തോഷമാണ്. ഭക്തി ഇല്ലാത്ത ആളിന് ഇപ്പോൾ എന്ത് തന്നിട്ടും കാര്യമില്ല, എനിക്ക് സന്തോഷമാവില്ല. അണ്വപ്യുപാഹൃതം ഭക്തൈ പ്രേംണ ഭൂരിയേവ മേ ഭവേത്. അണുവാണെങ്കിലും ഭക്തന്മാർ തന്നാൽ എനിക്കത് വലുതാ. ഇനി ഭൂരി അഭി, ഇനി കുറേ ഉണ്ടെങ്കിലും വലിയ കാര്യമാണ്, വിലപിടിപ്പുള്ള സാധന തന്നതാരാ? ഭക്തിയോടുകൂടിയൊന്നുമല്ല, അത് വേറെന്തൊക്കെയോ ഉദ്ദേശത്തിൽ തന്നതാണെങ്കിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഒരു ഭക്തൻ ഒന്നുമില്ലെങ്കിൽ ഒരു കൊന്നിക്കൂരെങ്കിലും ഇതാ ഭഗവാനെ ഒന്നുമില്ല കേട്ടോ, വരുന്ന വഴിക്ക് കിട്ടിയത് എൻ്റെ അല്ല, എന്നാലും എനിക്ക് എന്തെങ്കിലും തരണം എന്നുണ്ട്, ഇതങ്ങ് സ്വീകരിക്കണേ എന്ന് പറഞ്ഞൊരു കൊന്നിക്കൂര് വെച്ചാൽ എനിക്ക് വലിയ സന്തോഷമാണ്. ഇനി ഭക്തി ഇല്ലാത്ത ഒരാൾ ആനയെ കൊണ്ട് സമർപ്പിച്ചാൽ എനിക്ക് പേടി, ഈ ആന ഈ കുന്നിക്കുരു ചവിട്ടും എന്നുള്ള പേടിയാണ്. എൻ്റെ ഭക്തൻ വെച്ച കുന്നിക്കുരു ഈ ആന
അതുകൊണ്ട് താൻ മടിക്കണ്ട, തന്നോളൂ. തനിക്കറിയില്ലേ, അവില കരുതി ഞാനത് മോശമെന്ന് പറയില്ല. ഭഗവാൻ വിചാരിക്കുകയാണ്, സുധാമാവ് ചിലപ്പം ഈ മേശപ്പുറത്ത് വെച്ച പലഹാരമൊക്കെ കാണുമ്പോഴേ ഈ കൂട്ടത്തിൽ താനെങ്ങനെ ഈ അവിൽ വയ്ക്കുക. അവിടെയുള്ള വിഭവങ്ങളൊക്കെ കാണുമ്പം ലഡു, ജിലേബി, മൈസൂർ പാക്ക്, സോൻപാപ്പടി, മിൽക്ക് പേട, രസഗുള, ഗുലാബ് ജാം, ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് താനീ വേണ്ട, പറ്റിപ്പോയി. അവിടുന്ന് കൊണ്ടുവരേണ്ടില്ലായിരുന്നു. അവരെടുത്ത് വന്നതേ അബദ്ധമായി. ഇനിയിപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇനി കൊടുക്കും കൂടി ചെയ്താൽ കഴിഞ്ഞു കഥ. ഇത്ര പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇവിടുത്തെ താൻ ഈ അവർ കൊടുത്തു കഴിഞ്ഞാൽ അത് മോശമാവില്ല എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം എന്ന് കരുതി ഭഗവാൻ പറഞ്ഞു, അങ്ങ് മടിക്കണ്ട, തന്നോളൂ. പത്രം, പുഷ്പം, ഫലം, തോയം. അങ്ങേക്കറിയില്ലേ, എനിക്ക് പാഞ്ചാലി തന്നത് ചീരയുടെ ഇലയാണ്. അവൾ തന്നോ ചോദിച്ചാൽ ആ പാത്രത്തിൽ ഒന്നും ഇല്ലാന്നുള്ളതാണ് സത്യം. അവളന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ സങ്കല്പം കൊണ്ടാണ് ചീരയുടെ ഇല അതിലുണ്ടായത്. ഞാനത് കഴിച്ചു, ഒരു ചീരയുടെ ഇല ഒറ്റയൊന്ന് അതങ്ങോട്ട് കഴിച്ചു. എന്നിട്ട് അവൾക്ക് ഞാൻ തിരിച്ചു കൊടുത്തത് എന്താ, വെണ്ണീരയിൽ പോകേണ്ടതായിരുന്നു അവൾ, ദുർവാസാവിൻ്റെ ശാപം കൊണ്ട്. ആ ശാപം ഇല്ലാണ്ടിയാക്കിയില്ലേ എന്നാണ്. പത്രം ചീരയുടെ ഇലയാണെങ്കിൽ അത്. പുഷ്പം, ഗജേന്ദ്രൻ എന്നൊരാന താമര തടാകത്തിൽ ധാരാളം താമരകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു താമര പോലും അദ്ദേഹം ആദ്യകാലത്തൊന്നും എനിക്ക് തന്നില്ല. ആ താമരകളൊക്കെ പിടിയാനകൾക്കും കുട്ടിയാനകൾക്കും കൊടുത്തു. അവസാനം അദ്ദേഹം ഒറ്റപ്പെട്ടപ്പം ഒരു പിടിയാനയും കണ്ടില്ല സുധാമാവേ, ഒരു കുട്ടിയാനയും നോട്ട് റീച്ചബിൾ. ഗജേന്ദ്രൻ വിളിക്കുന്നുണ്ട്, വിളിക്കാനൊന്നുമില്ല, ഒരൊറ്റ പിടിയാനയും ഒന്നുമില്ല. അവസാനം ഞാൻ പോയി, അദ്ദേഹത്തിന് തരാൻ താമരയില്ല. അവസാനം ഞാൻ തന്നെ എൻ്റെ താമര കൊടുത്തു. തരണമെന്ന് മോഹം ഉണ്ടെങ്കിൽ ആ ഭക്തൻ തന്നോട്ടെ. ആ താമര തൻ്റെയെന്ന് കരുതി എൻ്റെ നേരെ നീട്ടി. എന്നിട്ടോ ഞാൻ അദ്ദേഹത്തെ രക്ഷിച്ചു. എവിടുന്ന്, മുതലയുടെ പിടിന്ന് ഞാൻ രക്ഷിച്ചില്ലേ. പുഷ്പം മതി, എന്തെങ്കിലും തരിക. ഇലയാണെങ്കിലും കുഴപ്പമില്ല, പൂവാണെങ്കിലും കുഴപ്പമില്ല. ഫലം നീ കായയാണെങ്കിലും സാരമില്ല. എനിക്ക് ശബരി കടിച്ചത് തന്നത്. പലരും ആക്ഷേപം പറയും, എന്നാലും കടിച്ചത് കഴിച്ചില്ലേ രാമൻ. ഞാൻ നോക്കിയത് കടിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, അവളുടെ ഭാവം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. അവളൊന്ന് കഴിച്ചു നോക്കി, മധുരമില്ല പറഞ്ഞ് മാറ്റി വെച്ചു. വേറൊന്ന് കഴിച്ചു, നല്ല മധുരമുണ്ട്, ഇത് രാമന് കൊടുക്കണം, നല്ല മധുരമുള്ളതാ എന്ന് പറഞ്ഞ് തരുമ്പോൾ ഞാനത് കഴിക്കാണ്ടിരിക്കുക വേണ്ടത്. അവളുടെ ഭാവം നോക്കി നല്ലത് തരണം എന്നാണ് അവളുടെ ഭാവം എന്നുള്ളത് കൊണ്ട് ഞാനത് സ്വീകരിച്ചു. വിതുരരുടെ പത്നി എനിക്ക് തന്നതെന്താ, എനിക്ക് അവൾ തന്നത് പഴത്തൊലിയാണ്, ഞാനത് സ്വീകരിച്ചില്ലേ. ദൂത് പറയാൻ പോയതാ. ആ സമയത്ത് അവിടെ ദുര്യോധനൻ പറഞ്ഞു, സമയം വൈകുന്നേരമായി, 5:15 ഇപ്പം വേണ്ട, സന്ധ്യയ്ക്കൊന്നും ഈ വക വർത്തമാനം വേണ്ട, നമുക്ക് രാവിലെ സംസാരിക്കാം കൃഷ്ണ. ഇന്ന് നീ ഇവിടെ തങ്ങുക, നാളെ നമുക്ക് സംസാരിക്കാം. ഇന്ന് നല്ല ഭക്ഷണമുണ്ട്, നമ്മളിവിടെ അയ്യരെ ഏൽപ്പിച്ചിട്ടുണ്ട്, കാറ്ററിങ്, നല്ല 16 കൂട്ടം പായസമൊക്കെ ഇട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, അത് പറ്റില്ല, എന്തായാലും ഇവിടെ നിൽക്കണമെന്നില്ല. കാരണം എൻ്റെ മിത്രങ്ങളായ പാണ്ഡവരുടെ ശത്രു എന്ന് പറഞ്ഞാൽ എൻ്റെ ശത്രു തന്നെയാണ്. ശത്രുവിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഭക്ഷണം കഴിച്ച് അവിടെ താമസിക്കുക പറഞ്ഞാൽ അത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞ് ആരെ നോക്കി, വിതുരൻ്റെ അപ്പുറത്തെ. വിതുരയുടെ കൈ പിടിച്ച് ഞാൻ ഇന്ന് വിതുരരുടെ കൂടെ അവിടെയാണ്. ദുര്യോധനൻ നോക്കി, ഈ ശൂദ്രൻ്റെ കൂടെയാണ്. ക്ഷത്രിയനായ ഞാൻ വിളിക്കുമ്പം എൻ്റെ വീട്ടിൽ നിൽക്കാതെ, അതും ഗംഭീര സദ്യ, വിതുരൻ്റെ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ ആരെ പോകണു, ഭഗവാൻ വിതുരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വിതുരൻ അത്ഭുതം, ഇത് ശരിക്കും പറയുകയാണോ, തൻ്റെ വീട്ടിലാണോ ശരിക്കും അദ്ദേഹം നിൽക്കുന്നത്? ആര്, മഹാപ്രഭു തൻ്റെ കുടിലിൽ താമസിക്കുക. വിതുരൻ ഭഗവാനും കൊണ്ട് പോകണു. ഭഗവാൻ വിതുരൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. വിതുരർക്ക് തന്നെ അവിടെ എന്താ വെച്ചതെന്ന് നിശ്ചയില്ല. ഭഗവാൻ അടുക്കളയിൽ പോകണു, സ്റ്റോർ റൂമിൽ പോകണു, പാത്രം എടുത്ത് നോക്കണു, ഒന്നും കഴിക്കാനില്ലേ. അവിടെ കഞ്ഞും പുഴുക്കുള്ളത്, അതൊക്കെ ആര് കഴിച്ചു? ഭഗവാൻ കഴിച്ചു. പക്ഷേ വിതുരർക്ക് പോരാ തോന്നി. അവിടെ ഗംഭീര സദ്യ ഉണ്ടായിട്ട് അത് കഴിക്കാണ്ട ഭഗവാൻ തൻ്റെ വീട്ടിലേക്ക് വന്നതാ. അങ്ങനെ ഭഗവാൻ വരുമ്പം എന്തെങ്കിലുമൊക്കെ വിശേഷമായിട്ട് കൊടുക്കണ്ടേ കരുതി കത്തിയെടുത്തത് അദ്ദേഹം പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് കദളിക്കൊല വെട്ടിക്കൊണ്ടുവന്നു. പഴക്കൊല ആർക്ക് കൊടുത്തു? തൻ്റെ പത്നിക്ക് കൊടുത്തു. ഭഗവാന് കൊടുക്കൂട്ടോ എന്ന് പറഞ്ഞു. ഭക്തിയോടുകൂടി അവളങ്ങനെ ഇരിഞ്ഞ് ഓരോരോ പഴമായിട്ട് ഭഗവാന് കൊടുത്തു. അതൊക്കെ ഭഗവാൻ കഴിച്ചു. ഒക്കെ കഴിഞ്ഞിട്ട് ആ പത്നി നോക്കുന്ന സമയത്ത് പഴമൊക്കെ അവിടെ ഉണ്ട്. അപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. താൻ ഭക്തി അങ്ങോട്ട് കൂടിയപ്പോഴേ ധർമ്മപുത്രർക്ക് പറ്റിയതിന് ആർക്കും പറ്റി. പൂജായാം നാവിധത് കൃത്യം. ഭക്തി കൂടിയാൽ അങ്ങനെ കുഴപ്പമുണ്ട്. നമുക്ക് പിന്നെ ഇതൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് നടക്കുന്നത് ഭക്തി കുറച്ച് കുറവായോണ്ടാണ്. ഭക്തി കൂടിയ ചിട്ടൊക്കെ തെറ്റും ആണ്. രാമകൃഷ്ണദേവനൊക്കെ അതല്ലേ പറ്റി. ഭ്രാന്തൻ പൂജാരി പറയാൻ കാരണം എന്താ? അദ്ദേഹം നേദ്യം പായസം കൊണ്ടുപോകുന്ന സമയത്ത് ഒരു നായയെ കണ്ടാൽ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ ഭഗവതി അമ്മ ഇങ്ങോട്ടെണ്ണമെന്ന് വാങ്ങുക, അതിനങ്ങോട്ട് കൊടുത്തു. പിന്നെ കമ്മിറ്റിക്കാർ സംഭവിക്കുക. അങ്ങനെ അങ്ങോട്ടായപ്പം പിന്നെ കൊഴുവാ വണ്ടി വന്നു.
കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് എല്ലാവരിലും ഈശ്വരനെ കാണാൻ തുടങ്ങിയാൽ ചിലപ്പം ചിട്ടകളൊക്കെ തെറ്റാൽ മതി. കാക്കശ്ശേരിക്ക് തന്നെയാണ് പറ്റിയത്. അദ്ദേഹത്തിന് പിന്നെ അങ്ങനെ ജാതി മതമൊന്നും ഇല്ലേണ്ടേ, കാരണം എല്ലാവരിലും ആരെ കാണുന്നു? ഈശ്വരനെ കാണുന്നു. പണ്ടത്തെ കാലമാണ്, പിന്നെ പറ്റുമോ? അദ്ദേഹത്തെ ഒഴിവാക്കാൻ എന്താ വഴിയെന്ന് അദ്ദേഹത്തോടനെ ചോദിക്കുക. കാരണം ഏറ്റവും വലിയ പണ്ഡിതനാരാ? കാക്കശ്ശേരി. എന്നാൽ കാക്കശ്ശേരിയെ ഇവിടുന്ന് ഒഴിവാക്കണം. ആരോടെ ചോദിക്കേണ്ടത്? നമുക്ക് കാക്കശ്ശേരിയോട് തന്നെ ചോദിക്കുക എന്താ വഴിയെന്ന്. അങ്ങനെയാണ് പ്രസിദ്ധമായിട്ടുള്ള പദം. ആപതി കിം കരണീയം ആണ്. കാക്കശ്ശേരിയോട് ചോദിച്ചതാണ്, ആപത്ത് വന്നാൽ എന്ത് ചെയ്യണം? സ്മരണീയം പാദയുഗളം അമ്പായാം, അമ്മയുടെ പാദകമലങ്ങൾ സ്മരിക്കുക, അതാണ് വേണ്ടത്. തത് സ്മരണേ കിം കുരുതേ, അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവുക? ബ്രഹ്മാദീനപി കിങ്കരീ കുരുതേ, ബ്രഹ്മാദി ദേവന്മാരെ പോലും അവൾ കിങ്കരന്മാരാക്കും. നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ഇവിടുന്ന് പോവല്ലേ എന്ന് പറഞ്ഞ് അവിടുന്ന് വെള്ളം കുടിച്ച് ഗ്ലാസ് അങ്ങോട്ട് കമഴ്ത്തി വെച്ചു എന്നാണ്. കമഴ്ത്തി വെച്ചു എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ആൾ മാറി എന്നാണ്. പിന്നെ അദ്ദേഹം പോയി, പിന്നെ അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് കഥ. അതാണ് കാക്കശ്ശേരിയുടെ ചരിത്രം. അറിവ് വന്നാൽ പിന്നെ അങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ട്. ഭക്തി കൂടിയാലുള്ള കുഴപ്പങ്ങളതൊക്കെ. അവൾ തന്നത് മാറിപ്പോയി, പഴത്തൊലി തന്നു. അവൾ സങ്കടപ്പെട്ടു, എൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞു. ഞാൻ പറഞ്ഞു സാരല്ല പോട്ടെ, ഞാൻ അറിഞ്ഞില്ല. എന്ത്? അല്ലെങ്കിൽ ഞാൻ കഴിക്കുമോ? അതിപ്പോൾ ഒരു പഴക്കൊല മുഴുവൻ തൊലി ആര് കഴിച്ചു? ഞാൻ കഴിച്ചില്ലേ, ഞാൻ അറിഞ്ഞിട്ടില്ല. നല്ല മധുരം ഉണ്ടായിരുന്നു, അവൾക്ക് വിശ്വാസമാണില്ല. അവസാനം ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ബാക്കി പഴം കൂടി അങ്ങോട്ട് കഴിച്ചാൽ പോരെ. ആ പഴം മുഴുവൻ കഴിച്ചു. എന്നിട്ടും അവൾക്ക് എന്നാലും ഞാൻ പഴത്തോല് കൊടുത്തു പോയല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് ആര്? വിതുരയുടെ പത്നി. അവസാനം ഞാൻ വിതുരരോട് പറഞ്ഞു, വിതുരരെ അങ്ങ് 2 വാഴക്കന്നുണ്ടെങ്കിൽ ആ കാറിൻ്റെ ഡിക്കിക്ക് വെച്ചോളൂ. എന്തിനത്? അല്ല, ദ്വാരകയിലുള്ള പഴത്തിനൊന്നും തോലിന് മധുരമില്ല, കുറച്ചെണ്ണം കൊണ്ടുപോയി അവിടെ പിടിപ്പിക്കാൻ കരുതിയിട്ടാ എന്ന് പറഞ്ഞപ്പോഴാണ് അവളൊന്ന് ചിരിച്ച് കണ്ടത്. ഞാൻ ആ തോലൊക്കെ കഴിച്ചത് ആർക്ക് വേണ്ടിയാണ്? അവൾക്ക് വേണ്ടിയിട്ടാണ്. അവൾ നാമം ജപിച്ച് തരുമ്പോൾ എനിക്കത് അറിയാനിട്ടല്ല. നാമം ജപിച്ച് തരുമ്പോൾ സ്വീകരിക്കാണ്ടിരിക്കാൻ പറ്റും. അവളുടെ ആ ഭാവം നോക്കിയപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയാൻ, ചിലരൊക്കെ അങ്ങനെ കൊണ്ടുതരും, നമുക്കൊന്നും വേണ്ടാത്തൊരു കാര്യം കൊണ്ടുതരും. എന്താണ്? ഒട്ടും താല്പര്യമില്ല, തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനം തരുമ്പോൾ നമ്മളിപ്പോൾ അവരെ നോക്കിയാൽ എങ്ങനെയാണ്? ഇപ്പം തിരുമേനി ഇതാ വളരെ സന്തോഷമായി, കുറേ കാലമായിട്ട് മോഹിക്കുമായിരുന്നു എന്ത്. പക്ഷെ അവരുടെ ഭാവം കാണുമ്പോൾ നമുക്കത് വേണ്ട പറയാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ. അങ്ങനെ സ്നേഹത്തോടെ തരുമ്പോൾ എങ്ങനെയത് വേണ്ടാന്ന് പറയാം? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി, അതാണ് പ്രധാനം. അണ്ടർലൈൻ, ഭക്തിയാ പ്രയച്ഛതി. ഭക്തിയോടുകൂടിയാണെങ്കിൽ സുധാമാവേ എന്തു തന്നാലെന്താ? ഇനി ഭക്തി ഇല്ലെങ്കിൽ എന്തു തന്നിട്ടെന്താ? അതുകൊണ്ട് അങ്ങ് മടിക്കണ്ട, അങ്ങ് തന്നോളൂ. അവിലാണെന്ന് കരുതി ചെറുതാണെന്ന് വിചാരിക്കേണ്ട. എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുക തരുന്ന ആളുടെ കണ്ണാണ്, തരുന്ന ആളുടെ ഹൃദയമാണ്. വസ്തു ഞാൻ നോക്കാറേ ഇല്ല. നമ്മൾ വസ്തുവേ നോക്കുള്ളൂ, തരുന്ന ആളുടെ കണ്ണും നോക്കില്ല, അയാളുടെ ഹൃദയവും നോക്കില്ല. നമ്മൾ എത്ര ഉറുപ്പ്യക്ക് ഉണ്ടെന്ന് നോക്കും. ഒന്ന് കിട്ടിയാൽ തിരിച്ചിങ്ങനെ നോക്കുക ചെയ്യുക. അത് കൊടുക്കുമ്പോൾ ചുരണ്ടി കൊടുത്തിട്ടും ഉണ്ടാവും. എത്രയാണ് കാശ് മാത്രമേ നോക്കുള്ളൂ. അതുകൊണ്ട് അങ്ങ് തരാണ്ടിരിക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും സുധാമാവിന് വേണ്ട, ഭഗവാന് താൻ ഈ അവല് കൊടുക്കണില്ല. കാരണം അവല് കൊടുത്താൽ ഭഗവാൻ വിചാരിക്കും അവല് കൊടുത്തിട്ട് എന്തോ വാങ്ങാമെന്താ. സാധാരണ ഭക്തന്മാരൊക്കെ അങ്ങനെയാണ് പതിവ്. എന്തെങ്കിലുമൊക്കെ റെസീറ്റാക്കിയെന്ന് കണ്ടാൽ ഭഗവാൻ തോന്നും അപ്പോൾ എന്തോ ഒരു ഉദ്ദേശമുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഇല്ലേ, പൊതുവെ അങ്ങനെ നമ്മൾ അങ്ങോട്ടൊന്ന് കൊടുത്താൽ ഇങ്ങോട്ടെന്തോ വാങ്ങാനല്ലേ. സുധാമാവ് വന്നപ്പോൾ ഭഗവാൻ വിചാരിച്ചു എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാവുന്നു. അപ്പോഴാണ് സുധാമാവ് എന്തോ എടുക്കുന്നുണ്ട് കീശയെന്ന്. താനും അപ്പം എന്നെ കാണാനല്ലല്ലേ, ദാരിദ്ര്യം കഷ്ടപ്പാടുകൊണ്ട് അപ്പോൾ അത് മാറ്റാൻ വേണ്ടി വന്നു. അപ്പം എന്നെ കാണാനുള്ള ഉദ്ദേശത്തിലല്ല, സുഹൃത്തിനെ കാണാൻ കരുതിയിട്ടല്ല, എന്തെങ്കിലുമൊക്കെ ചോദിച്ച് വാങ്ങാൻ കരുതിയിട്ടാണല്ലേ. എല്ലാവർക്കും അങ്ങനെ സുധാമാവേ, എന്നെ വേണമെന്ന് ആർക്കുമില്ല, എൻ്റെ കയ്യിലുള്ളതൊക്കെ വേണമെന്ന് മാത്രമേ മോഹമുള്ളൂ. താനെങ്കിലും ഞാൻ വിചാരിച്ചു നല്ലൊരു സുഹൃത്താവും, പക്ഷെ താനും കാശിനോടുള്ള മോഹമായിരുന്നു അല്ലേ. എന്നെങ്ങാനും ഗുരുവായൂരപ്പൻ തന്നെ തെറ്റിദ്ധരിക്കുമെന്ന് കരുതിയിട്ടാണ് അത്ര ആ ഭക്തൻ നപ്രായച്ചത് അവാങ്മുഖ, താൻ കൊണ്ടുവന്നെങ്കിലും തൻ്റെ കയ്യിലുണ്ട് അവില് എന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം കൊടുക്കാൻ കൂട്ടാക്കില്ല പരീക്ഷത്തെ. പക്ഷേ എല്ലാം അറിയണ ഭഗവാൻ അത് വാങ്ങാണ്ടിരിക്കുകയോ? സർവഭൂതാത്മതൃക്ക് സാക്ഷാത് തസ്യാഗമന കാരണം, സർവഭൂതാത്മാവായ ഭഗവാൻ അദ്ദേഹം വന്നതിൻ്റെ കാരണം മനസ്സിലാക്കി. വിജ്ഞായ ചിന്തയന്നായം ശ്രീകാമോ മാ ഭജത്പുര. ഇദ്ദേഹത്തിന് ഇതിലും വലിയ ദാരിദ്ര്യം പണ്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ഭേദം. എന്താണ്? ഇതിലും കഷ്ടപ്പാട് പണ്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം എന്നെ കാണാൻ വന്നിട്ടില്ല. കാശ് ചോദിക്കാനാണെങ്കിൽ ഇതിന് മുമ്പ് വരേണ്ടതായിരുന്നു. ശ്രീകാമോ മാ ഭജത്പുര. പണ്ട് അദ്ദേഹം ശ്രീകാമനായിട്ട് എന്നെ ഭജിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പം വന്നതും ഒന്നും തരാൻ വേണ്ടിയിട്ടല്ല, ഒന്നും തന്നിട്ട് കൂടുതൽ സമ്പാദിക്കണമെന്ന് കരുതിയിട്ടല്ല, തന്നെ കാണാൻ വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കണമെന്ന് തീരുമാനിച്ചു.
പത്നിയാഹ, ആ പതിവ്രതാരത്നം തനിക്കായിട്ട് ഈ സുധാമാവിൻ്റെ കയ്യിൽ കൊടുത്തയച്ച ആ അവില് താൻ കഴിച്ചില്ലെങ്കിൽ അവൾക്ക് അത്ര കണ്ട് വിഷമമുണ്ടാവും. സുധാമാവിന് വിഷമമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയല്ലല്ലോ അവളല്ലേ കഷ്ടപ്പെട്ടത്. അവൾ എത്തിക്കഴിഞ്ഞാൽ ആദ്യം സുധാമാവോട് ചോദിക്കുക എന്താണെന്നറിയോ? ഭഗവാനെ കണ്ടു ചോദിക്കും, ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അവിൽ കൊടുത്തുവോ, കൃഷ്ണൻ കഴിച്ചുവോ, എന്നിട്ട് എന്താ പറഞ്ഞത്? സ്ത്രീകളല്ലേ, അവരതൊക്കെ ചോദിക്കും. എന്നിട്ട് ആ പാത്രം തിരിച്ചു കൊണ്ടുവന്നു വരെ ചോദിക്കും. അത് വിടില്ല. അങ്ങനെ അവൾ ചോദിക്കുമ്പോൾ സുധാമാവ് പറയും, ഞാൻ കൊടുത്തില്ല, അവിലിതാ എന്ന് പറഞ്ഞ് തിരിച്ചങ്ങോട്ട് കൊടുത്താൽ ആ പത്നിക്കുണ്ടാവുന്ന വിഷമം. അതുകൊണ്ട് അവൾ എനിക്കായിട്ടെന്ന് കണക്കാക്കി സുധാമാവന് കൊടുത്തത് താൻ സ്വീകരിക്കാണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ആ പത്നിയെ ഓർത്ത് പത്നിയാഹ പതിവ്രതായാസ്തു സഖാ പ്രിയചികീർഷയാ പ്രാപ്തോ മാം അസ്യ ദാസ്യാമീ സമ്പദോ അമർത്യ ദുർലഭാൻ. ഞാൻ ഇദ്ദേഹത്തെ അനുഗ്രഹിക്കും. ഇനി ഇങ്ങനെ വിഷമിപ്പിക്കുന്നില്ല. ആരെ? ആ പത്നിയെ വിഷമിപ്പിക്കുന്നില്ല. അവൾക്ക് ഇനിയിപ്പോൾ ലേശം സമ്പത്ത് വേണം തോന്നുന്നുണ്ടെങ്കിൽ ആവട്ടെ, ധർമ്മനുഷ്ഠിക്കാനല്ലേ. അതുകൊണ്ട് ഇനി ദേവന്മാർ പോലും ഇവരെ കണ്ട് അസൂയപ്പെടും. അത്രയ്ക്ക് സമ്പത്ത് ഞാൻ കൊടുക്കും എന്നാര് കണക്കാക്കി? സുധാമാവ് ചോദിച്ചിട്ടൊന്നുമില്ല, ഭഗവാൻ അങ്ങോട്ട് കണക്കാക്കുകയാണ് എന്നും പറഞ്ഞ് ഭഗവാൻ അടുത്തേക്കിരുന്നു. സുധാമാവൻ്റെ അടുത്തേക്കിരുന്ന് ആ മടിയിൽ ഒതുക്കി വെച്ച ആ വിൽക്കിഴി ഇത്തം വിചിന്യ വസനാത് ചീരബദ്ധാദ്വിജന്മന സ്വയം ജഹാര. എന്താ സുധാമാവ് ഇത് എന്ന് പറഞ്ഞ് ആ ഒളിപ്പിച്ച് വെച്ച വിൽക്കിഴി ഭഗവാൻ അങ്ങോട്ട് തട്ടിപ്പറച്ചു. കിമിതമിതി, എന്താ ഇപ്പത്? സുധാമാവ് അത് കണ്ടതും മാറിയിരുന്നു, കണ്ണടച്ചു, തല താഴ്ത്തി, കൈകെട്ടി. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക? ചുറ്റും ധാരാളം പേരുണ്ട്, 10,000 പേരിരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇനി നോക്കില്ലേ? ഭഗവാൻ ആ കെട്ടഴിക്കില്ലേ? അവിലാണെന്ന് പറഞ്ഞ് കളിയാക്കുമോ? കിമിതമിതി പൃഥുക തണ്ടുലാൻ, ആ കെട്ടങ്ങട്ട് അഴിച്ചതും അവിലോ. എന്തൊരു സുഗന്ധ സുധാമാവ് ഈ അവിലിന്. വന്നപ്പോഴെനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങെന്തോ കൊണ്ടുവന്നിട്ടുണ്ട്, ആ അവിലിൻ്റെ പരിമളം. ഇത്രയും നല്ലൊരു സാധനം കൊണ്ടുവന്നിട്ടാണോ അങ്ങ് ഇത്രയും നേരം എനിക്ക് തരാണ്ടിരുന്നത്? നന്വേദതുപനീതമ്മേ. നന്നായി സുധാമാവേ, എത്ര കാലമായി മോഹിക്കണോ ഇഷ്ടമുണ്ടോ? അങ്ങ് ഇതന്നെ കൊണ്ടുവന്നത് നന്നായി. വേറൊന്നും അങ്ങ് കൊണ്ടുവരാൻ തോന്നിയില്ലല്ലോ. എനിക്ക് പ്രിയപ്പെട്ട അവിലെന്നെ കൊണ്ടുതരാൻ അങ്ങേക്ക് തോന്നിയില്ലേ? എത്ര കാലം ഇത് കഴിക്കാൻ മോഹിക്കണമെന്നറിയോ? പണ്ട് ഗുരുകുലത്തിൽ നിന്ന് കഴിച്ചതാണ്, എത്ര കാലം കഴിഞ്ഞു. താൻ ഇപ്പോൾ എൻ്റെ ടേസ്റ്റൊന്നും മറന്നിട്ടില്ലല്ലേ? ഞാൻ കരുതി താനൊക്കെ മറന്നിട്ടുണ്ടാവുന്നു. തൻ്റെ പത്നിയോട് താൻ ഇത് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം അവിലാണെന്ന്. എന്നാലും അവളെങ്ങനെ ഇപ്പോൾ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കി? നന്വേദതുപനീതമ്മേ. പലരും ഇവിടെ കാണാൻ വരാറുണ്ട് സുധാമാവേ. അവരൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരും, പക്ഷേ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടൊന്നല്ല പതിവ്. ഇതിപ്പം അങ്ങ് ഇത്രയും പ്രിയപ്പെട്ട അവിൽ എനിക്ക് വേണ്ടി കൊണ്ടു തന്നില്ലേ? നന്വേദതുപനീതമ്മേ പരമപ്രീണനം സഖേ, പരമപ്രീണനം സഖേ, പരമപ്രീണനം സഖേ. എനിക്കെത്ര സന്തോഷമെന്നറിയോ സുധാമാവേ. ഒരു പിടി അവല് കഴിച്ച് മതിയാവാണ്ടേ ഭഗവാൻ പരമപ്രീണനം സഖേ. എന്തൊരു സ്വാദാ സുധാമാവ് ഈ അവലിന്. എന്താ അപ്പം അങ്ങയുടെ പത്നി ഇതിൽ ചേർത്തത്? ശർക്കര പൊടിച്ചിട്ടു, ഏലക്കായ, പഞ്ചസാര പൊടിച്ചു ചേർത്തു, കൽക്കണ്ടം, മുന്തിരി, ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ചുവോ? ഒന്നും ഉണ്ടായില്ല, അതിലൊന്നും ഇട്ടിട്ടില്ല. വെറും കൊട്ടനവില്. പക്ഷെ അതിൽ ഭക്തി ചേർത്തിട്ടുണ്ട്. നമ്മൾ അതൊഴിച്ച് ബാക്കിയൊക്കെ ചേർത്തിട്ടുണ്ട്, പക്ഷേ അതാണ് വിഷയം. നന്വേദതുപനീതമ്മേ പരമപ്രീണനം സഖേ തർപ്പയന്ത്യംഗമാം വിശ്വം. എന്തൊരു സ്വാദസുധാമാവ് ഈ അവലിന്. ഈ അവലിന് പകരം ഞാനിപ്പോൾ എന്താ തരിക അങ്ങേക്ക്? ഞാൻ ഈ ദ്വാരകാപുരി അങ്ങയുടെ പേരിൽ അങ്ങോട്ട് എഴുതി വെച്ചാലോ? ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതലല്ലേ പറയണമെന്ന്. ഭഗവാൻ പറഞ്ഞു കുറച്ചൊന്നും കൂടുതലൊന്നുമല്ല, അത് കുറവാണ്. തർപ്പയന്ത്യംഗമാം വിശ്വം. ഈ ദ്വാരകാപുരി പോരട്ടോ, ഈ അവലിന് പകരം ഞാൻ ഈ ബ്രഹ്മാണ്ടം അങ്ങയുടെ പേരിൽ അങ്ങോട്ട് എഴുതി തന്നാലും ഈ അവലിന് ഒക്കുമോ എന്നാണ്. ചിലരൊക്കെ ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഒക്കുമോ? എന്ത് കൊടുത്താൽ മതിയാവും? എന്ത് കൊടുത്താൽ മതിയാവും? നമസ്കരിക്കുക, അതിലപ്പുറം എന്താപ്പം കൊടുക്കുക? നന്വേദതുപനീതമ്മേ പരമപ്രീണനം സഖേ തർപ്പയന്ത്യംഗ. അംഗ എന്ന് വിളിച്ചാൽ അർത്ഥം ഇഷ്ടാന്നാണ്. പ്രിയപ്പെട്ടവനെ, സ്നേഹം കൂടുമ്പോഴാണ് സംസ്കൃതത്തിൽ അംഗ എന്ന് വിളിക്കും. അല്ലയോ പ്രിയപ്പെട്ടവനെ, തനിക്ക് ഞാൻ എന്താ തരിക? തർപ്പയന്ത്യംഗ മാം. ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് തന്നാലോ? ഒന്നും ചോദിക്കാത്തവന് ഭഗവാൻ എന്താ കൊടുക്കുക? ചോദിച്ചവർക്ക് ചോദിച്ചത് കൊടുക്കും. ഒന്നും ചോദിക്കാണ്ടിരുന്നാൽ തന്നെ അങ്ങോട്ട് കൊടുക്കും. അതുകൊണ്ടൊന്നും ചോദിക്കാണ്ടിരിക്കുകയാണ് വിവരമുള്ളവർ ചെയ്യാറ്. അനഭ്യർത്ഥിതാൻ എന്ന് പറഞ്ഞ അർത്ഥം ചോദിക്കാണ്ടിരിക്കുക എന്നാണ്. ഒന്നും ചോദിക്കാണ്ടിരിക്കുന്നവന് കൊടുക്കും, ധാരാളം കൊടുക്കും, തന്നെ കൊടുക്കും. അതുകൊണ്ട് സുധാമാവിന് തന്നെ കൊടുക്കാമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. സുധാമാവിന് സമാധാനമായി. എന്തായാലും വിചാരിച്ചതുപോലെ അപകടമൊന്നും ഉണ്ടായില്ല. ഒരു പിടി അവല് ഭഗവാൻ കഴിച്ചു, മതിയാവാണ്ട് പിന്നെയും എടുക്കാൻ പുറപ്പെട്ട സമയത്ത് രുക്മിണി വന്ന് കൈപിടിച്ചു. സംഗതി നാടകമാണെന്ന് നോക്കട്ടെ, ഇത്രയൊക്കെ സ്വാദ് അവിലുണ്ടോ ഞങ്ങളും അറിയണമല്ലോ. ഭഗവാൻ ഇതാരും അറിയേണ്ട സ്വാദ് കരുതി മുഴുവെടുത്ത് കഴിക്കുകയാണോ? ഇഷ്ടമില്ലല്ലോ.
ഞങ്ങളും കഴിക്കട്ടെ പ്രസാദം എന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ചു. അത് മാത്രമല്ല, ഒരു പിടി കഴിച്ചപ്പോഴേക്കും ഭഗവാൻ തൻ്റെ സർവസ്വവും സുധാമാവിൻ്റെ പേരിൽ എഴുതി വെച്ച് കഴിഞ്ഞു. ഇനിയൊരു പിടി കഴിച്ചാൽ പകരം കൊടുക്കാനൊന്നുമില്ല, കടക്കാരനാവും. അത് വേണ്ട കരുതി രുക്മിണി കൈ പിടിച്ചു. അത് പ്രസാദമായിട്ട് അവിടെയുള്ളവരൊക്കെ കഴിച്ചു. രുക്മിണി തൊട്ടോടുകൂടി അത് വർദ്ധിച്ചു. അന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ സുധാമാവിൻ്റെ കൂടെ ഭഗവാൻ അങ്ങനെ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു, കുളിയൊക്കെ കഴിഞ്ഞു. ഭഗവാനെ നമസ്കരിക്കാൻ വരും. അപ്പോഴേക്കും ഭഗവാൻ അങ്ങോട്ട് 12 നമസ്കാരം. മഹാബ്രാഹ്മണൻ എന്നെ നമസ്കരിക്കുക പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ അങ്ങോട്ട് നമസ്കരിക്കും. സുധാമാവിന് തോന്നി വീട്ടിൽ പോകുക തന്നെയാണ് നല്ലത്, ഇല്ലത്താണെങ്കിൽ അവിടുന്ന് നമസ്കരിക്കാമല്ലോ. ഇതിപ്പോൾ തൻ്റെ നമസ്കാരം മുടങ്ങി, ഒരു ദിവസം നമസ്കരിക്കാൻ പറ്റില്ല. സ്വതവേ അങ്ങനെയല്ല, എന്തായാലും ചുരുങ്ങിയത് ഒരു 108 നമസ്കാരമുണ്ട്. ഇതിപ്പം ഭഗവാൻ സമ്മതിക്കുന്നില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. ഭഗവാനോട് യാത്ര പറഞ്ഞ അദ്ദേഹം തൻ്റെ ആ പഴയ വസ്ത്രം തന്നെ, ഇന്നലെ ഉണക്കാനിട്ട വസ്ത്രം, ആ കരിമ്പം കുത്തി മുഷ്ണമുണ്ടുണ്ടല്ലോ, അത് ഇന്നലെ ഉണക്കാനിട്ടിട്ടുണ്ട്, അതുതന്നെ വീണ്ടും പോയി ഉടുക്കുകയാണ്. തൻ്റെ ആ പളവള മിന്നുന്ന വസ്ത്രമൊക്കെ ഭഗവാന് കൊടുത്ത് പഴയ വസ്ത്രം ഉടുക്കുന്നു പറഞ്ഞ അർത്ഥം അത്ര പോലും എന്തില്ല, ആ ഉടുത്ത വസ്ത്രത്തോട് പോലും അത് കൊണ്ടുപോകണമെന്നില്ല. എന്നാൽ അതെങ്കിലും കൊണ്ടുപോകും, ഒന്നും തന്നില്ല. എന്നാൽ പിന്നെ ഉടുപ്പ് കൊണ്ടുപോവുക, കുളിമുറി വെച്ച സോപ്പ് കൊണ്ടുപോവുക, എങ്ങനെയൊക്കെയുള്ള വങ്കന്മാരുണ്ട്. അങ്ങനെയൊക്കെ ഒന്നുമില്ല. തുടക്കം അങ്ങനെയൊക്കെയാവും. അങ്ങനെയൊക്കെയാണ് ആദ്യം തുടങ്ങുക. പിന്നെ എത്ര കിട്ടിയാലും പോരാ തോന്നുള്ളൂ, ഒക്കെ വലിക്കും. സുധാമാവൻ അത്ര പോലും അതുപോലുമില്ല, വേണ്ട ഒന്നും, തൻ്റെതല്ലാത്തൊന്നും ആവശ്യമില്ല. മനസ്സറിഞ്ഞ് തരികയാണെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞൊരു സ്വഭാവം. അതാണ് സുധാമാവൻ്റെ വിജയം. ആ ഉടുത്ത വസ്ത്രം പോലും കൊണ്ടുപോകണമെന്ന് അദ്ദേഹത്തിനില്ല. അദ്ദേഹം അത് മടക്കി അവിടെ വെച്ചു. ഭഗവാൻ എന്നൊന്നും വേണ്ടിയതുമില്ല. ഭഗവാൻ അത് നിധി പോലെ സുധാമാവ് ഉടുത്ത വസ്ത്രം, ഗുരുവായൂരപ്പന് ചാർത്തിയ പട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വയ്ക്കില്ലേ, ഇതുപോലെ ബദ്രിനാഥന് ചാർത്തിയ റാവൽജി തന്നതാ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടിറക്കുന്നത് പോലെ ഭഗവാൻ സുധാമാവിൻ്റെ പട്ട എന്ന് പറഞ്ഞ് അതിനായിട്ടൊരു അളമാറി സുധാമാവിൻ്റെ വസ്ത്രം വയ്ക്കുക. അത് കൂട്ടി അതാക്കുമല്ലോ ഭഗവാന്റെ അരയിൽ, ആർക്കും കൊടുക്കില്ല, രുക്മിണിയൊന്നും തരില്ല, സുധാമാവിൻ്റെ അളമാറിയ എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുക. ഭക്തൻ്റെ പട്ട് ഭഗവാൻ അങ്ങനെയാണ്. അങ്ങനെ സുധാമാവ് ഇറങ്ങണു. ഭഗവാനൊന്നും മിണ്ടിയില്ല. ഇനി പോട്ടെ, സമാധാനമായിട്ടിരിക്കട്ടെ, താൻ എല്ലാം കൊടുത്തിട്ടില്ലേ, സന്തോഷമായിട്ടിരിക്കട്ടെ. എന്നാൽ 10 ദിവസം നിൽക്കാൻ പറയണ്ടേ, എന്തിനാ പറയണത്? ആ പത്നി ഇന്നലെ എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടി, ഇദ്ദേഹം ഇല്ലാണ്ടേ, പോട്ടെ സുഖമായിട്ടിരിക്കട്ടെ എന്ന് കരുതി ഭഗവാനൊന്നും മിണ്ടിയില്ല. അങ്ങനെ യാത്ര പറഞ്ഞ് സുധാമാവ് ഇറങ്ങിപ്പോകുന്നു. ഭഗവാൻ സുധാമാവിനെ തന്നെ നോക്കി നിൽക്കുന്നു. കുറച്ച് ദൂരം കണ്ട് പോയപ്പോൾ സുധാമാവിന് തോന്നുകയാണ് ഭഗവാനൊന്നും തന്നില്ല, നന്നായിട്ടു, തരാഞ്ഞു നന്നായതാ. തന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? തന്നു കഴിഞ്ഞാൽ അതിൽ താൻ അഹങ്കരിക്കും. അങ്ങനെയല്ലേ കഥകളൊക്കെ കാണുന്നത്, എത്ര കഥകൾ നമ്മൾ ചരിത്രം കാണുന്നില്ലേ? ഒന്നുമില്ലെങ്കിൽ നല്ല സ്വഭാവമായിരിക്കും, കുറച്ചങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? പിന്നെ അതിലങ്ങോട്ട് അഹങ്കരിച്ച് ഭഗവാനെ തന്നെ മറക്കല്ലേ പതിവ്. അതുകൊണ്ട് തനിക്ക് സമ്പത്ത് തന്നു കഴിഞ്ഞാൽ തൻ്റെ ജപം നിൽക്കും, തൻ്റെ തപസ് ചോർന്നു പോവും, തൻ്റെ ഈ ഒരു ഭജനം ഉണ്ടാവില്ല, തൻ്റെ ഭക്തി ഇല്ലാണ്ടിയാവും എന്ന് മനസ്സിലാക്കി ഭഗവാൻ തനിക്ക് തരാണ്ടിരുന്നു. ഭഗവാൻ തന്നുവല്ലോ, എന്തു തന്നു? എന്നെ കെട്ടിപ്പിടിച്ചില്ലേ, എൻ്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയില്ലേ, എൻ്റെ പാദം ഭഗവാൻ തൊട്ടില്ലേ, എൻ്റെ പാദം കഴുകിയിട്ട് ആ തീർത്ഥം ഭഗവാന്റെ ശിരസിൽ തളിച്ചില്ലേ? ഇതിലപ്പുറം എന്താ വേണ്ടത്? എന്നിട്ട് താൻ പറയേണ്ടത് എന്താ? 10 ഉറുപ്പിക തന്നില്ല ഭഗവാൻ. എന്താണ്? അപ്പോൾ കെട്ടിപ്പിടിച്ചത് എനിക്കൊരു വിഷയമല്ല അല്ലേ? ആ ശ്രീനികേതൻ തന്നെ കെട്ടിപ്പിടിച്ചു. ക്വാഹം ദരിദ്ര പാപിയാൻ. ഈ കുചേലൻ എവിടെ ഇരിക്കണു? കൃഷ്ണ, ആ ലക്ഷ്മി വല്ലഭനായ കൃഷ്ണൻ എവിടെ ഇരിക്കണു? എന്നിട്ടും ബാഹുഭ്യാം പരിരംഭിത ബ്രഹ്മബന്ധുരതിസ്മാഹം ബാഹുഭ്യാം പരിരംഭിത. ഈ ദരിദ്രനായ ഈ ബ്രാഹ്മണനെ ആ കൃഷ്ണൻ കെട്ടിപ്പിടിച്ചില്ലേ? നിവാസിത പ്രിയാജുഷ്ടേ പര്യങ്കേ ഭ്രാതരോ യഥാ. ഒരു വലിയേട്ടനെ പോലെ തന്നെ ഭഗവാൻ അടുത്തിരുത്തിയില്ലേ? തൻ്റെ പത്നിയുടെ ആ കസേരയിൽ, ലക്ഷ്മിദേവി ഇരുന്ന കസേരയിലാണ് ആയിരുന്നത്, ഈ കുചേലനെ പിടിച്ചിരുത്തിയില്ലേ? മഹിഷ്യാ വിജിതശ്രാന്തോ ബാലവ്യജനഹസ്തയാ. രുക്മിണി ആ വിശറി കൊണ്ട് വീശി തന്നില്ലേ? ശുശ്രൂഷയാ പരമയാ പാദ സംവാഹനാദിഭി. ആ എൻ്റെ പാദം എടുത്ത് ഭഗവാൻ തൻ്റെ മടിയിൽ വെച്ചില്ലേ? അത് ഭഗവാൻ ഒഴിഞ്ഞു വന്നിട്ടില്ലേ? ഇതിലപ്പുറം എന്താ വേണ്ടത്? അതല്ലേ കേമത്തം. അതല്ലാണ്ട് ഭഗവാനും തന്നില്ല പറയാ വേണ്ടത്. നമ്മളും ആളെ അളക്ക കാശ് നോക്കിയിട്ടല്ലേ, അല്ലാണ്ട് നമുക്കിപ്പോൾ അതല്ലേ നിശ്ചയുള്ളൂ, അളക്കാനിപ്പോൾ അതല്ലേ അറിയുള്ളൂ. സുധാമാവ് നോക്കിയില്ല. എന്തായാലും അത് മതി, ഭഗവാൻ എന്നെ സുഹൃത്തായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്, അതിലപ്പുറമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ കുടിലിലേക്ക് സഞ്ചരിക്കുകയാണ്. തൻ്റെ കുടിലുള്ള സ്ഥലത്ത് തൻ്റെ വീട് കാണാനില്ല. ഒരു ദിവസം കൊണ്ട് ഇത്രയൊക്കെ മാറ്റം ഉണ്ടാവും. അവിടെ വലിയൊരു കൊട്ടാരം കാണുന്നുണ്ട്. തൻ്റെ വീട് ആരെങ്കിലും പൊളിച്ചുവോ? ഏതെങ്കിലും പ്രഭു കുടുംബം വന്ന് തൻ്റെ കുടിൽ പൊളിച്ചിട്ട് അവിടെ വലിയ കൊട്ടാരം ഉണ്ടാക്കിയതാണോ? മാർഗഭ്രമം കൊണ്ടിഹ വന്നിതോ ഞാൻ സ്വർഗത്തിനൊക്കും ഗൃഹമാരുടേതാൻ. ഈ സ്വർഗം പോലിരിക്കുന്ന ഗൃഹാരടിയ
എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സ്ത്രീകൾ അവിടുന്ന് താലപ്പൊലിക്കായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അദ്ദേഹം മാറി നിന്നു. നല്ലോണം നോക്കിയപ്പോൾ നടുക്കുള്ള സ്ത്രീക്ക് തൻ്റെ പത്നിയുടെ അതേ ഛായ. ആ ഹന്ത കൃഷ്ണ മമ ഭാര്യ താനോ, ഈശ്വര കൃഷ്ണ അതെൻ്റെ ഭാര്യയല്ലേ, ഇവൾക്ക് എവിടെ നിന്ന് ഈ പട്ടുസാരി കിട്ടി? രുക്മിണിയുടെ അതേ പട്ടുസാരി, രുക്മിണിയുടെ അതേ നെക്ലേസ് ഒക്കെ അങ്ങനെ തന്നെ. ഇവളെങ്ങനെ തടിച്ചു കൊടുത്തു ഇത്ര പെട്ടെന്ന്? തൻ്റെ ദേഹം നോക്കിയപ്പോൾ താനാകെ മാറിയിട്ടുണ്ട്. നല്ല പട്ടുവസ്ത്രമാണ് ധരിച്ചത്. ആ ഉടുത്തു വന്ന വസ്ത്രമല്ല ഇപ്പം കാണുന്നത്. തൻ്റെ ചെവിയിലൊക്കെ കടുക്കൻ നല്ല തടിച്ചു കൊടുത്തിട്ടുണ്ട് സുധാമാവും. സംഗതി മനസ്സിലായി, ഭഗവാന്റെ മാജിക്കാണ്. നേരെ ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. ദ്വാരകാപുരിയിലുള്ള ശില്പവേലകളൊക്കെ, അതേ കട്ടിൽ, പാൽപ്പത പോലത്തെ മെത്ത, സ്വർണ്ണസിംഹാസനം, ചന്ദ്രകാന്തം പതിച്ച ആ ഭിത്തി, സ്ഫടികം, ഇതൊക്കെ അവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വടിയും. ആ സിംഹാസനത്തിൽ ഇരുന്ന് തലയെ കൈവച്ചും കൊണ്ട് സുധാമാവ് പറയുകയാണ്, കൃഷ്ണ ഞാൻ ഇതിന് വേണ്ടിയല്ല നിൻ്റെ അടുത്തേക്ക് വന്നത്. എനിക്കറിയാം ആ അവിൽ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് ഞാൻ തരാണ്ടിരുന്നത് തന്നെ. ഞാൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വരുന്നവനാണെന്ന് താൻ വിചാരിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് തരാണ്ടിരുന്നത്. എന്നിട്ടും താൻ അത് പിടിച്ചു വാങ്ങല്ലേ ഉണ്ടായത്. പത്നിയോട് പറയുകയാണ്, നീ വിചാരിക്കേണ്ട, ഞാൻ അവിടെ പോയിട്ട് നമ്മുടെ ദാരിദ്ര്യമൊക്കെ പറഞ്ഞിട്ട് ധാരാളം സമ്പാദിച്ചു എന്ന് വിചാരിക്കേണ്ട. ചിലപ്പോൾ അങ്ങനെ വിചാരിക്കേ പത്നി, എൻ്റെ ഭർത്താവ് നല്ല വളവനാ, കണ്ടില്ലേ? നിങ്ങളൊക്കെ പോയപ്പോൾ എന്താ ഉണ്ടാവുക? എൻ്റെ ഭർത്താവ് കണ്ടില്ലേ, നല്ല ഓണം കണ്ട് വാങ്ങിയിട്ട് തന്നെയാണ് വന്നത്. അവളങ്ങനെ പറയുന്നല്ല കേട്ടോ. അങ്ങനെ വല്ലതും വിചാരിച്ചാലോ കരുതി സുധാമാവ് പറയാണ്, അല്ലല്ല, നന്വബ്രുവ ആണോ ദിശത്തെ സമക്ഷം യാജിഷ്ണവേ ഭൂര്യപി ഭൂരിഭോജ. ഞാൻ ആ ഭഗവാനോട് നമ്മളുടെ ദാരിദ്ര്യത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല. എന്തിനു പറയണോ, നീ തന്ന അവിൽ പോലും ഞാൻ കൊടുത്തില്ല. അദ്ദേഹം അത് പിടിച്ചു വാങ്ങാണ്ടായത്. കിഞ്ചിത് കരോത്യുർവപിയ സ്വദത്തം സുഹൃത്കൃതം ഭൽവ്യപി ഭൂരികാരി. സുഹൃത്ത് ചെയ്ത ചെറിയൊരു കാര്യത്തെ വലുതായി കണ്ട്. അതാണ് ഭഗവാന്റെ പ്രത്യേകത. സുധാമാവ് തന്ന ചെറിയൊരു അവിലിനെ പറ്റി എത്ര നേരാ പ്രസംഗിച്ചത്? ഈ അധ്യായത്തിൻ്റെ പേരെന്നെ അവിലിൻ്റെ കഥ എന്നാണ്. പൃഥുഗോപാഖ്യാനം നാമ, തൻ്റെ ഭക്തൻ്റെ അവിലിൻ്റെ കഥ. 2.5 മണിക്കൂർ പ്രസംഗം അവിലിനെക്കുറിച്ച്. സുധാമാവിൻ്റെ അവിൽ ഒന്നുമില്ല അതിൽ. പക്ഷേ ഭഗവാൻ അങ്ങനെ പറഞ്ഞത്. എൻ്റെ കൂട്ടുകാരൻ കൊണ്ടുവന്നത് എന്താ കണ്ടില്ലേ? എനിക്ക് പ്രിയപ്പെട്ട അവിൽ കൊണ്ടത് കണ്ടില്ലേ? അവിടെ പലതും കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഒന്നും അല്ലാണ്ടേ ഇതാണ്. കിഞ്ചിത് കരോത്തുർവപിയ സ്വദത്തം സുഹൃത്കൃതം ഭൽവ്യവിഭൂരികാരീമയോപനീതാം പൃഥുകൈകമുഷ്ടിം പ്രത്യഗ്രഹീത് പ്രീതിയുതോ മഹാത്മാ. അങ്ങനെയാണ് മഹാത്മാക്കൾ. തന്നോട് ചെയ്ത ചെറിയ കാര്യമാണെങ്കിലും ആ ഉപകാരം ഒരിക്കലും മറക്കില്ല. താൻ കൊടുത്തു നോക്കിയോ, അതൊക്കെ അപ്പം തന്നെ മറന്നിട്ടുണ്ടാവും. അതിനെപ്പറ്റിയൊന്നും ഓർമ്മയില്ല. ഭഗവാനോട് ചോദിച്ചു നോക്കൂ, സുധാമാവിന് കൊട്ടാരം കൊടുത്തില്ലേ? ഞാനോ കൊട്ടാരോ എന്ന് ഒരു ഓർമ്മയില്ല. ആ കൊടുത്തത് ഭഗവാൻ മറന്നു. കിട്ടിയതോ, സുധാമാവ് എനിക്ക് പണ്ട് 4 പിടി അവിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു സ്വാദ് ഇപ്പോഴും നാവുന്നു പോയില്ല. അത് ഭഗവാൻ പറയും. താൻ കൊടുത്തതൊന്നും ഭഗവാൻ ഓർമ്മയില്ല. അങ്ങനെയാണ് മഹാത്മാക്കൾ. തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രീദാസ്യം. ഒരു പ്രാർത്ഥനയുള്ളൂ എനിക്ക് എന്ന് പറഞ്ഞ് ആ പത്നിയെയും കൂട്ടിയിട്ട് സുധാമാവ് ചെന്ന് ആ ദ്വാരകാപുരമുള്ള സ്ഥലത്തേക്ക് നോക്കി നമസ്കരിക്കുകയാണ്. എത്ര ജന്മങ്ങൾ ജനിക്കേണ്ടി വന്നാലും ഒരു പരാതിയില്ല. അപ്പോഴൊക്കെ നീ ഏത് വർണ്ണമായാലും സാരമില്ല, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ, നീ ദരിദ്രനോ സമ്പന്നനോ, അതിലും എനിക്ക് വിഷമമില്ല. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഈ ജന്മത്തിൽ ആ ഭഗവാനെ കൂട്ടുകാരനായിട്ട് കിട്ടിയില്ലേ, ഇനിയുള്ള ജന്മങ്ങളിലും ആ ഭഗവാനെ കൂട്ടുകാരനായിട്ട് കിട്ടണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ പിന്നെ എന്തായാലും എന്താ. തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രീദാസ്യം പുനർജന്മനി ജന്മനി സ്യാത് മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതസ്തത് പുരുഷ പ്രസംഗ. അത് മാത്രമേ പ്രാർത്ഥനയുള്ളൂ എന്ന് പറഞ്ഞ ആ ഭക്തൻ തൊഴുത് നമസ്കരിക്കുന്നു. ഇത്രയൊക്കെ സമ്പത്ത് കിട്ടിയിട്ടും പരീക്ഷത്തെ അദ്ദേഹത്തിന് എൻ്റെ എന്നുള്ള വിചാരമില്ല. ഇതൊക്കെ ആരുടെ ചോദിച്ചാൽ ഭഗവാന്റെ. കൊട്ടാരാരുടെയാ? ഭഗവാന്റെ. താനോ നോക്കി നടത്തുക. എന്താണ്? അതാണ് സത്യം. നമ്മളിപ്പോൾ ചെയ്യണത് തന്നെയാണ്. നമ്മളിപ്പോൾ എൻ്റെ എന്ന് പറയുന്നുണ്ടെങ്കിലും സംഗതി ഇതൊക്കെ ഭഗവാന്റെ. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പോവും, ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ പോകുമ്പം നശിപ്പിക്കാണ്ട പോവുക, അത്രയേ വേണ്ടൂ. ഇനിയുള്ളവരും ഇവിടെ സുഖമായിട്ടിരിക്കട്ടെ. അതൊക്കെ ഭഗവാന്റെ സമ്പത്താന്നുള്ള മട്ടിൽ വിഷയാഞ്ജായാത്യക്ഷൻ ഭുഭുജേ നാതിലംപട. അധികം ആർഭാടമില്ലാണ്ട് ലാളിത്യം, ലളിതമായി. ഇതൊക്കെ ഭഗവാന്റെ പ്രസാദം എന്ന മട്ടിൽ വിനയത്തോടു കൂടി അദ്ദേഹം പ്രസാദമായിട്ട് അതൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഭോഗം അനുഭവിച്ചില്ല എന്നല്ല, ഒക്കെ അനുഭവിച്ചു. ഏതുപോലെ? വിനയത്തോടു കൂടി. പ്രസാദം കഴിക്കില്ലേ നമ്മൾ? പായസം കഴിക്കുമ്പോൾ എങ്ങനെയാണ് കഴിക്കുക? ആർത്തിയോട് കൂടി കഴിക്കുമോ? അപ്പോൾ നമ്മൾ 2 കൈയൊക്കെ ചേർക്കണം തോന്നും. അങ്ങനെ എടുത്ത് വളരെ ശ്രദ്ധയോടുകൂടി, ലേശമാണെങ്കിൽ കുറച്ചാണെന്ന് വെച്ചാൽ കുറച്ച് സന്തോഷത്തോടു കൂടി കഴിക്കുക. ഇതുപോലെ അദ്ദേഹം ഒക്കെ അനുഭവിച്ചു. നമ്മളിത് ആർത്തിയോടു കൂടി ചരക്കിലേക്ക് ചാടുമ്പോഴാണ് കുഴപ്പം.
നേരെ കുറച്ചൊരു ഈച്ചയെ പോലെ അറ്റത്തിരുന്ന് ലേശം ലേശം അങ്ങനെ കഴിക്കാച്ചൊരു കുഴപ്പമില്ല. ഇത് ഭഗവാന്റെ പ്രസാദം എന്ന് കണക്കാക്കിയിട്ട്. അതാണ് സുധാമാവ് കാണിച്ചിരുന്ന പാഠം. ഇത്രയൊക്കെ സമ്പത്തുണ്ടായിട്ടും അദ്ദേഹം അതിൽ ഭ്രമിച്ചില്ല എന്നുള്ളത് വലിയ കാര്യമാണ്. ജയിച്ച് വരുന്ന ഭഗവാൻ സുധാമാവിൻ്റെ അടുത്തെത്തിയപ്പോൾ തോറ്റു. അതാണ് സ്വഭൃത്യൈരജിതം പരാജിതം. അജിതൻ തോറ്റ കഥ. അജിതൻ എന്ന് പറഞ്ഞാൽ ആർക്കും ജയിക്കാൻ സാധിക്കാത്തവൻ ആണ് ഭഗവാന്റെ പേരത്. ആർക്കും ഭഗവാനെ ജയിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ ഭഗവാൻ തോറ്റു. ആരുടെ മുന്നിൽ തോറ്റു? സുധാമാവിൻ്റെ മുന്നിൽ തോറ്റു. സുധാമാവ് ഭഗവാനെ കെട്ടിയിട്ടു. എവിടെ കെട്ടിയിട്ടു? തൻ്റെ ഹൃദയത്തിൽ കെട്ടിയിട്ടു. സു എന്ന് പറഞ്ഞാൽ നല്ലതെന്നർത്ഥം, ദാമെന്ന് പറഞ്ഞാൽ കയറെന്നർത്ഥം. നല്ലൊരു കയറ് കൊണ്ട് തൻ്റെ ഹൃദയമാകുന്ന ഒരലിൽ ഭക്തിയാകുന്ന ആ ഒരു സ്വർണ്ണ ചരട് കൊണ്ട് സുധാമാവ് കെട്ടിയിട്ടത് കൊണ്ടാണ് ആ ഭക്തനെ പിന്നീട് ഭക്തന്മാർ സുധാമ അല്ലെങ്കിൽ ശ്രീധാമ എന്നൊക്കെ പറയണത്. ഭക്തൻ്റെ പേരൊന്നും ഭാഗവത്തിലില്ല. അല്ലെങ്കിലും വലിയ കേമന്മാരുടെ പേരൊന്നും പറയില്ല. ബഹുമാനമുള്ളവരുടെ പേര് പറയില്ല. ഭാഗവത്തിൽ പലരുടെ പേരും ഇല്ല. എന്താ വെച്ചാൽ അത്രയ്ക്കും ബഹുമാനം ശ്രീശുവർക്കുണ്ടെങ്കിൽ ശ്രീശുവർ ആ പേര് പറയാണ്ടിരിക്കും. ഇവിടെയും ബ്രാഹ്മണനേ പറഞ്ഞിട്ടുള്ളൂ, ഗോപികമാരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അത്രയ്ക്കും ബഹുമാനമുണ്ട്, അതുകൊണ്ട് പേര് പറയണില്ല. ഇവിടെ ശ്രീശുവർക്ക് അത്രയ്ക്കും ബഹുമാനം ഈ സുധാമാവിന് അദ്ദേഹം കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ആ ഭക്തൻ്റെ മുന്നിൽ ഈ ഭഗവാൻ തോറ്റു എന്ന് പറഞ്ഞു. ലബ്ധഭാവോ ഭഗവതി കർമ്മബന്ധാത് വിമുച്യതേ. ആരാണോ ഈ ഭാഗവതം, ഈ ഒരു കഥ വായിക്കുന്നത് കേൾക്കുന്നത്, അവർക്ക് ഭഗവാനിൽ ഭക്തി വർദ്ധിക്കും, കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. അതാണ് പ്രധാനം. കർമ്മബന്ധം ഇല്ലാണ്ടിയാകുക. കർമ്മം എന്ന് പറഞ്ഞാൽ അത് നെല്ല് പോലെയാണ് പറയും. അത് വിതച്ചാൽ പിന്നെയും മുളയ്ക്കും. അങ്ങനെ കുഴപ്പം കർമ്മത്തിനുണ്ട്. നമ്മുടെ കർമ്മമൊക്കെ അവിലാക്കണം. അതാണ് ഇതിൻ്റെ താല്പര്യം. തത്വം പറഞ്ഞാൽ അതാണ്. അവിലിൻ്റെ ഗുണം എന്താ വെച്ചാൽ അവിൽ വിതച്ചാൽ മുളയ്ക്കില്ല. ഇപ്പം നമ്മളുടെ കർമ്മമൊക്കെ അങ്ങനെയാണ്. എന്ത് കർമ്മം ചെയ്താലും അത് പിന്നെ അവിടെ അങ്ങനെ കിടന്ന് അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. കർമ്മം കഴിഞ്ഞാലും വാസന അവശേഷിക്കും. അതുപോലുള്ള കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ അത് പ്രേരിപ്പിക്കും. എത്ര കണ്ട് വേണ്ടാന്ന് കരുതിയാലും അറിയാതെ പല കർമ്മങ്ങളും ചെയ്തു പോകും. എന്ന് പറഞ്ഞാൽ വാസന ഉള്ളിൽ അവശേഷിക്കുന്നത് കൊണ്ടാണ്. ആ വാസന നീങ്ങിയൊരു വ്യക്തിക്ക് പിന്നെ എന്തില്ല, അയാളെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം അയാൾ അപകടം ചെയ്യില്ല. ഗ്യാസുള്ള സിലിണ്ടർ പേടിക്കണ്ടോ? ഗ്യാസ് പോയാലും സിലിണ്ടർ കാണാൻ, ഗ്യാസുള്ള സിലിണ്ടർ കണ്ടാൽ മനസ്സിലാവുമോ? കണ്ടാൽ മനസ്സിലാവുമൊന്നുമില്ല. പക്ഷേ ഒന്ന് പേടിക്കണ്ട, കാരണം അതിൽ ഗ്യാസില്ല. കത്തിച്ചാൽ മനസ്സിലാവും. ഓണാക്കി കത്തിക്കുമ്പം. ഇതുപോലെ ജീവൻമുക്തന്മാരെ പേടിക്കേണ്ട കാര്യമില്ല. അവല് പോലെയാണ് നമ്മുടെ മനസ്സെങ്കിൽ പിന്നെ പേടിക്കണ്ട. ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ദുഃഖമില്ലാണ്ട കഴിയാം. എങ്ങനെയാണ് അവിലാവണത് അന്വേഷിച്ചാൽ മനസ്സിലാവും. ആദ്യം ഇത് നല്ലായിരുന്നു, അത് പിന്നെ നമ്മൾ വറക്കും, പിന്നെ കുത്തും. ആദ്യം വെള്ളത്തിലിടും. ഭക്തിയാകുന്ന ആ ജലത്തിൽ കുതിർക്കണം. കുറച്ച് നേരം അങ്ങനെ കുതിർത്തതിന് ശേഷം പിന്നെ വൈരാഗ്യമാകുന്ന ചൂടിൽ വറക്കണം. ആദ്യം ഭാഗവതം ഇങ്ങനെ കേൾക്കുക, അങ്ങനെ കേട്ട് കുതിർക്കുകയാണത്. നമ്മുടെ മനസ്സിനെ അങ്ങനെ ആഴ്ത്തി വെച്ചതാ. അങ്ങനെ ഇരുന്ന് കുറച്ച് ഉറങ്ങിയിട്ടാണെങ്കിലും കേൾക്കുക. കണ്ടാവും ചൂടൊക്കെ ആകുമ്പോൾ ഉറങ്ങി പോകും, സാരമില്ല. എന്നാലും അങ്ങനെ കുതിർത്ത് വയ്ക്കുക, അവിടെ ഇങ്ങനെ കിടക്കട്ടെ. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വൈരാഗ്യമാകുന്ന ചൂടിലിങ്ങനെ വറക്കുക. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരക്തി. ഒന്നിനോടും മോഹമില്ല, ഒന്നിലും വീഴാണ്ടിരിക്കുക, ഒന്നും വേണമെന്നില്ല. കാരണം വേണ്ടത് ഭഗവാനെ മനസ്സിലായി. ഭഗവാന്റെ മഹിമ അറിഞ്ഞവർക്ക് പിന്നെ വേറൊന്നിനോടും മോഹം തോന്നില്ലല്ലോ. ഭാഗവതം കേട്ടവർക്ക് പിന്നെ വേറെ എന്തെങ്കിലും കേൾക്കാൻ തോന്നും. ചിലർക്ക് അങ്ങനെ ചില പ്രഭാഷണത്തിന് തന്നെ ഒരു ലഹരിയുണ്ട്, ഒരു വശ്യത ഉണ്ട്. വച്ചൂർ സ്വാമിയുടെയൊക്കെ പ്രഭാഷണം അങ്ങനെയാണ്. ഞാനത് മാത്രമേ കേൾക്കാറുള്ളൂ. കാരണം അത് കേട്ട ഒരാൾക്ക് പിന്നെ വേറൊന്ന് കേൾക്കാൻ അന്യത്ര സ്യാത് രതി ക്വചിത് എന്നാണ്. ഭാഗവതം കുടിച്ച ഒരാൾക്ക് വേറൊന്നും കുടിക്കാൻ തോന്നില്ല. അമൃതം കുടിച്ച ആൾക്ക് പിന്നെ ചുക്കളം കുടിക്കാൻ തോന്നും. വേറൊന്നിനോടൊരു മോഹം ഇല്ലാണ്ടാവും. ഭഗവാന്റെ മഹിമ അറിയുന്ന ആൾക്ക് വേറൊന്നിനോട് തോന്നില്ല. അതാണ് വൈരാഗ്യം. വിരക്തനാവുക. വൈരാഗ്യമാകുന്ന ചൂടിൽ വറക്കുക. അത് കഴിഞ്ഞ് ജ്ഞാനമാകുന്ന ഒലയ്ക്ക കൊണ്ട് കുത്തുക. അത്രയും ചെയ്താൽ നമ്മുടെ മനസ്സെന്തായി? അവിലായി. ഇനി പേടിക്കണ്ട, എവിടെ വേണേൽ വതറിക്കോളും. അത് മുളക്കില്ല. ഒരാളോടും ബന്ധം ഉണ്ടാവില്ല, ഒന്നും തന്നെ ബാധിക്കില്ല. അതാണ് അവിലിൻ്റെ കഥ എന്ന് പറയാൻ കാരണം. അവിലെന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രത്യേകത ഉണ്ട്. ഭഗവാൻ പല ദിക്കിൽ ഇത് പറയുന്നുണ്ട്. ഗോപസ്ത്രീകളോടും പറയുന്നുണ്ട്, അല്ലയോ ഗോപസ്ത്രീകളെ, നിങ്ങളുടെ മനസ്സ് ഞാൻ ഇനി വറുത്ത് പൊടിച്ചിട്ട് തരുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ മനസ്സ് ധാന്യമാണ്, അത് വതച്ചാൽ ഇനി മുളയ്ക്കും. പക്ഷേ നിങ്ങൾ അതിനെ തന്നെ ധ്യാനിക്കൂ. നിങ്ങളുടെ മനസ്സ് ഞാൻ എന്ത് ചെയ്യും? അതൊരു ദിവസം ഞാൻ വറുത്ത് നിങ്ങൾക്ക് തരും. വറുത്താലും കണ്ട ഒരുപോലെ ഉണ്ടാവും കേട്ടോ. വറുത്ത ധാന്യവും വറക്കാത്ത ധാന്യവും കണ്ടാൽ ഒരുപോലെ ഉണ്ടാവും. പക്ഷേ കുഴിച്ചിട്ടാൽ മുളക്കില്ല. അപ്പോൾ മനസ്സിലാക്കുന്നത് അത് വറുത്തതാ. ഇതുപോലെ ജീവൻമുക്തന്മാരും നമ്മളും കണ്ടാൽ ഒരുപോലെ ഉണ്ടാവും. പക്ഷേ ദുഃഖം വരുമ്പോൾ നമ്മൾ കരയും. ജീവൻമുക്തന്മാരപ്പം കരയില്ല. അവർക്കെന്തില്ല, അവരിത് ആദ്യം പ്രതീക്ഷിച്ചതാണ്. അവരിതൊക്കെ ആദ്യം കണക്കാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് ആദ്യം അറിയുന്നത് കൊണ്ട് അവർക്കെന്തെങ്കിലും ഒട്ടും ഭയമില്ല.
അവർ ശരീരം വീണ് പോകുന്ന ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. വീണ് പോയാൽ പോട്ടെ, ഇരിക്കാച്ചിരിക്കട്ടെ, അത് വിരോധമില്ല, അവിടെ ഇരുന്നോട്ടെ, അത്രയേ അവർക്കുള്ളൂ. അതാണ് പ്രത്യേകത. അങ്ങനെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തരാവാൻ നമുക്ക് സാധിക്കണം. മുക്തി എന്നൊരു വിഷയമാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്, ഏകാദശം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ കഥകളൊക്കെ അങ്ങനെ നിർത്തുകയാണ്. ദശമസ്കന്ധാകുമ്പോഴേക്കും എന്താ സുധാമാവൻ ചരിത്രത്തോടു കൂടി കഥയൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കാര്യം പറയാണ്. ഇവിടെയും കാര്യം തന്നെയാണ് പറയണത്, കഥയിലൂടെ കാര്യം പറയുകയാണേ. ഹോമിയോ ഗുളിക പോലെയാണ്. അലോപ്പതി ആണെങ്കിൽ കുട്ടികൾ കഴിക്കില്ല, വേണ്ട വേണ്ട പറയും. അത് കഴിച്ച ഉടനെ വെള്ളം വേണമെന്ന് പറയും. പാരസെറ്റമോളൊക്കെ വായിൽ വെച്ചിരിക്കുകയൊന്നുമില്ല. ഹോമിയോ ഗുളിക കൊടുത്ത് അനിയുണ്ടോ ചോദിക്കും. അനിയുണ്ടോ അച്ഛാ, 2 കൂടി. വെള്ളം വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെ വെച്ച് അങ്ങനെ. ഇതുപോലെ ഭാഗവതം എന്താ വെച്ചാൽ ഹോമിയോ ഗുളിക പോലെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലയിച്ച് രസ്റ്റ് ഇങ്ങനെ കുടിക്കാം. പക്ഷേ കാര്യമുണ്ട്, അത് അകത്തെത്തണം. കാര്യകത്തെത്തിയില്ലെങ്കിൽ കാര്യമില്ല. അതാണ് പ്രധാനം. ഇനി അങ്ങോട്ട് മധുരം ചേർക്കാണ്ട തന്നെ കാര്യം പറയുകയാണ്. അതാണ് ഏകാദശ സ്കന്ധം. അതൊക്കെ നമുക്ക് നാളെ കേൾക്കാം. ഇന്നത്തെ പാരായണം പ്രഭാഷണവും ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ രാമ വാക്കുമെൻ പ്രവൃത്തിയും പൊരുത്തമായിരിക്കണം. ആർക്കുമെന്നിൽ നിന്നുപദ്രവം വരാതിരിക്കണം. ഊണിലും ഉറക്കിലും ഇരിപ്പിലും നടപ്പിലും കാണണം ഭവാനെ ഞാൻ സദാപി നിദ്രയിങ്കലും. രാമ രാമ ഇല്ല നീയൊഴിഞ്ഞെനിക്കൊരുത്തനും തുണയ്ക്കുവാൻ. സത്യമായ ദൈവമേ നിനക്കു കൈ തൊഴുന്നു ഞാൻ. അച്യുതാ ഭവാന്റെ ലീലയല്ലീ ലോകമാകവേ. നിഷ്കളാ നിരഞ്ജനാ ശ്രീ വിശ്വരൂപ പാഹി മാം. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം. നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. രാമ 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 പാഹി മാം. രാമപാദം നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം. നിത്യനായ ചിൽ പ്രകാശരൂപനെ വണങ്ങണം. പൊൻചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം. ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരേ രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.